ഹലോ ഗുഡ് ഈവനിങ് എവറിവൺ. എന്തൊക്കെയുണ്ട്? ഇങ്ങനെ നമ്മളെ യൂണിക് ടോക്സ് 91 ആണല്ലേ ഇന്ന്. കുറച്ച് ആൾക്കാർ നേരത്തെ ജോയിൻ ആയി കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു സോറി ചോദിക്കുകയാണ്, നമുക്ക് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്ന് പെട്ടെന്ന് മാമിനെ കയറാൻ പറ്റാണ്ടായി. എന്താ സൂം ചെറിയൊരു പണി തന്നതായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി, കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ടുണ്ട് കേട്ടോ. അതാണ് ഡിലേ ആയിട്ടുണ്ടായിരുന്നത്. 8:30ക്കാണ് നമ്മൾ പുതിയ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 8:35 ഒക്കെ. ഇന്നിപ്പോൾ 8:40 ആയിട്ടുണ്ട്. എന്തായാലും കുറേ പുതിയ പേരുകൾ കാണുന്നുണ്ട്. അതിന് മുന്നേ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. നമ്മൾ ഏതൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ കിട്ടുന്ന ഒരു എനർജി നമുക്ക് കിട്ടാനായാലും കാര്യങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. പറ്റുന്നവരൊക്കെ യാത്രയിലെ മറ്റു തിരക്കിലൊന്ന് നമ്മളെ നോമാൻ സർ വന്നിട്ടുണ്ട്. തോന്നുന്നു ഗ്രോത്ത് എക്സിലെ നോമാൻ സാറാണ് എൻ്റെ ഓർമ്മ. യെസ്, ഓക്കെ. എന്തായാലും താങ്ക് യു. നമ്മൾ ജാസിം സാർ വന്നിട്ടുണ്ട്, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ആരെങ്കിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? മടിയാണ് വില്ലൻ എന്നുള്ളതായിരുന്നു. ആക്ച്വലി അഫ്സൽ വാനിദ് സാറെ ഫോട്ടോ ആണ് കണ്ടിട്ടുണ്ടാവുക. സാറിന് പെട്ടെന്ന് വേറൊരു യാത്ര വന്നു. അങ്ങനെ നമ്മൾ വേറൊരു മാമാണ് സെഷൻ എടുക്കുന്നത്. സാബിക്കാം എന്നുള്ളതാണ് പേര് വരുന്നത്. നമ്മളെ ടീമിലെ മെന്ററാണ്. യൂണിക്നെസ് ഫെസ്റ്റ് ഓഫ് ലൈവിന്റെ കോർഡിനേറ്റർ ആയിരുന്നു. കൂടാതെ ലൈഫ് സൈക്കോളജിസ്റ്റ്, ലൈഫ് കോച്ച്, അങ്ങനെ പ്രൊഫഷനിലും ആളെ കരിയറിൽ അടിപൊളിയായിട്ടുള്ള ഒരാളാണ്. മുന്നൊരു യൂണിറ്റ് ടോക്ക് ചെയ്തിട്ടുണ്ട്, ചിലർക്ക് ആളെ പരിചയം ഉണ്ടാവായിരിക്കും. ഓ, സാധിക്കാമെന്നാണ് സെഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. ടോപ്പിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മുന്നും പറഞ്ഞ പോലെ മടിയാണ് വില്ലൻ എന്നുള്ളതാണ്. ഇന്ന് നമുക്കൊക്കെ അറിയാം, നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ഇന്നിപ്പോൾ ആർക്കും ഒരു അറിവില്ലാത്തതിന്റെ പേരിൽ ആരും വളരാതിരിക്കൊന്നുമില്ല. കാരണം ഗൂഗിൾ ഉണ്ട്, ചാറ്റ് GPT ഉണ്ട്, ജെമിനി ഉണ്ട്, കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ എന്നിട്ടും നമുക്ക് വളർച്ച കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ മടി കാര്യങ്ങളൊന്നും അങ്ങോട്ട് സെറ്റ് ആവണില്ല, വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റണില്ല. ഇതിന്റെ ബേസിക് റീസൺ മടിയാണെന്നില്ലായിരുന്നു. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ ശരിപ്പെടുത്താൻ പറ്റും? അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുക? അത് നമ്മൾ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കുന്ന സെഷൻ ആയിരിക്കുന്നുണ്ടാവുക. അതിന് മുന്നേ യൂണിക് ടോക്കിൽ നമ്മളെ MUIന്റെ എല്ലാ സെഷൻസിലും ഒരു 3 കാര്യങ്ങളാണ് സ്റ്റാർട്ടിങ്ങിൽ പറയാറുള്ളത്. ഇവിടെ വരുമ്പോൾ ഒരു എന്താ പറയുക, ജഡ്ജ്മെന്റൽ സ്റ്റേറ്റിലൊന്നും അല്ലാണ്ട് ഒരു കാം ആയിട്ടില്ല, ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റിയോട് കൂടി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ കുട്ടികൾക്ക് ഉണ്ടാവല്ലോ, ആളെ എന്താണ് പറയാൻ പോകുന്നത്, ആ കാര്യം എനിക്ക് ലൈഫിൽ എങ്ങനെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവാം, അങ്ങനെയൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. ആ ഒരു ആഗ്രഹത്തിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എനിക്കെല്ലാം അറിയാം, നമുക്കൊക്കെ അറിവുകളുണ്ട്, ആരും മോശക്കാരൊന്നും അല്ല. എന്നാലും ഇനിയും എന്തൊക്കെയോ അറിയാനുണ്ട്, അങ്ങനത്തെ ഒരു ആഗ്രഹത്തിൽ ഇരിക്കുക. ജഡ്ജ്മെന്റിലൊന്നും അല്ലാണ്ട് ക്ലാസ് എടുക്കുന്ന ആളും കേൾക്കുന്ന നമ്മളൊക്കെ ഒരുപോലെയാണ്, ഒരു പച്ചയായിട്ടുള്ള മനുഷ്യരാണല്ലോ. അപ്പൊ ആ രീതിക്ക് ഇരിക്കാന്നില്ല കേട്ടോ. കുറെ പറഞ്ഞിട്ട് ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. കുറെ പുതിയ പേരുകൾ കാണുന്നുണ്ട് ഇവിടെ. സ്ഥിരമായിട്ട് യൂണിക് ടോപ്പിൽ കാണുന്നവരെയും കാണുന്നുണ്ട്. എന്തായാലും എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നിങ്ങൾക്ക് എവിടേക്കെയോ എനിക്ക് മാറണം, എന്റെ മടി മാറ്റണം, അല്ലെങ്കിൽ അടിപൊളിയാവണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണല്ലോ കയറിയിട്ടില്ല. മറ്റു തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് പലതും ചെയ്യാനുള്ളിടത്ത് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഏറ്റവും ബെസ്റ്റ് ടൈമായി നിങ്ങൾക്ക് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും എല്ലാവരും ഒന്നുകൂടി യൂണിക് ടോക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മൾ യൂണിക് ടോക്ക് എന്നുള്ളത് നമ്മളെ ടീം കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രീ സെഷൻ ആണ് കേട്ടോ. ഇപ്പൊ 91ാമത്തെ ആഴ്ചയാണിത്. 91 ശനിയാഴ്ചകളായി കണ്ടക്ട് ചെയ്യുന്നതാണ്. നമ്മളെ പേഴ്സണൽ ലൈഫ് ഒക്കെ അടിപൊളിയാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ ടോപ്പിക്കുകളായിട്ട്. ഇത് റെക്കോർഡിംഗ് നമ്മൾ ക്ലാസ് ലൈവ് ആയിട്ടുണ്ടാവും, പിന്നെ റെക്കോർഡിങ്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. പുതിയ പേരുകൾ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് എന്താണ് എന്നുള്ളത്. എനിവേ, ഇനി ഞാൻ വെയിറ്റ് ആക്കുന്നില്ല. സാബിക മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്, വെൽക്കം സാബിക മാം. ഓവർ ടു യു. താങ്ക് യു മിസ്ന, താങ്ക് യു സോ മച്ച്. അപ്പം ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടാവാം മിക്കവാറും അഫ്സൽ സാർ ഒരു ക്ലാസ് പ്രതീക്ഷിച്ചിട്ടാവും പോസ്റ്ററിൽ കണ്ട പോലെ. പക്ഷെ ഇതാണ് നിമിത്തം, അത് മനസ്സിലാക്കുക. ഇപ്പൊ മേ ബി നിങ്ങൾ എന്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തുണ്ടാവില്ലായിരിക്കും. അപ്പൊ പടച്ചോൻ ഒരു നിയോഗാണ് അത്. ആ പോസ്റ്റർ കണ്ടുപിടുത്തി അൺഫോർച്ചുനേറ്റ്ലി ഞാനായി സെഷൻ എടുക്കുന്നത്. അത് സാർക്ക് ഒരു കാരണം കൊണ്ട് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ടോപ്പിക് അത് തന്നെയാണ്. ടോപ്പിക്കിൽ നമ്മൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ആ ഒരു മടി വില്ലനാണ് എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ്. അപ്പം ലേസിനെസ് അല്ലെ, ലേസിനെസ് ഈസ് ദ വില്ലൻ എന്ന് നമ്മൾ പറയും. പക്ഷെ ആക്ച്വലി ലേസിനെസ് വില്ലൻ ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോ നിങ്ങളെല്ലാവരും തന്നെ എനിക്കറിയാം, എല്ലാവർക്കും കുറെ സ്വപ്നങ്ങൾ ഉണ്ടാവും, പ്രതീക്ഷകൾ ഉണ്ടാവും. ആരും ഞാൻ നന്നാവണ്ട, ഞാൻ മോശമാവട്ടെ എന്ന് വിചാരിക്കണ ഒരു മനുഷ്യന്മാരും ഇല്ല. എല്ലാവർക്കും ഞാൻ ഒന്നും കൂടി ബെറ്റർ ആവണം, ഞാൻ ഒന്നും കൂടി കുറെ പ്ലാൻസ് ഉണ്ടാവും, കുറെ ഐഡിയാസ് ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, ഇങ്ങനെ കുറെ നമുക്കിങ്ങനെ ചില സമയത്ത് ഭയങ്കര മോട്ടിവേഷൻ ഒക്കെ വന്ന് നമ്മളിങ്ങനെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി പോകും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് ടീം അതേപോലെ താഴും. അപ്പൊ എന്താണ് ഇതിന്റെ റീസൺ എന്നുള്ളത് നമുക്ക് തന്നെ കറക്റ്റ് അറിയൂല. അപ്പം മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യണ കാണുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നും അങ്ങനെ ചെയ്യണം, എനിക്കും അതേപോലെ ചെയ്യാൻ പറ്റണം. പക്ഷെ നമ്മള് എന്തോന്ന് പിന്നോട്ട് വലിക്കുന്നു, മടിയാണ്. ചിലപ്പോ ചെറുപ്പം തൊട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മളെ പാരന്റ്സ് ഒക്കെ ഓനൊരു മടിയനാണ് അല്ലെങ്കിൽ ഓളൊരു മടിയെത്തിയാണ്.
ഇതിങ്ങനെ പറഞ്ഞത് നമ്മളും പലരോടായിട്ട് പറയുന്നുണ്ടാവും അവർക്ക് മടിയാണ് എന്നുള്ളത്. ആക്ച്വലി മടി എന്നുള്ളത് ഒരാളുടെ സ്വഭാവമാണോ ശരിക്കും? മടി എന്ന് പറയുന്നത് ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്നുള്ളതിനപ്പുറം അതൊരു ലക്ഷണമാണെന്ന് മനസ്സിലാക്കുക. അതൊരു മടി എന്നുള്ള ഒരു കാറ്റഗറി ഓന്റെ സ്വഭാവം അങ്ങനെയാണ്, അല്ലെങ്കിൽ ഓളെ സ്വഭാവം അവൾക്ക് മടിച്ചിയാണ് എന്നുള്ളത് പറയുന്നതിനപ്പുറം അതൊരു ലക്ഷണമാണ്. അപ്പൊ അത് ഫിസിക്കലി ഉള്ള ലക്ഷണങ്ങൾ, എന്താ ബയോളജിക്കൽ നമ്മൾ ഫിസിക്കലി ഉള്ള ലക്ഷണങ്ങളാവാം, മെന്റലി ഉള്ള ലക്ഷണങ്ങളാവാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് നോക്കാം. നമ്മളെ മൈൻഡും ബോഡിയും നമ്മൾ ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ ആദ്യം നിങ്ങള് മടി, ഇതിപ്പോ ഇവിടെ പറയേണ്ടതാണോ എന്ന് അറിയൂല, എങ്കിലും ഞാൻ പറയണം, മടി എന്നല്ലെങ്കിൽ മടി ക്ഷീണം ഇത് തമ്മിൽ ഭയങ്കര ഒരു ബന്ധം തോന്നുന്നു അല്ലെ? ഒരു തമ്മിൽ എന്തോ ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ്, രണ്ടും ഒരുമിച്ചാണ്. ഒരു ക്ഷീണം, ഒരു മടി, ഇത് രണ്ടും ഒരേപോലെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണാണ് തോന്നുന്നതെങ്കിൽ അത് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണേ. മടിയും ക്ഷീണാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫിസിക്കൽ ഒരു ടെസ്റ്റ് നടത്തണം കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇതിന്റെ മുന്നോടിയായിട്ട് പറയണം. മേ ബി നമ്മൾക്ക് വൈറ്റമിൻ കുറവോ എന്തെങ്കിലും നമ്മളെ ഫിസിക്കൽ നീഡ്സിലുള്ള എന്തെങ്കിലും കുറവ് കൊണ്ട് മേ ബി നമുക്ക് അങ്ങനെ ഒരു ഇത് വരാം. അപ്പൊ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് നമ്മളെ കൊണ്ട് കഴിയണ പോലെ നമ്മൾ ചെയ്യുമ്പോഴും കൂടുതൽ കൂടുതൽ നമ്മൾ എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും ഡൗൺ ആയി വീണ്ടും പോവേ ചെയ്യുള്ളൂ. അപ്പം ഫിസിക്കൽ പ്ലസ് അതോടൊപ്പം നമ്മളെ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതാണ് ഫസ്റ്റ്. അപ്പൊ നമ്മൾ ഈ ഫിസിക്കൽ എന്നുള്ളത് നമ്മൾ അത് മനസ്സിലാക്കി ചെയ്യണം. ഇവിടെ നമ്മൾ പറഞ്ഞത് നമ്മളെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്തുകൊണ്ടൊക്കെ ആവാം എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എല്ലാവരും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടും ചെയ്യാതെ മാറ്റി വെച്ച കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതിന്റെ പിന്നിലൊക്കെ നമ്മൾ ഭയങ്കര എളുപ്പത്തിൽ പറയും മടി, അല്ലെങ്കിൽ പ്രൊക്കാസ്റ്റിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്താ മടി മാറ്റാൻ ഒരു മാന്ത്രിക വിദ്യ, അല്ലെങ്കിൽ ഈ പ്രൊക്കാസ്റ്റിനേഷൻ മാറ്റാൻ എന്താ ഒരു മാന്ത്രിക വിദ്യ എന്ന് ആലോചിച്ച് നമ്മൾ ഇങ്ങനെ നടക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കാം, നമുക്ക് ആക്ച്വലി എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ടാവും. ഇപ്പം മേ ബി അതൊരു സ്ട്രെസ്സിന്റെ ഫലമായിട്ടാവാം. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു സ്ട്രെസ് കുടുങ്ങി കിടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഫിയർ ഉണ്ടാവാം. നമുക്ക് ആ മുന്നോട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്താവും, ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറെ ഡീമോട്ടിവേറ്റഡ് ആവണ കുറെ എലമെന്റ്സ് അതും ഉണ്ടാവാം. അതല്ലെങ്കിൽ മേ ബി ചിലപ്പം നമുക്ക് ഈ പറഞ്ഞ ഒരു മോട്ടിവേഷന്റെ കുറവ്, ഇതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലായ്മ, ഞാൻ എങ്ങനെ ഇത് മുന്നോട്ട് പോകണം, ഇത് എവിടെ എത്തിക്കണം, ഇതിന്റെ ലക്ഷ്യം എങ്ങനെയാണ്, ഇതിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയില്ല. അല്ലെങ്കിൽ ഞാൻ നാളെ ചെയ്യാം എന്നുള്ള ഈ ഒരു മോഡില് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ അറിവില്ലായ്മയല്ല പ്രശ്നം, പ്രവർത്തനമില്ലായ്മയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. അപ്പം വ്യക്തമായ ലക്ഷ്യമില്ലായ്മയാണ് മടിയുടെ ഒരു പ്രധാന കാരണം. ആദ്യം നമ്മളൊരു ലക്ഷ്യബോധം ഉണ്ടാക്കുക അല്ലെ, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഞാൻ ഇത് ചെയ്തിട്ട് എന്ത് കിട്ടും, നമ്മൾ അതിന്റെ പ്ലഷറിനെ കുറിച്ച് ആലോചിക്കുക. നിങ്ങള് ഒരു എന്തോ ഒരു വലിയ പ്ലാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഒരു ബിഗ്ഗസ്റ്റ് പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് അത് അത് ചെയ്യണം, ഇത് ഇത്രയൊക്കെ ചെയ്യാണ്ടെന്ന് മനസ്സിൽ കൊടുക്കുന്നതിന് പകരം അത് ചെയ്ത് കിട്ടുന്ന ഒരു പ്ലഷർ ഉണ്ടല്ലോ, നമ്മൾക്കൊരു കാര്യം ചെയ്യാനുള്ളത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷറിനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം. അപ്പൊ തന്നെ മൈൻഡിനൊരു ഊർജം വരും. പിന്നെന്ന് പറഞ്ഞാല് മടി എന്ന് പറഞ്ഞാല് ആക്ച്വലി അത് നമ്മളങ്ങനെ താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഈ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കണ്ടെത്തുന്നത് അതിങ്ങനെ നമ്മളെ താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് എനർജി കൊടുക്കണം. നമ്മൾ ആദ്യം കുറച്ച് എനർജി, ഒരു ആക്ടിവേഷൻ എനർജി പറയും, നമ്മൾ ആദ്യം ഒരു തുടക്കം കൊടുക്കണം. എന്നാൽ മാത്രം നമുക്ക് ഈ മടീനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇത് താഴോട്ട് ഇങ്ങനെ കനം കൂടി എന്ന് പറയില്ല, നമ്മള് അതിങ്ങനെ ഇരുന്ന് നമ്മൾ ആ ഒരു മടി പിടിച്ച് തുരുമ്പിച്ചതായി പോവുള്ളൂ. അപ്പം ആദ്യം വേണ്ടത് നമ്മൾ കുറച്ച് എനർജി കൊടുക്കണം. നമ്മളെ അവിടുന്ന് ഒന്ന് എണീക്കണം, ഇരുന്നിടത്തുനിന്ന് എണീക്കാൻ തയ്യാറാവണം ആദ്യം. അപ്പം ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടാവും, നിങ്ങളെ മടിയുടെ വില എന്ന് പറയുന്നത് നിങ്ങളെ സ്വപ്നങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ഒരു മടിക്ക് നിങ്ങൾ വലിയ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലേ. ലേസിനെസ്സിന് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. പല നിങ്ങളുടെ പല റിലേഷൻഷിപ്പിലുള്ള
കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണതിൽ പോലും അത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബന്ധങ്ങളെ ബാധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളെ സ്വപ്നങ്ങൾ, നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നടന്ന സ്വപ്നങ്ങൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചില നമ്മൾ ചില കോൾസ് വിളിക്കേണ്ട സ്ഥലത്ത് വിളിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മളെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇതൊക്കെ ചെറിയൊരു മടിയുടെ കാരണം. രാവിലെ എണീക്കാൻ മടി, പോവാൻ മടി, സംസാരിക്കാൻ മടി, ഒക്കെ മടി. സിമ്പിൾ ആയിട്ട് നമ്മളൊരു സുഖത്തിന് ഞാനൊരു ഇൻട്രോവേർട്ട് ആണ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരുകളും പറയും. പക്ഷെ ആക്ച്വലി നമ്മള് ഇതാണോ മടിയുടെ റീസൺ എന്നുള്ളത് ആദ്യം പരിശോധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ആവാം. അപ്പൊ നമ്മൾ ആദ്യം ഈ സ്ട്രെസ് റിലേറ്റഡ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഉള്ളില് നിങ്ങൾക്ക് കുറെ സ്വപ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ സെയിം ടൈം നിങ്ങൾക്ക് കുറെ ഭാരങ്ങൾ ഉണ്ടാവും. നിങ്ങളെ അടിയിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ സ്ട്രെസ് ആവാം, ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആവാം, ഫാമിലി ബേസ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രഗിൾ ആവാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഒരു അനാലിസിസ് നടത്തുക. നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ മൈൻഡിൽ കൊണ്ടെടുക്കുമ്പോൾ അതിന്റെ ഭാരം ഇങ്ങനെ കൂടി കൂടി നമുക്ക് മുന്നോട്ട് ചലിക്കുമ്പോൾ തന്നെ ആ ഭാരം കൊണ്ട് നമ്മളിങ്ങനെ വീണ് പോണ ഒരവസ്ഥ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് ഒരു നോട്ട് എടുക്കുക. ഏർലി മോർണിംഗിൽ ഞാൻ അതിന് ചെയ്യണ പരിപാടികളാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ എല്ലാം ഇങ്ങനെ ഒന്നിച്ച് പറയാം, നമുക്ക് ടൈം ഇല്ലല്ലോ. അപ്പം ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ആലോചിക്കുക. ചിലപ്പോ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല, നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ മൈൻഡിൽ ഇങ്ങനെ ഡിസ്റ്റർബ് ആയി കിടക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. എന്താണ് ഇന്നിപ്പം ഇങ്ങനെ എനിക്ക് എന്താ ഇതിന്റെ മൈൻഡിന് ഒരു ഡിസ്റ്റർബൻസ്, സ്ട്രെസ് ഉണ്ടാവണ ആളുകളെ എന്നിട്ട് പറയുന്നത് എന്താണ് എന്റെ മൈൻഡിന് ഡിസ്റ്റർബൻസ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ നോട്ട് ചെയ്യുക. അപ്പം ചിലപ്പോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നത് കൊണ്ടുള്ള ഡിസ്റ്റർബൻസ് ആവാം. അപ്പൊ ആ സംഭവത്തിനെ നിങ്ങൾ അവിടെ നോട്ട് ഡൗൺ ചെയ്തു. ചിലപ്പോൾ നിങ്ങളെ ഫാമിലി മാറ്റർ ആവാം, അത് നിങ്ങൾ അവിടെ നോട്ട് ഡൗൺ ചെയ്തു. ചിലപ്പോൾ നിങ്ങള് ഏതെങ്കിലും, ചിലർക്ക് ചെറിയ ചെറിയ കാരണം മതി. നിങ്ങൾ നടന്നു പോണ വഴിയിൽ നിങ്ങളൊരു ഫ്രണ്ട് ചിലപ്പോൾ നിങ്ങളോട് ചിരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചപ്പോൾ റിപ്ലൈ അയച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അയച്ച മെസ്സേജിനെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. നിങ്ങളെ പ്രൊഫൈലിൽ ഇട്ട അല്ലെങ്കിൽ നിങ്ങൾ അതിന് റീച്ച് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. ഇതൊക്കെ ടെൻഷൻ ആവുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെ എവിടേക്കോ നമ്മളെ കൊളുത്തുന്നുണ്ട്, നമ്മളെ കൊളുത്തി താഴോട്ട് വലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പം ഇത് നമ്മൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക. അപ്പൊ ഈ നോട്ട് ഡൗൺ ചെയ്തതിന്റെ ശേഷം നിങ്ങൾ ഇതിനുള്ള ഒരു പരിഹാരം, നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിനുള്ള പരിഹാരം, ഇത് ഓരോന്നും നോട്ട് ഡൗൺ ചെയ്യുക. അപ്പം ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ഒരു നിങ്ങളെ സുഹൃത്തിന്റെ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ പ്ലാനിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണെങ്കിൽ, ഒരു ബിഗ്ഗസ്റ്റ് പ്ലാൻ ആണെങ്കിൽ അതിനൊന്ന് ഇതാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എന്താണ് ചെയ്യുക, ഏർലി മോർണിംഗ് ആണല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മിനിമം എന്ത് സ്റ്റെപ്പ് എടുക്കും എന്നുള്ളത് ജസ്റ്റ് അതിന്റെ നേരെ ഒന്ന് എഴുതി വെക്കുക. എന്ത് സ്റ്റെപ്പാണ് ഞാൻ മിനിമം എടുക്കാൻ പോകുന്നത്? ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ ആവാം. നിങ്ങൾ ഒരു കാര്യം ഇതാക്കുക, നിങ്ങൾ റിസൾട്ടിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം പ്രോസസ്സിൽ ബിലീവ് ഇൻ പ്രോസസ്. നിങ്ങൾ ആ പ്രോസസ്സിൽ വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം നമ്മളൊന്ന് ചെയ്തു നോക്കുക. നമുക്കതല്ല ആവശ്യം, നമ്മളെ മൈൻഡിന് ഒരു ക്ലാരിറ്റി ഇല്ല ആവശ്യം. അപ്പൊ ജസ്റ്റ് അപ്പുറത്ത് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കാം, ഓക്കെ ഞാൻ ഇന്ന് ഈ കാര്യം ചെയ്യും എന്നുള്ളത്. പിന്നെ ഇത് എഴുതുമ്പോ തന്നെ നിങ്ങൾ പകുതി ഒരു റിലാക്സ് കിട്ടും കേട്ടോ. പിന്നെ അടുത്ത കാര്യം, ഇത് നിങ്ങളെ മൈൻഡിനെ തന്നെ ബോധിപ്പിക്കുകയാണ് കേട്ടോ, വേറെ ഒരാളെ അല്ല, നിങ്ങളെ തന്നെ, നിങ്ങളെ മനസ്സാക്ഷിന്. നെക്സ്റ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് നിങ്ങള് ഫാമിലി മാറ്റർ. ഇപ്പം ഫാമിലി മാറ്ററിൽ ചിലപ്പോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാവും അല്ലെ. ഇപ്പം നിങ്ങളെ റിലേഷൻഷിപ്പില് രണ്ടാൾ തമ്മിലുള്ള ഈഗോ ആണെങ്കിൽ ഇവിടെ ഞാൻ എന്ത് കൊടുക്കണം, ഞാന് ഒന്ന് അങ്ങോട്ട് മിണ്ടിയാല് അവിടെ ആ പ്രശ്നം പരിഹരിക്കുമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു വെറുതെ ആ ഭാരം ചുമന്ന് നടക്കണം? ഒന്ന് മിണ്ടി നോക്കുക. ഇതൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാരണങ്ങളാണ് കേട്ടോ. അപ്പൊ മടി എന്തും തമ്മിൽ എന്താ ബന്ധം നിങ്ങൾ ചിന്തിക്കും, പക്ഷെ നമ്മളെ താഴോട്ട് വലിക്കുന്ന റീസണുകളിൽ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് മിണ്ടും, അത് എഴുതി വെക്കുക, ഞാനൊന്ന് മിണ്ടി നോക്കട്ടെ. ചിലപ്പോ നിങ്ങളിതേപോലെ നിങ്ങളെ ഫാമിലിയിൽ ആരെങ്കിലും ഒരാൾ ഡൈവേഴ്സ് ആവാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മളെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ, ചിലപ്പോൾ ആർക്കെങ്കിലും അസുഖമായിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് അത് നമ്മൾ അവിടെ നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് അത്
ഇതിന് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാ. ദെൻ അത് എന്റെ കൺട്രോളിലുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ അതിമ്മ കുറെ ടെൻഷൻ അടിച്ചിട്ട് ബോധർ ചെയ്തിട്ട് ഒന്നും കിട്ടാൻ പോണില്ല. എനിക്കോ ആ സംഭവത്തിനോ അത് യാതൊരു ഗുണം ചെയ്യാത്ത പക്ഷം അത് ഞാൻ എൻ്റെ എന്താ പറയാ എറ്റേണൽ പവറിലേക്ക് സറണ്ടർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അതിനെ എഴുതി വെക്കാം. ഇതൊക്കെ എഴുതുന്നതിന് മീനിങ് ഉണ്ട്. ഇത് ചെയ്ത് നോക്കണവർക്ക് അറിയാം ഇത് എഴുതുന്നതിന് മീനിങ് ഉണ്ട്. ഞാൻ പരീക്ഷിച്ചതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പം അത് അങ്ങനെ എഴുതി വെക്കാം. ഇത് സ്ട്രെസ്സിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതെന്റെ എറ്റേണൽ പവറിലേക്ക് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അത് എഴുതി വെക്കുക. അപ്പൊ അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്നതും നിങ്ങളെ കൊണ്ട് പറ്റാത്തത് നിങ്ങൾ സൃഷ്ടാവിലേക്കും നിങ്ങൾ ഏർലി മോർണിംഗിൽ ഇത് സമർപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളെ ഭാരം കുറച്ചൊക്കെ കുറയും. ഓക്കെ. എന്നിട്ട് ദെൻ ചെറിയ ചെറിയ സ്മോൾ സ്റ്റെപ്പ്. ആദ്യം നിങ്ങളൊരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക. ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്, സെക്കൻഡ് ചെയ്യേണ്ട കാര്യം എന്താണ്, ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യം എന്താണ്, ഇതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് എല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്യുമ്പോൾ തന്നെ നടക്കുള്ളൂ കേട്ടോ. കാരണം ഇത് ലിസ്റ്റ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മളെ മെയിൻ പല പ്രശ്നങ്ങൾക്കും കാരണം. അപ്പം ആദ്യം ഇതൊക്കെ ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. പിന്നെ നമ്മള് അതുപോലെ തന്നെ ഇതൊക്കെ ലിസ്റ്റ് ഡൗൺ ചെയ്ത് ഇതൊക്കെ നമ്മൾ ഇതിന് വേണ്ട ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി എന്നിട്ട് ഇതിനെ നമ്മളൊരു ഷെഡ്യൂള് ചെയ്യാം. ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ഞാൻ ഇന്ന ഇന്ന സമയങ്ങളിൽ ഇത് ചെയ്യും, ഇതിനൊരു സ്ട്രക്ചർ കൊടുക്കാം. ദെൻ ഇതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ നമുക്ക് സ്വീകരിക്കണമല്ലോ. ചിലപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങളൊരു റൂമിൽ പ്രവേശിക്കുന്ന സമയത്തിന് റൂം ആകെ അലങ്കോലായി നിൽക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എനർജി ഉണ്ടാവും. എനർജി മടിയും തമ്മിൽ ഭയങ്കര ഊർജം എന്ന് നമ്മൾക്ക് ഭയങ്കര ആക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ഊർജം ഉണ്ട് അല്ലെ. അപ്പം ഈ ഊർജം വരണമെങ്കിൽ നിങ്ങൾ ഞാൻ സ്ട്രെസ്സിന്റെ കാര്യം പറയാൻ കാരണം നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമോ സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഇങ്ങനെ പിന്നോട്ട് അലിഞ്ഞോണ്ടേയിരിക്കും. അത് എല്ലാവർക്കും സ്വാഭാവികം, എനിക്കും നിങ്ങൾക്കൊക്കെ വരുന്ന കാര്യമാണ്. അപ്പൊ നമ്മള് പക്ഷെ നമുക്ക് ഫോഴ്സ്ഫുള്ളി ഒരു കാര്യം ചെയ്യേണ്ടി വന്നാൽ നമ്മൾ അതിനെ ഇറങ്ങി തിരിച്ച് ചെയ്യും. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് നിർബന്ധമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാതെ എന്നിട്ട് നിങ്ങൾ ഒരു എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇവിടുന്ന് മാറി താമസിക്കുക അങ്ങനത്തെ രീതിയിലൊന്നും ചിന്തിക്കണ്ട. അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അല്ലാത്ത പക്ഷം നമ്മളെ റൂമോ കാര്യങ്ങളോ ഒന്ന് ഇപ്പൊ ഉള്ള ഒരു അറേഞ്ച്മെന്റ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. ചെറിയ തോതിൽ മാറ്റി വെക്കുക. ഇതൊക്കെ നമ്മളെ ഇതിനെ റിഫ്ലക്ട് ചെയ്യും. ഒന്ന് നീറ്റ് ആൻഡ് ഓർഡർ ആക്കി വെച്ച് വെക്കുക. അപ്പൊ തന്നെ നമ്മളൊന്ന് എണീക്കും. അപ്പൊ തന്നെ നമ്മൾ വർക്ക് ചെയ്യും. അപ്പൊ തന്നെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി, നമ്മളെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കി നോക്കുക. നമ്മൾക്ക് ഇന്നൊരു പ്ലാനിങ് കൊടുക്കണം. രാവിലെ എണീക്കുക, പല്ല് തേക്കുക, കുളിക്കുക. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ സെൽഫിനും കൂടി വേണ്ടിയിട്ടാണ്. നമ്മള് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ കുളിക്കണതും നമ്മൾ പുറത്തു പോകുന്നതൊക്കെ പുറത്തു പോകുമ്പോൾ ആളുകളെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആവോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ അങ്ങനല്ല, നമുക്ക് വേണ്ടിയിട്ടൊന്ന് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ. പിന്നെ ഡിസ്ട്രാക്ഷൻ, നമ്മളെ ഫോണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മെയിനായിട്ട് നിങ്ങളെ ഇതാക്കുന്ന ഒരു ഘടകം ഫോൺ തന്നെ ആവും. എനിക്കും അതന്നെയാണ്. കാരണം നമ്മളത് യൂസ്ഡ് ആയി പോയി. ഇപ്പൊ നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ട് വാട്സപ്പിൽ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇൻസ്റ്റയില് നമ്മളൊരു ഫ്രണ്ട് റീൽ അയച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആ റീൽ ഒന്ന് തുറക്കും. ആ റീൽ തുറക്കുമ്പോ അതിന്റെ അടിയിക്ക് അങ്ങനെ പോയി നമ്മൾ എവിടോ എത്തിയിട്ടുണ്ടാവും. നമ്മളെ സമയം എങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോ നമ്മളെ കൺട്രോളിനെ അല്ലെങ്കിൽ നമ്മളെ വേറെ ആരോ കൺട്രോൾ ചെയ്യുന്നു, വേറൊരു ഫോഴ്സ് കൺട്രോൾ ചെയ്യുന്നു. അതിന് നമ്മൾ വിട്ടുകൊടുക്കുന്നു, നമ്മൾ അതിലേക്ക് ആയി പോകുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യുക. ഈ ഫോൺ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് ഓഫ് ആക്കി വെച്ച് നോക്കുക. നമ്മൾ വർക്കിങ്ങിന് ഇറങ്ങുന്ന സമയത്തും നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും. അപ്പം നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോ നമുക്കൊരു ത്വരയാണ്. അതെന്താണെന്ന് നോക്കണം എന്നുള്ള ആ ത്വര വരും. നമ്മളത് നോക്കും. അങ്ങനെ അങ്ങോട്ട് എവിടെ എത്തും. അപ്പം മെയിൻ ആയിട്ട് അത് നോട്ടിഫിക്കേഷൻ ഇതാക്കുക. പിന്നെ നമ്മള് നല്ല എനർജി ഒക്കെ ഉള്ള സമയത്ത്, നല്ല ഹൈ എനർജി അല്ലെങ്കിൽ നമുക്ക് ഒരു സമയം ഒരു മോർണിംഗ് നല്ല റിഫ്രഷ്മെന്റ് തോന്നുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാം. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്സ് കാര്യങ്ങളൊക്കെ അപ്പൊ ചെയ്യാം. കോൾ ചെയ്യണമെങ്കിൽ അപ്പൊ ചെയ്യാം. ഇതൊക്കെ അപ്പൊ ചെയ്യാം. പിന്നെ നമുക്ക് ഈ എനർജി ഉണ്ടാവുമെന്ന് അറിയൂല. ഓക്കെ. പിന്നെ
ഇടയ്ക്കൊന്ന് റിലാക്സ് കൊടുക്കുക. നമ്മള് വർക്കിങ്ങിന്റെ ഇടയിൽ തന്നെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നതിന് പകരം ഇടയ്ക്കൊന്ന് ഒരു പോസ് കൊടുത്ത് ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്ത് അങ്ങനത്തെ ഒരു മോഡിൽ. പക്ഷെ റിലാക്സ് വല്ലാതെ കൂടി പോവരുത്, അതിനൊരു ടൈം നമ്മൾ വെക്കണം. അപ്പം ഇതെന്തിനാ വെച്ചാൽ ഇടയ്ക്ക് നമുക്ക് നമ്മൾ തന്നെ ഒരു എനർജി കൊടുക്കണം. ഓക്കെ, അപ്പം നിങ്ങള് ഒരു എല്ലാ എനിക്ക് കുറേ നിങ്ങൾക്ക് ഇപ്പൊ ഒരു മൈൻഡ് ട്രെയിനർ ആവണം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം എന്നുള്ള, ഡോക്ടറെ സംബന്ധിച്ച് എനിക്ക് ഡോക്ടർ ആവണം, ഞാൻ MBBSന് എക്സാം എഴുതണം എന്നുള്ള മൂഡിൽ ഇരുന്നാല് അതെല്ലാം കൂടി പഠിക്കാണ്ടല്ലോ എന്നുള്ളതിനപ്പുറം ഇതിനൊന്ന് ഷെഡ്യൂൾ ചെയ്ത് ഇന്ന് എനിക്ക് ഇത്ര പഠിക്കാണ്ട്, ഇന്ന് ഞാൻ ഇതിനു വേണ്ടി ചെയ്യണം, ഇന്ന് ഞാൻ ഇതിനു വേണ്ടി എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നൊന്ന് ആലോചിക്കാം. എന്നിട്ട് ആ ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുക. അത് ചെയ്താൽ നിങ്ങൾക്കൊരു റിവാർഡ് കൊടുക്കുക. ആ റിവാർഡ് മേ ബി നിങ്ങൾക്ക് കുറച്ച് സമയം, വളരെ കുറച്ച് സമയം നിങ്ങൾക്ക് ഈ ഫോൺ സ്ക്രോൾ ചെയ്യലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണതായിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ്. ഇതൊക്കെ ഇതാക്കുമ്പോ തന്നെ നമുക്കൊരു പ്ലഷർ കിട്ടും. ആ പ്ലഷർ തന്നെയാണ് നമ്മളെ റിവാർഡ്. നമ്മള് ഇന്നൊരു ദിവസം ചെയ്യേണ്ട ഈ ഒരു കാര്യം ഒരു ഷെഡ്യൂൾ ചെയ്ത് വളരെ കുറച്ചായിട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് ഒരു എന്താ പറയാ, അവിടെ തന്നെ നമുക്കൊരു പ്ലഷർ കിട്ടും. നമ്മളെ ഒരു ഡോപ്പമിൻ കുറച്ച് വരും. അപ്പൊ നമ്മള് ആ ഒരു മോഡിലേക്ക് മാറും. അപ്പൊ നമ്മള് ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യും. പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഫസ്റ്റ് എനിക്ക് ആരോ മോട്ടിവേഷൻ തന്നിട്ട്, അല്ലെങ്കിൽ എന്നെ ആരോ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ട് ഞാനിങ്ങനെ എന്തൊക്കെയോ ചെയ്യും എന്നുള്ള ധാരണക്കപ്പുറം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമ്മളെ താഴോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. മടി, ഈ നമ്മള് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളെ താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കും. ഇരുന്ന് ഇങ്ങനെ പോവല്ലാതെ നമ്മള് അത് ആരെങ്കിലും വന്ന് എഴുന്നേൽപ്പിക്കാനൊന്നും പോകുന്നില്ല. അതിന് പകരം അവിടെ എനർജി കൊടുക്കുക. ഒരു തീപ്പെട്ടി ഉണ്ടെന്ന് വിചാരിച്ച ആ തീപ്പെട്ടി കത്തണമെങ്കിൽ അതൊന്ന് ഒരസി കൊടുക്കന്നെ വേണം, അല്ലെ? ഒരസി അതിന്റെ ആ ഘർഷണം, ആ പെയിൻ അത് ഫീൽ ചെയ്താൽ മാത്രമേ കത്തുള്ളൂ. കത്തിയാ പിന്നെ അതെങ്ങനെ കത്തി ബാക്കോട്ട് പോയിക്കോളും, അത് മൊത്തത്തായിട്ട് കത്തിക്കോളും. പക്ഷെ അതിന്റെ മുന്നേ അവിടെ ഒരു പെയിൻ ഉണ്ട്. അപ്പം ഈ എനർജി നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പെയിൻ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ആ പെയിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, താൽക്കാലികമായ പ്ലഷറിന് പകരം നമ്മളൊരു ഡിസിപ്ലിൻ ഒരു പെയിൻ ഉണ്ട്. ആ ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞത് നമുക്ക് സ്ഥായിയായ പിന്നീടുള്ള ഒരു ആനന്ദത്തിലേക്ക് നയിക്കും എന്നുള്ളൊരിത് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ പറയുമ്പോ രസമാണ് കേൾക്കാനെങ്കിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രയാസം തന്നെയാണ്. എല്ലാവരും ഈ കാണുന്ന ലക്ഷ്യം കൈവരിച്ചവർക്കൊന്നും മടി ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കാൻ ഉള്ള മടി പിടിച്ചിരിക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടാണോ, ത്വര ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കാനും കുറെ സമയം റിലാക്സ് ചെയ്താനും സ്ക്രോൾ ചെയ്ത് പോവാനും ഒക്കെ ഉള്ള ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് ഇല്ലാതാക്കാൻ, അതിനെ ഓവർകം ചെയ്തിട്ട് കുറച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ഫോക്കസ് മാറ്റി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മളെ മടി മാറുള്ളൂ. മടി നമ്മളൊരു മാറ്റുക എന്നുള്ളത് ഒരു റൂട്ടീന് കൊണ്ടുവന്നാൽ തന്നെ, നമ്മളെ ഡെയിലി റൂട്ടീനില് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫസ്റ്റ് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യരുത്. ഞാൻ നാളെ ഇത്രയും ഭാഗങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വലിയ എക്സസൈസുകൾ ചെയ്യും എന്നൊന്നും വേണ്ട. ഫസ്റ്റ് ഞാൻ നാളെ ഒന്ന് മോർണിംഗ് നടക്കും, ഒന്ന് വാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഒന്ന് പുസ്തകം എടുത്തൊന്ന് മറിച്ചു നോക്കും, ഈ പുസ്തകം ഒന്ന് മണത്ത് നോക്കും, ഈ പുസ്തകം എന്താ ഒന്ന് അറിഞ്ഞു നോക്കും എന്നുള്ളത്, ആ ഒരു മൂഡിൽ നിങ്ങൾ നിൽക്കുക. അല്ലാതെ ഞാൻ ഈ പുസ്തകം മൊത്തം പഠിച്ചിരിക്കും പറഞ്ഞാൽ അപ്പം ഇരുന്ന് പഠിച്ച ആർക്കും ഒന്നും കിട്ടൂല. നമുക്ക് എന്തൊരു എൻവയോൺമെന്റും അതിനൊന്ന് മനസ്സിലാക്കണം ആദ്യം. ഇപ്പൊ എനിക്ക് നിങ്ങളേറ്റാലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് അതിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ആ ബുക്ക് ഒന്ന് ഇതെന്താണ് ബുക്ക്, ഇതെന്താണ് സംഭവം, അതൊന്ന് മറിച്ചു നോക്കുക. എന്നിട്ട് അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ ചെറുതായിട്ട് തുടങ്ങി വെക്കും. പിന്നെ അടുത്ത ദിവസം നമുക്ക് ഇങ്ങനെ, നിങ്ങൾ ആ ബുക്ക് വായിക്കാൻ പിന്നെ നിങ്ങൾക്ക് ത്വര വരൂലേ? ഇതേപോലെ തന്നെ നിങ്ങളെ വർക്കിങ്ങും, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ചൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. ആ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി കൊടുക്കുക. പെർഫെക്ഷനിസം ആണ് ഒരു വലിയ വില്ലൻ. നമ്മള് ഈ ഒരു ഡെയിലി ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ഈ പെർഫെക്ഷനിസം നമ്മളെങ്ങനെ വല്ലാതെ, ഞാൻ എന്ത് ചെയ്താൽ ശരിയാവോ, ഞാൻ ഇപ്പൊ ഇന്നിപ്പോ നിങ്ങൾക്ക് തന്നെ എക്സാമ്പിൾ പറയാണ്, ഇന്നിപ്പോ അഫ്സൽ സാർ ഇല്ല, അഫ്സൽ സാർ ടോപ്പിക് ഞാൻ പെട്ടെന്ന് ഒരു പ്രാവശ്യം വന്നെടുത്താ ഞാൻ ഇപ്പൊ എടുത്താൽ ശരിയാവോ എന്ന് ആലോചിച്ചാല് അവിടെ ഇരിക്കും, പിന്നെ എടുക്കാൻ പറ്റൂല. അപ്പം
നമ്മള് ആ ഒരു പെർഫെക്ഷനിസം നോക്കണ്ട. ബിലീവ് ഇൻ പ്രോസസ്. ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവാ. പെർഫെക്ഷനിസം ഒരിക്കലും പെട്ടെന്ന് ഒരു ദിവസം ഒരാൾക്ക് വരുന്ന സംഭവമല്ല. പെർഫെക്ഷനിസം നമ്മൾ ആ യാത്രയിലൂടെ നടന്ന് നടന്ന് പോണ സമയത്ത് നമ്മൾ പോലും അറിയാതെ വരുന്നതാണ്. ഇനിയിപ്പോ പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം മിത്താണ്. അങ്ങനെ ഒരു സംഭവേ ഇല്ല. ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് വേറൊരു പോയിന്റ് ആണ് പെർഫെക്ഷൻ. അവിടെ എത്തിക്കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇനി 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 ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് മനസ്സിലാവും. ആദ്യം നമ്മൾ ലക്ഷ്യം മാറും, പിന്നെ പിന്നെ ലക്ഷ്യം മാറിക്കൊണ്ടിരിക്കും. പെർഫെക്ഷനിസം ഈസ് എ മിത്ത്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പം നമ്മള് മനുഷ്യന്മാരാണ്, ആരും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ല. അപ്പൊ പറ്റാവുന്ന പോലെ ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ അത് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചെന്നാല് നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ഒന്നും ചെയ്യലുണ്ടാവില്ല. അപ്പം എനിക്കിന്ന് എന്താണോ പറ്റുക, പറ്റണത് ഞാൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ, ആ ഒരു മോഡിൽ പോയാൽ മാത്രം നമുക്ക് നമ്മളെ മടീനെ തോൽപ്പിക്കണ എന്തിനാണ്? ലക്ഷ്യത്തിലേക്ക് എത്താനാണല്ലോ. അപ്പൊ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഞാന് ഇവിടെ ഹൗസ് വൈഫ്മാരുണ്ടെങ്കിൽ പ്രത്യേകം പറയാനുള്ളത്, അപ്പം അവര് ഈ 24 hours വർക്ക് ചെയ്തിട്ട് പിന്നെ ക്ഷീണിച്ചിട്ട് വന്നിട്ട് ആരെങ്കിലുമൊക്കെ പറയും ചിലപ്പോ, ഓൾക്ക് ഭയങ്കര മടിയാണെന്ന് പറയുമ്പോ, അത് നിങ്ങൾ എന്റെ മടി കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്, ക്ഷീണം കൊണ്ടാണ്. നമ്മളെ ബോഡിക്ക് ഒരു ലിമിറ്റിംഗ് ഇതുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോയാലും നമ്മളെ നമ്മൾ അറിയാതെ ക്ഷീണം വരും. അപ്പൊ ഈ ക്ഷീണം കൊണ്ട് ഈ ക്ഷീണത്തിന് മടിയാണെന്നൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അപ്പൊ അതും ഇതും നമ്മൾ അപ്പൊ ഇനി ഇനി ഞാൻ ഇങ്ങനെ ഇനിയും വർക്ക് ചെയ്യണം എന്നുള്ള മോഡില് ഒരിക്കലും കഴിയാത്തൊരു കാര്യത്തിന് നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം അവിടെ ഞാൻ പറഞ്ഞല്ലോ, റെസ്റ്റ് കൊടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സിന്. കാരണം റെസ്റ്റ് കൊടുത്താൽ നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ എനർജി കുറച്ചും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് ഡ്രിങ്കിങ് വാട്ടർ കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക, മേ ബി ലിസണിങ് മ്യൂസിക് ആവാം, ഇതൊക്കെ ചെയ്ത് ഒരു പേജ് വായിക്കലാവാം, ഒന്ന് റീഫ്രഷ് ആയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പം കൺസിസ്റ്റൻസി കൊടുക്കുന്ന സമയത്തിന് ഈ കൺസിസ്റ്റൻസി ബ്രേക്ക് ആവുമ്പോൾ ഡിപ്രസ് ആയി പോവരുത്. അപ്പോഴും അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം, അതൊന്ന് വീണ്ടും തുടങ്ങാം. ഈ ഒരു മോഡില് പോവുക. പിന്നെ എല്ലാരും എന്ത് വിചാരിക്കും, എല്ലാരും എന്ത് പറയും എന്നൊക്കെയുള്ള മോഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ കാര്യത്തേക്ക് പ്രവേശിക്കാനോ ആ കാര്യം ചെയ്യാനോ പറ്റൂല. അപ്പൊ ആരെന്ത് പറഞ്ഞാലും ചിലപ്പോ മടിയാവൂല നമുക്ക്. ഈ മടി ഒരു അന്തർമുഖത്വം ഉണ്ടല്ലോ നമുക്ക്. അത് നമ്മള് ഈയിടെ ഒരു സ്റ്റേജിമേ കയറുന്ന് പറയുമ്പോ നമ്മള് ആ ഒരു സ്റ്റേജിമേ കയറാൻ മടിയാണെന്ന് പറയുമ്പോ അത് ആ മറ്റേ ഒരു അന്തർമുഖത്വത്തിന്റെ മടിയാണ്. അത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ മറ്റവരെന്ത് വിചാരിക്കും എന്നുള്ളതുകൊണ്ടാണ്. ആരും ഫസ്റ്റ് സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര ഇതായിട്ട് സംസാരിക്കൂല, അല്ലെങ്കിൽ ആരും ഒരു ഫസ്റ്റ് പെർഫോമൻസ് ഭയങ്കര പീക്ക് ലെവലിൽ പെർഫോം ചെയ്യില്ല. പോലെ അതിന്റെ മുന്നേ കുറെ പ്രാവശ്യം റിഹേഴ്സൽ നടത്തിയിട്ടുണ്ടാവും. റിഹേഴ്സൽ മീൻസ് അവർക്ക് ഒന്നുകിൽ റിഹേഴ്സൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് കിട്ടിയിട്ടുണ്ടാവും. കുട്ടികൾ ചെയ്യുമായിരിക്കും, കാരണം കുട്ടികളുടെ ഇന്റലിജൻസേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഇവരെന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിക്കാനുള്ളൊരു ഇതില്ലാത്തത് കൊണ്ട് ഒരു മേ ബി നല്ല രീതിയിൽ ഫസ്റ്റ് ടൈം പെർഫോം ചെയ്യാം. പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ആ ഒരു ഫസ്റ്റ് ടൈം അത്ര പെർഫെക്ഷൻ ആയിട്ട് പെർഫോം ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ നമ്മള് സ്ലോലി നമ്മളങ്ങോട്ട് കീറന്നെ, നമ്മളങ്ങോട്ട് ചെയ്യന്നെ. എന്ത് കാര്യം നിങ്ങൾ അങ്ങോട്ട് ചെയ്യാം, ഇറങ്ങി തിരിക്കുക. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സ്വയം റിവാർഡ് കൊടുക്കുക. അതുപോലെ ഇൻസ്പയറിംഗ് സ്പേസ്, ഫ്രണ്ട്സിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഫാമിലി ഭയങ്കര ഇമ്പോർട്ടന്റ് എന്ന് വെച്ചിട്ട് നമുക്ക് ഫാമിലിനെ മാറ്റി സ്ഥാപിക്കാൻ പറ്റുമോ? പറ്റൂല. ഓലൊക്കെ മാറട്ടെ, അത് ഭയങ്കര പ്രശ്നമാണ്. പലരും പറയുന്ന കാര്യമാണ്. പ്രശ്നം പറയുമ്പോ ഫാമിലി, ഞാൻ ജോയിന്റ് ഫാമിലിയാണ്, അല്ലെങ്കിൽ ഓരൊക്കെ പ്രശ്നമാണ്, അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള മോഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ലോകത്തെ എല്ലാരും ബോധിപ്പിച്ചും എല്ലാവർക്കും മാറ്റി കൊടുത്തിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ വീണ്ടും നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് വീണ്ടും അവിടെ കുറച്ചും കൂടി എനർജി കൂടുതൽ ഇതാവേണ്ടി വരും. നമ്മളുടെ അടുത്ത് അത്രക്കുള്ള പവർ ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു ആഗ്രഹം വന്നിട്ടുണ്ടോ? നിങ്ങൾക്കൊരാഗ്രഹം, ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഡ്രീം നിങ്ങളെ ഉള്ളിൽ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, വൈ നോട്ട്? നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ എത്താൻ പറ്റുന്നില്ല? അത് ലേസിനെസ് മാത്രമാണോ? ലേസിനെസ് ഒറ്റ വാക്ക് ചൊല്ലിയിട്ട് നമുക്ക് അവിടെ നിർത്താൻ പറ്റുമോ? നമുക്ക് വേണം എന്നുള്ള ഭയങ്കരമായ ആ ഒരു തീവ്രമായ ഇന്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് കൂടിയല്ലേ എന്നുള്ളത് ഒന്ന് നമ്മൾ റീചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മള്
മടി മാറ്റാൻ ഒരു പ്രത്യേകിച്ച് മാന്ത്രിക വിദ്യകളൊന്നും തന്നെ ഇല്ല. ഒറ്റ കാര്യങ്ങൾ എഴുതി വെക്കുക. ഡു നൗ. ഇപ്പൊ ചെയ്യും. ഞാൻ ഇപ്പൊ എന്തായാലും ചെയ്തിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ മൂടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ മടി ഓവർകം ചെയ്യണമെങ്കിൽ നിങ്ങള് വേറെ ഒരാളോട് യുദ്ധം ചെയ്തിട്ടോ വേറൊരാളെ സഹായം കൊണ്ടോ മടി ഒരാൾക്കും ഓവർകം ചെയ്യൂല. സെൽഫിനായിട്ടുള്ള ഒരു യുദ്ധമാണിത്. നമ്മളെ സെൽഫിന് നമ്മളുമായുള്ളൊരു ഇടപഴകലുകളിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളുമായിട്ടുള്ള ഒരു അലൈൻമെന്റ് ശരിയല്ലാത്തത് കൊണ്ട് വരുന്ന പ്രശ്നമാണ് മടി. നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്തത് കൊണ്ട് വരുന്ന പ്രശ്നമാണ് മടി. നമ്മളെ അപ്രിസിയേറ്റ് ചെയ്യാൻ ചിലപ്പോ എല്ലാരും വന്നോളണമെന്നില്ല. പക്ഷെ നമ്മളെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്തിട്ട് നിങ്ങൾ അപ്രിസിയേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് അപ്രിസിയേഷൻ തരിക? അല്ലെ? വേറെ ആരെങ്കിലും അപ്രിസിയേഷൻ തരുമോ? അപ്പൊ നിങ്ങള് വലിയ വലിയ ലെവലിൽ എത്തുന്ന സമയത്ത് എല്ലാരും നിങ്ങൾ അപ്രിസിയേറ്റ് ചെയ്യും. പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ ഒരു പ്രോസസ്സ് ഉണ്ട്. അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിലാണ് നമ്മള്. അപ്പം അതിന്റെ മുന്നേ ഇന്നെല്ലാരും മോട്ടിവേറ്റ് ചെയ്യണം, ഇന്നെല്ലാരും ഹെൽപ്പ് ചെയ്യണം, ഇന്നെല്ലാരും പരിഗണിക്കണം, എനിക്ക് എല്ലാരും ചാൻസ് തരണം എന്ന് പറഞ്ഞാല് നമുക്ക് നടക്കണ കാര്യമില്ല. അപ്പം അവിടെ നമ്മള് കുറച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് എപ്പോഴും നമ്മളെ ഒരു ആക്റ്റീവ്നെസ്സിന് എനർജി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. പിന്നെ കംപ്ലീറ്റ് നമ്മളെ വിഷൻ അയക്കന്നെ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പൊ നിങ്ങളൊരു കാര്യത്തിൽ മടിയനാണെങ്കിൽ നിങ്ങൾ ഒരു ലേറ്റ് നൈറ്റ് കെടുക്കാൻ നേരത്ത് ഏർലി മോർണിംഗ് നിങ്ങൾ ആ വർക്ക് നന്നായി ചെയ്യണതായിട്ട് വിഷ്വലൈസ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. ആ ഒരു സമയത്ത് മോർണിംഗിലാവട്ടെ അത് ആ വർക്ക് നന്നായി ചെയ്യണത് മാനിഫെസ്റ്റ് ചെയ്യുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതിന് നിങ്ങൾ തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്താ. ഇപ്പൊ ഞാനാണെങ്കിൽ ഡിയർ സാബിക വെൽ ഡൺ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എഴുതാ. പിന്നെ നിങ്ങളെ ഡിവൈൻ പവറിനോട് അല്ലെങ്കിൽ എറ്റേണൽ പവറിനോട് ഒരു താങ്ക്സ് പറയാ. എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതിന് താങ്ക്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അത് നന്നായി നോട്ടീസ് ചെയ്യുക. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്താണോ ചെയ്തത് ആ ചെയ്ത കാര്യത്തിന് നിങ്ങൾ നന്നായി നോട്ടീസ് ചെയ്യുക. അത് നോട്ടീസ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി അത് നിങ്ങളെ മൈൻഡിൽ അവിടെ ഇംപ്രിന്റ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ എന്നും അത് ചെയ്തോളൂ. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ എന്നും ആ കാര്യം ചെയ്തോളൂ. അപ്പൊ സ്വയം റിവാർഡ് കൊടുക്കുക അല്ലെ. അപ്പം റൂം ക്ലിയർ ചെയ്യുക, ഡിസ്റ്റർബൻസ് നമ്മളെല്ലാ ഡിസ്റ്റർബൻസും അവോയ്ഡ് ചെയ്ത് നമ്മളൊരു പ്ലാന് ഉണ്ടാക്കി അത് കൊടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആക്ഷന് ചെയ്യല്ലേ, നമ്മളിതിങ്ങനെ ചെയ്യല്ലേ. അല്ലാതെ മനസ്സിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ പ്ലാൻ ചെയ്താൽ എന്റെ റൂമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം പ്ലാൻ ചെയ്താൽ നടക്കൂല. അവിടെയൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. സ്ലോലി നിങ്ങളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം വർക്ക് ചെയ്യുന്ന കാര്യം, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോർഡ് വൺ ഫോം ടു അനദർ ഫോം. നിങ്ങൾ എനർജി വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യില്ല. നിങ്ങൾ എനർജി എവിടേക്കോ മാറ്റി നിങ്ങൾ വേറെ ഏതിലേക്കോ നിങ്ങൾ എനർജീനെ ഡിസ്ട്രാക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടാത്തതിലോട്ട് നിങ്ങളെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇല്ലാത്ത ഒരു എനർജീനെ നമ്മൾ ഉണ്ടാക്കല്ല, ഉള്ള ഒരു എനർജി നമ്മൾ കളയുമല്ല. ലോ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ എനർജി വേണ്ടാത്ത എവിടേക്കോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതാന്ന് കണ്ടെത്തി നിങ്ങൾ മൈൻഡിനെ ക്ലിയർ ചെയ്യുക. ആദ്യം നിങ്ങൾ മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കുക. മൈൻഡിനുള്ള ഈ ഒരു ഡിസ്റ്റർബ് ആയിട്ടുള്ള കാര്യങ്ങള്, ക്ലാരിറ്റി ഇല്ലായ്മ, ഇതൊക്കെ ക്ലിയർ ആക്കുക. ക്ലാരിറ്റി ഇല്ലായ്മ എങ്ങനെ ക്ലിയർ ആക്കും എന്ന് ചോദിച്ചാൽ അതിന് നിങ്ങളെ പാത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ഇതുവരെ എവിടെ മുതൽ എവിടം വരെ വന്നുള്ളൊരു റൂട്ട് മാപ്പ് നിങ്ങൾ എടുത്തുണ്ടാവും അല്ലെ. എവിടൊക്കെ എത്തി ഇങ്ങനെ നിങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് എത്രത്തോളം ഊർജം ഉണ്ടായോ ഇതേ ഊർജം വെച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ തന്നെ നിങ്ങളെ ഇതിലെത്താൻ പറ്റും. നിങ്ങൾക്ക് സ്റ്റെക്നെസ് വരുന്നത് പലപ്പോഴും നിങ്ങൾക്ക് മടി എന്ന് പറഞ്ഞ സ്റ്റെക്നെസ് വരുന്നത് നിങ്ങളിലുള്ള വിശ്വാസമില്ലായ്മ കൊണ്ടാണ്. അത് നേടാൻ പറ്റും. ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ഇത്രയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്കിത് നേടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ചെയ്തതൊക്കെ വേസ്റ്റ് ആയില്ലേ. ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ നമ്മളെ ഉള്ളിലുണ്ട്. അതുപോലെ ഇനി ഇതൊക്കെ ഞാൻ ഡിസേർവ്ഡ് ആണോ? അങ്ങനെയുള്ള നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളെ കൊണ്ട് ഇത് പഠിച്ചോൻ ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ അത് ഡിസേർവ്ഡ് ആണ്. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള, നിങ്ങളെ ഇതിനേക്കാൾ അപ്പുറം പവർ ഉള്ള ഒരു എറ്റേണൽ പവർ നിങ്ങൾക്ക് ഉള്ള സമയത്ത്, ആ പവറിൽ നിങ്ങൾ വിശ്വസിക്കുന്ന സമയത്ത് നിങ്ങള് എന്താ എന്റെ പ്രതിനിധികളായിട്ടാണ് ഭൂമിയിലേക്ക് ഞാൻ അയച്ചത് നിങ്ങളെ സൃഷ്ടാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടേക്കോ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള, ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ആദ്യം നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ഒരു റിയൽ സെൽഫ് ഉണ്ടാവും, ഒരു ഐഡിയൽ സെൽഫ് ഉണ്ടാവും. ഓക്കെ, റിയൽ സെൽഫ് എന്ന് പറഞ്ഞത് നിങ്ങളിപ്പോ എന്താണോ ആ സെൽഫ്. ഐഡിയൽ സെൽഫ് എന്ന് പറഞ്ഞത് നിങ്ങളെ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് ആ സെൽഫ്. അപ്പം നമ്മള് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് നിസ്സാരല്ല. നമുക്ക് ഒരിക്കലും നമ്മളെ ഐഡിയൽ സെൽഫിന്റെ അടുത്ത് പോലും എത്താൻ പറ്റൂല ഈ മടി പിടിച്ചിരിക്കുമ്പോൾ. അപ്പൊ ഈ റിയൽ സെൽഫിന് ഐഡിയൽ സെൽഫിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തിച്ചെത്തിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ, ഇത് രണ്ടും ഇങ്ങനെ ഈ കോൺഗ്രുവൻസ് ആയി നിൽക്കുന്ന ആൾക്ക് ലൈഫ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഫുൾഫിൽമെന്റ് ആണ്. അയാളെ ലൈഫ് അയാൾക്ക് ഒരു കണ്ടംനന്റ് നൽകും, അയാൾക്കൊരു സംതൃപ്തി നൽകും അയാളെ ലൈഫ്. പക്ഷെ ഇത് എത്രത്തോളം വിട്ടു വിട്ടു പോണോ അത്രത്തോളം അയാൾക്ക് അയാളെ ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന അവസരത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളെ ഐഡിയൽ സെൽഫിൽ നിങ്ങൾ കാണുന്ന ക്വാളിറ്റീസ് നിങ്ങൾ ഇപ്പൊ നിങ്ങളെ സെൽഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. അതിലൊരിക്കലും ലേസിനെസ് വരും ഉണ്ടാവില്ല. ഒരാൾ ഐഡിയൽ സെൽഫിൽ ഒരു ലേസിനെസ് കടന്നു വരൂല. കൺസിസ്റ്റന്റ് അല്ലാത്ത ഒന്നും അല്ലെങ്കിൽ നമുക്ക് ഗുണകരമല്ലാത്ത ഒന്നും നമ്മളെ റിയൽ സെൽഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കുക. അപ്പം ആ ഒരു ഐഡിയൽ സെൽഫ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കാണാൻ, നോട്ടീസ് ചെയ്യുക. അപ്പൊ ഇതിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു ത്വര ഉണ്ടല്ലോ, ആ ഒരു ത്വര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. മാത്രമല്ല അവിടെ നമ്മൾ മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ ഈ കാര്യങ്ങളൊക്കെ വർക്കാവും. എവിടെയോ നമ്മള് കുറെ ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും, കുറെ കഴിവ് എന്നതിലപ്പുറം കുറെ കഴിവുണ്ടായിട്ടോ കുറെ അറിവുണ്ടായിട്ടോ കാര്യമുണ്ടോ? ഇല്ല. കുറെ കഴിവും കുറെ അറിവും ഉണ്ടായിട്ട് കാര്യമുണ്ടോ ചോദിച്ചാൽ കാര്യമുണ്ട്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കഴിവ് വേണം. ഏറ്റവും ഇത് വർക്ക് ചെയ്യാനുള്ള മനസ്സ് വേണം. അത് എവിടെ നമ്മൾ കൊടുക്കണം, എപ്പൊ പ്രവർത്തിക്കണം, അതാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഇന്ന് എന്ത് ആക്ഷൻ സ്വീകരിക്കുന്നു അതാണ് ഇമ്പോർട്ടന്റ്. ചിലപ്പോൾ നിങ്ങളത് ന്യൂ ഐഡിയാസ് ആവാം, പക്ഷെ നിങ്ങൾ അത് ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ നാളെ അത് ഔട്ട്ഡേറ്റഡ് ആയി പോയി. അത് വീണ്ടും അതിൻ്റെ ഇത് മാറിയിട്ട് അത് അപ്ഗ്രേഡഡ് ആയി വേറെ ഫോമില് വേറെ ആളുകൾ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്കൊരു ടൈം ടേബിൾ കൊടുക്കുക, നിങ്ങൾക്കൊരു ടൈം ഷെഡ്യൂൾ കൊടുക്കുക, സ്വയം റിവാർഡ് കൊടുക്കുക. പെയിനാണ്, ഈ ഒരു ഡിസിപ്ലിൻ പെയിനാണ്, പക്ഷെ ഈ പെയിന് ഒരു പ്ലഷർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഏതൊരു ചില താൽക്കാലികമായ ആനന്ദം നമ്മളെ ഒരു അത്ര സാറ്റിസ്ഫൈഡ് ആയ അവസ്ഥയിലേക്കല്ല കൊണ്ടെത്തിക്കുക. റിഗ്രഷൻ വരും. എന്റെ ടൈം ഞാൻ വേസ്റ്റ് ആക്കിയല്ലോ, എന്റെ എനർജി ഞാൻ വേസ്റ്റ് ആക്കിയല്ലോ എന്നുള്ള റിഗ്രഷനിലേക്ക് നമ്മൾ പോകും. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മളൊരു റിവാർഡ് കൊടുക്കുക. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങൾ റിവാർഡ് കൊടുക്കുക. നാളേക്കൊക്കെ വെയിറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ എനിക്കതിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞതിനപ്പുറം, അത് പറഞ്ഞതിന്റെ കുഴപ്പമില്ല കേട്ടോ. അത് പറയുമ്പോൾ ഒരു മാനിഫെസ്റ്റേഷനും കാര്യങ്ങളും വർക്കും. പക്ഷെ ഇത് പറയുമ്പോ എന്താണെന്നറിയോ, നമുക്ക് ചെയ്ത സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് വരും. ഓ, ഞാൻ ഇതൊക്കെ ചെയ്യാൻ പോവാണല്ലോ. പക്ഷെ ഇത് പിന്നെ ചെയ്യൂല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് ഒരു കാര്യം ചെയ്യണ സമയത്ത്, ഒരു ചെറിയ വർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഉദ്ദേശിച്ച കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളെ ശരീരത്തിലുള്ള ഡോപ്പമൈൻ അപ്പൊ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ആ സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് തന്നെ നമ്മൾ അടുത്ത സമയത്ത് അത് ചെയ്യും. അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ ഇത് ചെയ്ത് ചെയ്ത് ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്തവര് മാത്രമേ എവിടെയെങ്കിലും എത്തിയിട്ടുള്ളൂ കേട്ടോ. വലിയ സ്റ്റെപ്സ് എടുത്ത് എടുക്കണം എന്ന് ആഗ്രഹിച്ചവർ ഇതിങ്ങനെ എടുക്കണം ആഗ്രഹിച്ചു പോകും. എന്തൊരു കാര്യത്തിന് നമുക്ക് ചെറിയൊരു സ്റ്റെപ്പ്, ഒരു മരം കയറണമെങ്കിൽ ഫസ്റ്റ് തന്നെ ടോപ്പിലേക്ക് ചാടാൻ പറ്റൂല. അല്ലെ, നമ്മൾ അടിയിൽ നിന്ന് പിടിച്ച് 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 കയറിയിട്ട് മരത്തിന്റെ ടോപ്പിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ തന്നെയാണ് എന്തൊരു കാര്യം, അതിന്റെ തുടക്കത്തിൽ ഇങ്ങനെ നമ്മളതിങ്ങനെ ചെറിയ തോതിൽ കിട്ടി 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 ചെറിയ തോതിൽ അതിനൊരു പ്രഷർ കൊടുത്ത് കൊടുത്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ വേറൊരാളോട് പറയുന്ന സമയത്ത് എന്താ സംഭവിക്കണമെന്ന് വെച്ചാല്, പറയണത് കുറ്റാക്കിയിട്ട് പറയല്ല, ഇതിങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളെ മൈൻഡിന് നിങ്ങളൊരു ഇത് കൊടുക്കുകയാണ്, ഞാൻ ഇത്രയൊക്കെ ചെയ്യും, ഞാൻ ഇതൊക്കെ ചെയ്യാൻ പോവാണെന്ന്. അപ്പൊ ഓൾറെഡി നിങ്ങളെ മൈൻഡിൽ ആ ഒരു പ്ലഷറിന്റെ ഒരു ഇത് അവിടെ ഉൽപ്പാദിപ്പിച്ചു, ആ ഒരു ഡോപ്പമിൻ അവിടെ ഉൽപ്പാദിപ്പിച്ചു. അവിടെ നിങ്ങളെ സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്ത സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടി.
പിന്നെ നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യാനുള്ള ഇതില്ല. നിങ്ങളെ തിരിച്ചറിയണില്ല അവിടെ നിങ്ങളെ മൈൻഡ് നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം. അപ്പം പലപ്പോഴും നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഭയങ്കര പ്രീഷ്യസ് ആയിട്ട് അതിനെ കൊണ്ടടക്കുക. എപ്പോഴും നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം, വർക്ക് ഇൻ സൈലൻസ്. നിങ്ങളെ സൈലൻസിൽ നിങ്ങൾ വർക്ക് ചെയ്തോളൂ. നിങ്ങളെ സക്സസ് സൗണ്ട് ഉണ്ടാക്കും. നിങ്ങൾ ആരോടും ഞാൻ സക്സസ് ആയി എന്ന് വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സക്സസ് ആവുന്ന സമയത്ത് അതെല്ലാരും അറിയും. ഞാൻ ഇത്ര ഇത്ര ഐഡിയാസ് കുഴപ്പമില്ലട്ടെ, ചില സമയങ്ങളിൽ നമുക്ക് നിങ്ങളെ ലക്ഷ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം. അല്ലാതെ എല്ലായ്പ്പോഴും എന്റെ ലക്ഷ്യം ഇതാണ് എന്റേതാണെന്ന് പറയുന്നതിന് പകരം അത് നിങ്ങളെ മൈൻഡിലിട്ട് പ്രോസസ് ചെയ്യുക, നിങ്ങളെ മൈൻഡിലിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിന് ഫേവറബിൾ ആയിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ റീച്ച് ആവുക, അവരെ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്കൊരു എന്താ പറയാ, പിന്നെ ഡോക്ടർ ആവാൻ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാള് എപ്പോഴും ഇങ്ങനെ എന്താ പറയാ, ആർട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആൾക്ക് ഡോക്ടർ ആവാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് ഏത് ഫീൽഡാണോ അത്, ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾ, അയാൾ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അയാൾ ഇങ്ങനെ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണോ ആ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളിൽ ഫോക്കസ്. ഇപ്പൊ നിങ്ങളെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരും. ഞാനിത് ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, എന്താണ് ഏതാണ്. പിന്നെ ഇതിൽ നിന്ന് അയക്ക് വരുമ്പോ ആകെ ക്ലാരിറ്റി ഇല്ലായ്മ വരും. അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അതിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകളെ റിലേറ്റ് ചെയ്ത് വെറുതെ സംസാരിക്കുക, അതുമായി ബന്ധപ്പെട്ട ബുക്സ് ഒക്കെ വെറുതെ ഒന്ന് റീഡ് ചെയ്യുക. അങ്ങനെ നമ്മളെങ്ങനെ കൊടുക്കുക, ഒന്ന് ഇരിക്കുന്നിടത്തുനിന്ന് ഒന്ന് എണീക്കാൻ തയ്യാറാവുക. എണീറ്റ് നിൽക്കുക, എണീറ്റാൻ പതുക്കെ നടക്കാൻ തയ്യാറാവുക. നടന്ന് പ്രാക്ടീസായി ഓടാൻ പറ്റും. ചെറിയ കുട്ടിയൊക്കെ ഉണ്ടാക്കണില്ല ഭയങ്കര ചെയ്ത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാല് പെട്ടെന്ന് മടി വന്ന് ക്യുക്കായിട്ട് അത് നിങ്ങൾ അവിടെ ഞാൻ ഫുള്ള് വായിച്ചില്ല കേട്ടോ. നിങ്ങളത് മടി വന്ന് പെട്ടെന്ന് ക്യുക്കായിട്ട് അവിടെ നിന്ന് പോവാന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ അവിടെ പോണ സമയത്ത് വേഗം ഫോൺ എടുക്കാൻ നിങ്ങൾ ഡിസ്ട്രാക്ട് ആവണ രീതിക്ക് പോവരുത്. മടി വരികയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അപ്പൊ ഒന്ന് റിലാക്സ് ചെയ്യുക, ഒന്ന് പോസ് ചെയ്യുക. പക്ഷെ അവിടെ നിങ്ങള് ഇപ്പൊ ഒരു ബുക്ക് കൂടുതൽ നിങ്ങൾക്ക് കുറെ പഠിക്കുകയാണെങ്കിൽ അത് ഓവർലോഡ് ആക്കി പഠിച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നായിട്ട് നിങ്ങളെ മൈൻഡിൽ കയറൂല. അപ്പൊ ആ സമയത്ത് അതൊന്ന് പ്രോസസ് ആവണം. അപ്പൊ ജസ്റ്റ് ഒരു പോസ് കൊടുക്കുക, ഒന്ന് പ്രോസസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോഴും നിങ്ങൾ ആ ഒരു റിലാക്സ് ആവുന്ന സമയത്ത് നിങ്ങളെ മൈൻഡിൽ കൊടുക്കേണ്ടത് നിങ്ങൾ റീഡ് ചെയ്ത കാര്യങ്ങളും അതിന്റെ സംഭവങ്ങളും അതിന്റെ ഇപ്പൊ ഒരു ഹാർട്ടിന്റെ സ്ട്രക്ചർ ആണ് ഒരാൾ പഠിച്ചെങ്കിൽ അത് അവിടെ പഠിച്ചെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളെ മൈൻഡിൽ കൊടുത്തിട്ട് വീണ്ടും അതിൽ തിരിച്ചു വരാം. ഇത് നിങ്ങളെ മനസ്സിൽ ജസ്റ്റ് നിങ്ങളെ മൈൻഡിൽ ഇതിങ്ങനെ കൊടുത്ത് വരുമ്പോ നിങ്ങൾ അതിക്ക് താനേ വരും. ഇല്ലെങ്കിൽ അതിക്ക് വേണ്ട ഘടകങ്ങൾ നിങ്ങളിലേക്ക് വരും. മടി പിടിച്ചിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് മടി പിടിച്ചിരിക്കാൻ ഒന്നാമത് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇന്റൻഷൻ, നിങ്ങളത് നല്ല എന്റേതായാലും കേട്ടോ, നമ്മളത് ആയതായാലും ഇന്റൻഷൻ തീവ്രല്ല. നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അത് ചെയ്യാതിരുന്നാലും ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് മുന്നിൽ ഒന്നുമില്ല, ശൂന്യത. അയാള് വർക്ക് ചെയ്യും, യാതൊരു പേടിയില്ല, അയാൾക്ക് നിർവാഹമില്ല. നിർവാഹമില്ലായ്മയും ഒരു തരത്തിലുള്ള ബ്ലെസ്സിങ് മനുഷ്യന്മാർ കൊടുക്കുന്നുണ്ട്. ഒരു ബ്ലെസ്സിങ് ആണത്. ഒരു നിർവാഹം ഇല്ലാത്ത ഒരാളെ ഇറങ്ങിത്തിരിക്കന്നെ. നിങ്ങള് യാത്ര പോവുക, പുറത്തിറങ്ങന്നെ. അപ്പം ഇറങ്ങുക, അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കാണാൻ വഴികൾ തെളിഞ്ഞു വരും. കുറേ പ്ലാൻ ചെയ്ത് ഇരുന്നാല് പ്ലാനിങ്ങേ നടക്കുള്ളൂ. ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ പ്ലാനിന് വേണ്ടി വർക്ക് ചെയ്യുക, പിന്നെ വഴികൾ താനേ തെളിഞ്ഞു വരും. സഞ്ചരിച്ച് വരുമ്പോ തന്നെ നമുക്ക് മുന്നിൽ വഴികൾ വരും. അല്ലാതെ നമ്മള് വഴി ഇത്ര കിട്ടിയാലേ എനിക്ക് ഇതാവുള്ളൂ എന്നുള്ളതല്ല. പിന്നെ പ്രാക്ടീസ് മേക്ക് പെർഫെക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ പ്രാക്ടീസ് ഫസ്റ്റ് നമ്മളൊരു കാര്യം ഭയങ്കര ക്യൂരിയോസിറ്റി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ തീവ്രമായ ആഗ്രഹം ഇല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൈക്കിൾ ഓട്ടാൻ പഠിക്കുന്ന ഒരാളും അത് പാരന്റ്സ് നിർബന്ധിച്ച് പഠിപ്പിക്കുന്നതും വ്യത്യാസമുണ്ട്. പഠിക്കുന്ന ഒരാൾ എത്ര വീണാലും എണീറ്റ് ഓടും. പക്ഷെ പഠിപ്പിച്ചിട്ട് ഫോഴ്സ്ഫുള്ളി ഒരാൾ ചെയ്തതാണെങ്കിൽ അയാൾക്ക് വീണാ പിന്നെ പേടിക്കും. ഇത് തന്നെയാണ്. അപ്പം പിന്നെ അയാൾക്ക് മടി എന്ന് പറയുമ്പോൾ അത് വേറൊരു തരത്തിലുള്ള മടി. ഈ ലോ എനർജി എന്നുള്ളതിനപ്പുറം ആ ഒരു അന്തർമുഖത്വം എന്നുള്ള മടി. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൊടുക്കേണ്ട ചില കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് ഇറങ്ങിത്തിരിക്കന്നെ, അത് ജസ്റ്റ് ഇങ്ങനെ
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ആരെങ്കിലും ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് അഗാധമായ നോളജ് ഇല്ലല്ലോ, എനിക്ക് അറിവില്ലല്ലോ, എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയുള്ള കുറെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നിങ്ങളെ ഉള്ളിലുണ്ടാവും. ഇതൊക്കെ നിങ്ങളെ താഴോട്ട് വലിക്കുന്നുണ്ടാവും. അപ്പം ആരെങ്കിലും കുറെ വാട്ടറിന്റെ മോളിക്കുലാർ ഫോമുലയും അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും അതിന്റെ എന്താ പറയാ H2 ഈ കുറെ ഘടകങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് നീന്തൽ പഠിക്കുമോ? നീന്തൽ പഠിക്കണമെങ്കിൽ വെള്ളത്തിലിറങ്ങണം. വെള്ളത്തിലിറങ്ങി തട്ടിക്കൊടഞ്ഞ് മുങ്ങി വെള്ളം കുടിച്ച് നീണ്ട് നിവർന്ന് മാത്രം ഒരാൾ നീന്തൽ പഠിക്കുള്ളൂ. അല്ലാതെ എനിക്ക് എളുപ്പമായിട്ട് നീന്തൽ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ കുറെ മോളിക്കുലാർ ഫോമുല എന്ന് വെച്ചിട്ട് എനിക്ക് റിസ്ക് എടുക്കാനാവില്ല എന്ന് വിചാരിച്ച് നിന്നാല് ഒരാൾക്കും നീന്തൽ പഠിക്കാൻ പറ്റില്ല. ഇതേപോലെ തന്നെ സൈക്കിളും നമ്മൾ കുറെ എന്താ പറയാ മോട്ടോർ വെഹിക്കിളിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യും പറഞ്ഞാൽ പറ്റൂല. നിങ്ങളത് പ്രോസസ്സൊക്കെ ഇറങ്ങി നിങ്ങളത് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് പറ്റണ കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റഡ് ആവും, പിന്നെ നിങ്ങളത് ചെയ്തു തുടങ്ങും. അപ്പം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇറങ്ങുക, വേറൊരു നിർവാഹമില്ല. മടിക്ക് ഒരു ഷോർട്ട് ഫോം ഒന്നുമില്ല. ചെറിയ ചെറിയ ഷോർട്ട് ഫോം നമ്മൾ പറഞ്ഞു, പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്യുക, അതിന് ഷെഡ്യൂൾ ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ഏറ്റവും 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 ഇമ്പോർട്ടന്റ് ഡു നൗ. ഇപ്പൊ ചെയ്യാം. നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യണം. അല്ലാതെ നാളെ ചെയ്യാനുള്ളത് നാളെ ചെയ്യാന്ന്, നാളെ എന്ന് പറഞ്ഞൊരു സമയമില്ല. ഇന്ന്, ഇപ്പൊ. ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പൊ ചെയ്യണം, നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യണം. ആ ഒരു മോഡിൽ നമ്മൾ പോയാൽ മാത്രം നമുക്ക് നമ്മളെ വിചാരിച്ച ഒരു പോയിന്റിക്ക് നമ്മൾ എത്താൻ പറ്റുള്ളൂ. ഇതൊരു റൂട്ടീനായി മാറിക്കഴിഞ്ഞാല് മറ്റേതുകൊണ്ട് നമ്മള് സ്ക്രോൾ ചെയ്യണത് റൂട്ടീനായി, കെടുക്കുന്നത് റൂട്ടീനായി മാറിയാൽ അതിന്ന് പോരാൻ ഭയങ്കര പണിയാണ്. അത് അവിടെ ഇങ്ങനെ നമ്മൾ അതിൽ തന്നെ ആയിപ്പോവും. പക്ഷെ അത് മാറ്റിയിട്ട് നമ്മൾ ഈ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഈ ഇതിൽ നമ്മൾ എന്താ പറയാ, ഒന്ന് 2-3 ദിവസം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത്, ഇപ്പൊ ഈ തീപ്പട്ടിക്കമ്പ് ഒരസണ പോലെ ഫസ്റ്റ് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്ത് കൊടുത്താൽ പിന്നെ ഇങ്ങനെ താനേ അതൊരു റൂട്ടീനായി മാറും. പിന്നെ നമുക്ക് എന്നും ഉച്ചക്ക് ഉറങ്ങിയ ഒരാൾക്ക് പിന്നെ പിറ്റേ ദിവസം ഉച്ചക്ക് ഉറക്കം വരും, സ്വാഭാവികം. പിന്നെ അയാൾക്ക് ഉറങ്ങാതെക്കണമെങ്കിൽ ഒരു 4 ദിവസം അയാൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യണം. അതുപോലെ തന്നെ ഏർലി മോർണിംഗ്, ഫസ്റ്റ് നമ്മൾ ഏർലി മോർണിംഗിൽ എണീക്കുമ്പോൾ 4-5 ദിവസം ഭയങ്കര സ്ട്രഗ്ലിംഗ് ആവും. പിന്നെ അത് ശീലമായിക്കോളും. പിന്നെ അത് സ്ട്രഗ്ലിങ് ശീലാവല്ല, നമുക്ക് എണീക്കുന്നത് ശീലമാവും. പിന്നെ എണീറ്റ് നമ്മൾ ഇങ്ങനെ ചെയ്തോളും. അപ്പം ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, വേറൊരു നിർവാഹമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മടിക്ക് ഒരു ഷോർട്ട് ഫോം, മടി മാറ്റാനുള്ള ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ഡു നൗ, ഇപ്പൊ ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഐഡിയൽ സെൽഫ് നമ്മൾ എന്നും വിഷ്വലൈസ് ചെയ്യുക. മാനിഫെസ്റ്റ് ഇതിൽ എത്രത്തോളം വിഷ്വലൈസേഷനും മാനിഫെസ്റ്റേഷനും വിശ്വാസമുള്ള ആൾക്കാരുണ്ടെന്ന് അറിയില്ല. പക്ഷെ ചില നിർവാഹമില്ലാത്ത ചില ഘട്ടങ്ങളിൽ നമുക്ക് അത് നമ്മളെ മൈൻഡിൽ നമുക്കൊരു പിക്ചർ കൊടുക്കുന്നുണ്ട്. ഒരു പിക്ചർ കിട്ടണം, മൈൻഡിൽ ആ ഒരു പിക്ചർ കിട്ടുന്ന സമയത്ത് അതിലേക്കുള്ള കാര്യങ്ങൾ നമ്മളിൽ വരും. ആ ക്വാളിറ്റീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. കാരണം അതില്ലെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റൂല. നിങ്ങൾ ഏതൊരു പൊസിഷനിലാണോ നിങ്ങൾ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, ഏതൊരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ആദ്യം നിങ്ങളെ ക്വാളിറ്റീസ്, ഇപ്പൊ നിലവിലുള്ള നിങ്ങളുടെ ക്വാളിറ്റീസിൽ അത് കൊണ്ടുവരാം, നിങ്ങളുടെ സ്വഭാവത്തിൽ അത് കൊണ്ടുവരാം, നിങ്ങളെ റൂട്ടീനിൽ അത് കൊണ്ടുവരാം. അപ്പൊ ഇതൊക്കെ നിങ്ങളെ ലക്ഷ്യം കൃത്യമാവുമ്പോ തന്നെയാണ് നമുക്ക് അതിലേക്കുള്ള പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുള്ളൂ. ബിലീവ് ഇൻ പ്രോസസ്. നിങ്ങളിപ്പം ചെയ്യാൻ പോകുന്ന ആ ഒരു ചെറിയ ചെറിയ ആക്ഷനിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ചെറിയ ചെറിയ സ്റ്റെപ്പിലാണ് വിശ്വസിക്കേണ്ടത്. ഒരു ഗോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ വിഷന് ഒരാൾക്കുണ്ടെങ്കിൽ അതിന്റെ താഴെ ആൾക്ക് വേറൊരു ലക്ഷ്യം ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ഇപ്പൊ ചിലർക്ക് ഉണ്ടാവും ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു സ്കൂൾ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സ്കൂൾ തുടങ്ങാൻ, അപ്പം അയാളോട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് സ്കൂൾ തുടങ്ങുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ചോദിക്കുന്ന സമയത്ത് അയാൾക്ക് അതിന്റെ മുന്നേ വേറൊരു പ്ലാൻ ഉണ്ടാവും. അത് അയാൾ അവിടെയും പറയുന്നുണ്ടാവില്ല. അയാളെ പ്ലാൻ അതിന്റെ മുന്നേ അയാൾക്കൊരു കുറച്ച് ടീച്ചേഴ്സിനെ സംഘടിപ്പിക്കണം, അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ്സസ് കൊടുക്കുന്ന രീതിയിൽ ഒരു ടീച്ചേഴ്സിന്റെ ക്യാപ്റ്റൻ ആവണം എന്നുള്ളതാവും. അതിന് ആദ്യം അയാളൊരു ടീച്ചർ ആവണം. ടീച്ചർ ആവണമെങ്കിൽ അതൊക്കെ അതിന്റെ താഴെ വരണം. ടീച്ചർ ആവണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഇപ്പം അയാൾക്ക് ഇന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? ആദ്യം ചെയ്യേണ്ടതാണ് നമ്മൾ അതിന് വേണ്ടി കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവുക. അപ്പൊ അത് കുറച്ച് റിസ്ക് ആണ്. അവിടെ പോയി അന്വേഷിച്ച് കണ്ടെത്തി ഇതാക്കി അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ നമ്മൾ മടിച്ചിരിക്കും.
അപ്പൊ അയാൾക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ പറ്റൂല. പക്ഷെ നോക്കുമ്പോ അയാൾക്ക് വലിയ ലക്ഷ്യമാണ്. എനിക്ക് അവിടെ എത്താനുള്ള ഏറ്റവും മിനിമം സംഭവം ഇന്ന് ഇവിടുന്ന് ഇറങ്ങി അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ സ്റ്റെപ്പ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ അവിടെ എത്താതിരിക്കോ അതിന് മുന്നേ നമ്മളെ കാലം കഴിയോ അതൊക്കെ പടച്ചോന്റെ തീരുമാനമാണ്. അതിലൊന്നും നമ്മൾ ബോധേഡ് ആവണ്ട. ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? സെർവിങ് വിൽ ഗിവ് യു വാട്ട് എവർ യു ഡിസേർവ് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ എന്തെങ്കിലും സെർവ് ചെയ്യണമെങ്കിൽ ഒരു സെർവിങ് മോഡൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റാർക്കൊക്കെയോ ഗുണം കിട്ടുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് മടി വരൂല. നമ്മൾ ആരൊക്കെയോ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ള സമയത്ത് നമുക്ക് മടി വരൂല. നമ്മളിത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഒരു പെര നിലനിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ മടി പിടിച്ചിരിക്കാൻ പറ്റുമോ? നിങ്ങൾ രാവിലെ പോയിക്കാണ്ട് അവർക്കുള്ള ഫുഡിനുള്ളതെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കണ്ടെത്തും. ഒരു നോർമൽ ഒരു മനുഷ്യൻ അങ്ങനെയാണ്, കണ്ടെത്തും. കാരണം അത് അവിടെ മടി പിടിച്ചിരിക്കാനുള്ള സ്കോപ്പ് ഇല്ല. അപ്പം മടി എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടേക്കോ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ ലക്ഷ്യം ക്ലിയർ ആക്കണം. ആ ലക്ഷ്യം ക്ലിയർ ആക്കണമെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടണ കുറച്ച് പ്ലഷർ ഉണ്ട് അല്ലെ, അത് നമുക്ക് മാത്രം കിട്ടണ ലക്ഷ്യം തീവ്രം അല്ലെങ്കിൽ ഇപ്പൊ മീൻസ് എനിക്ക് കുറെ കാർ വാങ്ങണം, എനിക്ക് കുറെ വിളിക്കണം, ഇത് മാത്രം ലക്ഷ്യമെങ്കിൽ ചിലപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതിന് പകരം ആ ലക്ഷ്യം കൊണ്ട് വേറെയും കുറെ ആൾക്കാർക്ക് ഗുണം ഉണ്ട് എന്ന് തോന്നുന്ന ലക്ഷ്യങ്ങളാണെങ്കിൽ നമ്മൾ നമ്മളെ ലക്ഷ്യത്തേക്ക് ഇറങ്ങിത്തിരിക്കും. ഇപ്പം അവിടെ നമ്മൾ വർക്ക് ചെയ്യും. വേറൊരാള് ഇപ്പൊ നിങ്ങളിന്റെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയത്ത് എനിക്കൊരു കോള് വരും, ചെയ്തില്ലേ അതായില്ലേ, അപ്പൊ ഞാൻ ചെയ്യും നിർബന്ധമായി വരും. അപ്പൊ നമ്മളൊരു ഓരോരുത്തർ കണക്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു കണക്ഷൻസിനെ ഉണ്ടാക്കുക. നമുക്ക് ഇതിലേക്ക് ഫോക്കസ് ചെയ്യണ നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കമ്മ്യൂണിറ്റീനെ ഉണ്ടാക്കുക. അല്ലാതെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യണ നമ്മളെ താഴ്ത്തുന്ന ലേക്ക് ഫോക്കസ് ചെയ്യത് മീൻസ് ഫാമിലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഓലെ ബ്ലെയിം ചെയ്യാനല്ല കേട്ടോ പറഞ്ഞത്. ഓരോ മനുഷ്യന്മാരും അങ്ങനെ ആവണുണ്ടെങ്കിൽ ഓലെ ലൈഫിലെ കുറെ ഘടകങ്ങൾ അതിന് കാരണമാണ്. ഒരു മനുഷ്യന് ജനിച്ച് ജീവിച്ച് വളർന്ന സാഹചര്യങ്ങൾ. അപ്പം ഓരോ ഉള്ളിലെ ഭയം കൊണ്ടോ ഓരോ ഉള്ളിലുള്ള വിശ്വാസമില്ലായ്മ കൊണ്ടോ ഓർക്ക് നിങ്ങളെപ്പോഴും ആ ഒരു ലെവലിലായിരിക്കും ഓര് കാണുന്നുണ്ടാവും. അതുകൊണ്ടാണ് അവര് പറയണത്. അപ്പൊ അത് നമ്മള് അതിൽ ഫോക്കസ് ചെയ്ത് അവിടെ നമ്മളെ മൈൻഡ് അതിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയൽ സെൽഫിനെ അറിയാം, ഓൾക്ക് നിങ്ങളെ ഐഡിയൽ സെൽഫിനെ അറിയില്ല. ഓൾക്ക് നിങ്ങളെപ്പ റിയൽ സെൽഫിനെ അറിയുള്ളൂ. അപ്പൊ നിങ്ങളെ റിയൽ സെൽഫ് നിങ്ങളെ ഐഡിയൽ സെൽഫിക്ക് എത്താൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം അതിന്റെ ഒരു പിക്ചർ നിങ്ങളെ മൈൻഡിൽ പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയോ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. അപ്പൊ നിങ്ങൾ പടച്ചോനിൽ വിശ്വസിക്കാം. നിങ്ങളെ ഉള്ളിൽ ഒരു തൊട്ട് പഠിച്ചു നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യം നിങ്ങളെ ഉള്ളിൽ പഠിച്ചോൻ തരുള്ളൂ. അപ്പൊ നിങ്ങൾക്കത് പറ്റണോണ്ടാണ് പഠിച്ചോനെ തന്നത്. അപ്പൊ നിങ്ങളെ ലക്ഷ്യത്തിനെ എന്നും പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്, ലക്ഷ്യത്തിനെ എന്നും കാണുന്ന സമയത്ത് അത് അതിലേക്ക് നമ്മൾ പോവും. പിന്നെ നമ്മൾ കുട്ടിക്കാലത്ത് കുറേ മടിയനാണ് മടിയനാണ് മടിയനാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളില് ഇംപ്രിന്റ് ആയി പോയിട്ടുണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ ആദ്യം റീപ്രോഗ്രാം ചെയ്ത് അതിനെ മാറ്റിയെടുക്കണം, സ്ട്രക്ചർ ചെയ്യണം. ഞാൻ ആക്റ്റീവാണ്, ഞാൻ ആക്റ്റീവാണ്, ഞാൻ ആക്റ്റീവാണ്. ഇത് നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഇടക്കിടക്ക് കൊടുത്തോണ്ടിരിക്കുക. ഫസ്റ്റ് ദിവസം കൊടുക്കുമ്പോഴൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വന്നോളണമെന്നില്ല. പക്ഷെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങളത് ആക്റ്റീവാണ് ഈ മോഡിൽ വരുമ്പോൾ നിങ്ങളെ സെല്ലുകളെ തന്നെ നിങ്ങളെ തന്നെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞു ഞാൻ ആക്റ്റീവാണ് എന്നുള്ളത്. അത് പതുക്കെ പതുക്കെ നിങ്ങൾ ആക്റ്റീവ് ആവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആവാനുള്ള സിറ്റുവേഷൻസ് നല്ല രീതിയിലുള്ള സിറ്റുവേഷൻസ് വരും. അപ്പം നമ്മൾ എപ്പോഴും ഈ ഒരു എല്ലാരും ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ അങ്ങനെ കുറെ കേട്ടിട്ടുണ്ടെങ്കിൽ അവനൊന്നിനും പറ്റൂല, അവളൊന്നിനും പറ്റൂല, അങ്ങനെ ഇതാരും കേൾക്കാത്തവരല്ല കേട്ടോ. നമ്മളെല്ലാരും ഒക്കെ കേട്ട തന്നെയാണ്. പക്ഷെ അത് കേട്ടെന്ന് കരുതി ജീവിതകാലം മുഴുവൻ നമുക്ക് ഒന്നും ആവാൻ പറ്റാതെ നിൽക്കൂല. അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതൊക്കെ നമ്മളെ ഇന്ധനാക്കിയിട്ട് ഊർജ്ജമാക്കിയിട്ട് എടുക്കുക. ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഈഗോ അതല്ല കേട്ടോ, ഈഗോ ഒക്കെ നമ്മളെ വല്ലാതെ നമ്മളെ എനർജീനെ വേസ്റ്റ് ആക്കുന്നുണ്ട്. ഈഗോ എന്നുള്ളതിലപ്പുറം നമുക്ക് നമ്മളെ അറിയുള്ളൂ. അപ്പൊ നമ്മളെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ ജസ്റ്റ് അവെയർ ആവുക. നിങ്ങൾക്കത് ചെയ്യാം. ഒരു നിങ്ങളൊരു കാര്യം ചെയ്യുന്ന പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവെയർ ആവുക. എനിക്ക് ഇന്ന് ഈ കാര്യം ചെയ്യാണ്ടല്ലോ, ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, വൈ, എന്താണ് ഇതിനോ പിന്നോട്ട് വലിക്കുന്ന കാര്യം, പിന്നോട്ട് വലിക്കുന്ന ഈ ഘടകം എന്താണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ നിങ്ങൾ ഓവർകം ചെയ്യുക. അതിനാണ് ഞാൻ
ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നിങ്ങളെ മൈൻഡിൽ വരുന്ന സ്ട്രെസ് കാര്യങ്ങള്, ചിലപ്പോ എനർജി ഇല്ലായ്മ ആവാം, മോട്ടിവേഷൻ ഇല്ലായ്മ ആവാം. മോട്ടിവേഷൻ ഇല്ലായ്മ മീൻസ് ചിലപ്പോ വേറെ ആരെങ്കിലും ഇജ്ജ് അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ എന്റെ ടൈം കളയണ്ട എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ വിശ്വസിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ വിശ്വാസങ്ങൾ അവിടെ വെക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ പിന്നെ വർക്ക് ചെയ്യും? നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മൈൻഡിൽ വരുന്നത് ഇതാണ്, നിങ്ങൾക്ക് പറ്റൂലല്ലോ പറ്റൂലല്ലോ പറ്റൂ. അപ്പൊ അതിനെ നിങ്ങൾ ഒന്ന് റീഫ്രെയിം ചെയ്യണം, അതിനൊന്ന് മാറ്റിയിട്ട് ഓക്കെ ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ സ്വീകരിക്കാം. പിന്നെ മെന്റർഷിപ്പ് എന്നുള്ളത്, ഇതിപ്പോ പറയണമെന്നറിയില്ല, പക്ഷെ മെന്റർഷിപ്പ് എന്നുള്ളത് പറഞ്ഞത് നിങ്ങളൊരു നിങ്ങൾ ചിലപ്പോ 10 വർഷം കൊണ്ട് ഒരു കാര്യം അച്ചീവ് ചെയ്യായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ്, ഒരു പ്രോപ്പർ ഗൈഡൻസ് എപ്പോഴും സ്വീകരിക്കാം. ഒരു പ്രോപ്പർ ഗൈഡൻസ് സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങളെ ടൈം നിങ്ങൾക്ക് ലാഭിക്കാം, നിങ്ങളെ എനർജി നിങ്ങൾക്ക് ലാഭിക്കാം, നിങ്ങളെ എഫേർട്ട് ഒക്കെ നിങ്ങൾക്ക് ലാഭിക്കാം. നിങ്ങളെ പ്രായം, നല്ല പ്രായമൊക്കെ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തേക്ക് എത്തുക. അപ്പൊ നിങ്ങൾ അതിന്റെ മുന്നേ മനസ്സിലാക്കുക, ഈ ഒരു കാര്യം നിങ്ങളെ ടൈം ലാഭിക്കണ കാര്യമാണ്. നിങ്ങൾ 10 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട കാര്യം മേ ബി 4, 5, 3 വർഷങ്ങൾക്ക് ഒരു അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗൈഡൻസ് ഒരാളുടെ അടുത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, കാരണം അയാൾ പോയ വഴികളില് പോവേണ്ടാത്തതല്ലാത്ത കുറെ കാര്യങ്ങൾ, പോവാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ അയാൾക്ക് അറിയണ്ടോ. അയാൾ പറയും ഇത് ചെയ്യണ്ട കേട്ടോ, ഇങ്ങനെ പോയിക്കോ, ഈസിയാണ്, ഞാൻ പോയ സ്ഥലമാണ്. നിങ്ങള് അറിയാത്ത സ്ഥലത്തേക്ക് ഒരാളോട് ചോദിക്കാതെ പോകുമ്പോ കുറെ നട്ടം തിരിഞ്ഞല്ലേ അവിടെ എത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു ഗൈഡൻസ്, നിങ്ങൾ ഇന്ന റൂട്ടിലൂടെ പോയിക്കോട്ടെ, അത് ഈസിയാണ്, അതിലൂടെ പോയാല് ട്രാഫിക് ഉണ്ടാവും, മറ്റേ ഭാഗം പിടിച്ചിട്ട് നിങ്ങൾ അവിടെ എത്തിക്കോളാം, ഈസി ആയിട്ട് നിങ്ങൾ അവിടെ എത്തും. ഇതുപോലെ തന്നെ നമ്മളെ ലക്ഷ്യത്തെക്കും ഒരു ഗൈഡൻസ് സ്വീകരിക്കുന്ന സമയം, മേ ബി ഖുറാനാവാം, ഏതെങ്കിലും ഒരു ഗൈഡിങ്, എന്ത് തന്നെ ആയാലും ഒരു ഗൈഡൻസ്, ഒരു എറ്റേണൽ പവറിനെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാം. പക്ഷെ അല്ലാത്ത പക്ഷങ്ങൾ ഒരു മെന്ററെ സ്വീകരിക്കുകയാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അവിടെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടും, നിങ്ങൾ ഇങ്ങനെ പോയാൽ മതി കേട്ടോ, അങ്ങനെ പോവരുത് കേട്ടോ, അപ്പൊ അവിടെ വീഴും, ഇങ്ങനെ പോകണം. അപ്പൊ നിങ്ങളെ ലക്ഷ്യത്തേക്ക് എത്താനുള്ള ഈ വഴി ഈസിയാണ്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേറ്റ് തരും. നിങ്ങളെങ്ങനെ ഏടാഴ്ച ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളെ ഇടങ്ങാറാക്കണ ചില മനുഷ്യന്മാരില്ലേ, ഓല് എന്താ പിന്നെ ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞ ചില മനുഷ്യന്മാരും നിങ്ങൾക്ക് നല്ല തന്നെ. നിങ്ങൾ പണിയൊന്നും ഇല്ലാത്ത സമയത്ത്, നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ ആരല്ലേടാ മോനെ നമുക്ക് ജോലിയൊന്നും വേണ്ടെന്ന് പറയണ ആൾക്കാരാവും എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അതങ്ങനെ ഇരുന്നിട്ട് പോവേണ്ടാവുള്ളൂ, കുറച്ച് ദിവസമൊക്കെ ഇതാവും. പിന്നെ അയാളിട്ട് ആ കുത്തുന്ന ഒരാള് കാരണം അയാള് എണീറ്റ് നടക്കുക, അല്ലെങ്കിൽ അയാൾ ജോലിക്ക് പോവുക. ഇത് നിൽക്കാൻ പറ്റണില്ല അതുകൊണ്ട് ഞാൻ പോകണം, അവിടുന്ന് അയാൾക്ക് പറയാ തെളിയ. അപ്പൊ ആക്ച്വലി ആരാണ് ഇയാൾക്ക് ബ്ലെസ്സിങ്? അപ്പൊ നമ്മളെ ഇടങ്ങാറാക്കണ എല്ലാ മനുഷ്യന്മാരും നമുക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് വിചാരിക്കുന്നു. നമ്മളെ ഇടങ്ങാറാക്കണ മനുഷ്യന്മാരും നമുക്ക് ബ്ലെസ്സിങ്ങാ, നമുക്ക് സപ്പോർട്ട് ചെയ്യണ മനുഷ്യന്മാരും ബ്ലെസ്സിങ്. ഇത് രണ്ടും കൂടി പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുള്ളൂ, ബാലൻസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഒരേ ഇതിൽ ഇങ്ങനെ നിന്ന് പോകും. ഓക്കെ, അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കണം, പിന്നെ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്ക്. താങ്ക് യു സാബിക മാം. നല്ലൊരു ഫ്ലോയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്കിനോട് പറഞ്ഞ പോലെ തന്നെ അതേ പറഞ്ഞത് അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം. ഇത് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇമ്പോർട്ടന്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് ചെയ്യാന്നുള്ളതാണ്. അതിന് മടി, ഞാൻ യൂട്യൂബിൽ കുറച്ചു മുന്നേ ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരാൾ കമന്റ് ഇട്ടതാണ്, ഈ മടി മാറ്റാനുള്ള വീഡിയോ ഞാൻ കാണുന്നത്, പക്ഷെ ഇത് കാണാൻ മടിയാണ് എന്ന മാതിരി. മടി മാറ്റാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ പഠിച്ചിട്ടില്ല, പക്ഷെ ഇത് ചെയ്യാൻ മടിയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആള് പല രീതികൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മളെ എൻവയോൺമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്, അതുപോലെ ക്രിയേറ്റീവ് ലിസ്റ്റ്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നത്, മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു റിവാർഡ് കൊടുക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് ചേരുന്ന അതിന്റെ സമയത്താണ്. ഇത് എല്ലാം കൂടെ എടുക്കണം എന്ന് പറയുന്നില്ല കേട്ടോ, ഏതെങ്കിലും ഒന്നൊക്കെ തുടങ്ങി നോക്കാം. ഇപ്പൊ റൂമൊക്കെ മെസ്സ്, ഇന്ന് ഇപ്പൊ തന്നെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും ഇത്. ഇപ്പൊ നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ റൂമിൽ എവിടെയൊക്കെ കുറെ ഡ്രസ്സ് മടക്കാനുള്ളതുണ്ട്, അല്ലെങ്കിൽ ബുക്ക് എന്തൊക്കെയോ എരപ്പായി കിടക്കുന്നുണ്ട്, പരന്ന് കിടക്കുന്നുണ്ട്, അതൊക്കെ നോക്കി എടുത്തു വെക്കാം. അങ്ങനെ ഇപ്പൊ തന്നെ ഡു ഇറ്റ് നോ എന്നില്ല ഇല്ലേ. നമ്മളെ മൈൻഡിൽ ചിലപ്പോൾ ഈ ഒരു കാര്യം, നമ്മൾ ഈ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയം പലപ്പോഴും പറയലുണ്ട്, ഒരു സെയിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെയാണ് അടുത്ത സെയിൽ കഴിയേണ്ടത്. ആ ഒരു പ്ലഷർ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളിത് ചെയ്തു, ആ ഒരു ഡ്രസ്സൊക്കെ മടക്കി വെച്ച് റൂം ഒന്ന് സെറ്റ് ആക്കുമ്പോൾ അപ്പം ഒരു എനർജി കിട്ടും. പിന്നെ ആ ഒരു എനർജി ഏർലി മോർണിംഗിൽ ഉണ്ടായിരിക്കും. നമ്മൾ ഉമ്മമാരൊക്കെ ചെയ്യുന്ന കണ്ടായിരിക്കും, കിച്ചണ് കിടക്കുന്ന നമ്മൾ കിച്ചണിന് ലാസ്റ്റ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് രാത്രി ക്ലോസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിടും. അത് മോർണിംഗ് അവർക്ക് ഒരു എനർജി കൊടുക്കുമെന്ന് പറയല്ലോ. ഉമ്മമാര് മാത്രമല്ല കേട്ടോ, കിച്ചണിൽ കയറുന്ന എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും, കോമൺലി ഒന്ന് പറഞ്ഞതാണ്.
അപ്പൊ എന്നാ അതിന് നമ്മളെ റൂം ഒന്ന് ഓക്കെ ആക്കുമ്പോൾ അതൊരു എനർജി തരും. പിന്നീട് പിറ്റേ ദിവസം മോർണിംഗ് നോക്കുമ്പോൾ നമ്മൾ ഈ ജൂൺ 1 തീരുമാനം എടുക്കുമല്ലോ കുറെ ആൾക്കാർ. അതിന്റെ ഒരു റീസണ് നമ്മൾ സ്റ്റാറ്റസിലൊക്കെ അത് നല്ലതാന്ന് എവിടെയോ കണ്ടിട്ടുണ്ട്. ജൂൺ 1 തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ശരിയായിരിക്കും. ആക്ച്വലി മറ്റു മാസങ്ങളെ പോലത്തെ ഒരു മാസം മാത്രമാണ് ജൂൺ 1. സോറി, ജൂൺ അല്ല, ജനുവരി. എൻ്റെ മാറിയതാണ്. ജനുവരി 1 അങ്ങനത്തെ ഒരു മാസമാണത്. 31 ദിവസമുള്ള ഒരു മാസമാണ് ജനുവരി. ഒരു വർഷത്തിന് തുടക്കണം നമ്മളിത്. പക്ഷെ അത് നമുക്ക് അറിവുണ്ട്, ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ, പുതിയ ഹാബിറ്റ് ചെയ്യാൻ, കുറെ സ്റ്റോപ്പ് ചെയ്യാൻ എന്ന മാതിരി നമ്മൾ ഈ എൻവയോൺമെന്റ് പറഞ്ഞ ഇതൊരു പോസിറ്റീവ് ആക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ ആക്ഷൻ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലാണ്. ഇനി ഞാൻ കുറെ ക്ലാസ് എടുക്കുന്നില്ല, മാം അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പറ്റുന്ന പോലെ ചെയ്യാന്നുള്ളതാണ്. ബിലീവ് ഇൻ ദ പ്രോസസ്. അതെ അതെ, വാസീസ് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ മടിയാണ്. ചിലർക്ക് നമുക്ക് തോന്നും, പഠിച്ചോ എനിക്ക് മടിയാണോ അതോ ക്ഷീണാണോ. മാം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഇത് രണ്ടായിരിക്കുമ്പോൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഇടയ്ക്ക് വന്നൊരു ഇഷ്യൂ ചെയ്യുന്നു, മൾട്ടി ടാസ്കിങ് ആയിട്ട് എനിക്ക് എല്ലാം ചെയ്യണം, അടിപൊളിയാക്കണം എന്നുള്ളത്. ഈ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചടപ്പ് വരും. ചടപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മടിയിലേക്ക് കൺവേർട്ട് ആവും. പിന്നെ കാര്യം അവിടെ സ്റ്റോപ്പ് ആവാണ് ചെയ്യാം. പിന്നെ പൊതുവെ മടിയിൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, ഇന്നിപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് 7 ദിവസം കാര്യങ്ങൾ ചെയ്തു, 8ാം ദിവസം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ 9ാം ദിവസം തൊട്ടുണ്ടാവില്ല. ഒരു ദിവസം എന്തായാലും മുടങ്ങിയല്ലോ, ഇനിയിപ്പോൾ അങ്ങനെ പോട്ടെ. അതല്ലാണ്ട് പറ്റുന്ന പോലെ എപ്പോഴും നമ്മൾ എല്ലാ സെഷനിലും പറയില്ല, എന്ത് കാര്യം കേൾക്കുമ്പോഴും പറ്റുന്ന പോലെ ചെയ്യാം. നമുക്ക് ഒരാൾ പറഞ്ഞിരുന്ന രീതിക്ക് ആവണമെന്നില്ല. ഞാൻ ജസ്റ്റ് സബിക മാമിന്റെ ഫ്ലോ എന്ന് കേട്ട സാധനങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചതും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. പിന്നെ എപ്പോഴും ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് ഇയർ ആൻഡ് ഇയർ ആഫ്റ്റർ മറ്റുള്ളവർക്കും കൂടെ ഗുണം രീതിക്ക്. മാം പറഞ്ഞല്ലോ, നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു, ഞാൻ ഈ മടി മാറ്റി എനിക്ക് എന്താ ഗുണം, അത് നമ്മൾ എപ്പോഴും ആലോചിക്കാം. ഞാൻ മടി മാറ്റി നല്ല റൊട്ടീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്റെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാക്കും, എന്റെ പ്രൊഫഷനിലെ ഗ്രോത്ത് ഉണ്ടാക്കും, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്റെ കാരണമായിരിക്കും. ഈ റൊട്ടീനൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളെ പേഴ്സണാലിറ്റി നല്ല മാറ്റങ്ങൾ വരും, ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരും. നമ്മളിപ്പോൾ ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ, നമ്മളെ പ്രോഗ്രാംസ് അധികം പേഴ്സണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആണല്ലോ വരാറില്ല. അപ്പോൾ അവിടുന്ന് ഫേസ് ചെയ്യുന്ന ഒരു മനസ്സിലാക്കിയുള്ള ഒരു സത്യമാണിത്. നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇങ്ങനത്തെ റൊട്ടീൻസിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ എൻ്റെയർ ഷിഫ്റ്റ് ആയിരിക്കും. നമ്മൾക്ക് നല്ലൊരു ഫാമിലി ലൈഫിൽ അത് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം മടി എല്ലായിടത്തും നമുക്ക് പ്രശ്നമുള്ള സംഭവമാണ്. ചിലപ്പോൾ നമുക്ക് നമ്മളെ പാർട്ട്ണറെ വിളിക്കാൻ അല്ലെങ്കിൽ പാരൻസിനെ വിളിക്കാൻ മടി ആയതുകൊണ്ടായിരിക്കും, ടൈം കിട്ടുന്നുണ്ടാവില്ല മടി ആയതുകൊണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുന്ന ആക്ഷൻ എടുത്ത് തുടങ്ങുക. ഇന്ന് ഇത്രയും ക്ലാസ് കേട്ടിരുന്നതല്ലേ, നമ്മളെ ന്യൂമാൻ സർ, അതുപോലെ ജാസിം സർ, അഫീഫ മാം, സത്യൻ സർ, ഹായ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ വീഡിയോ മോഡിൽ ഇരുന്ന് ക്ലാസ് കേട്ടിട്ടുണ്ട്. അതിന്റെ ബേസിൽ ഇത്ര കാലം ചെയ്യാതിരുന്നിട്ടില്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്നുള്ളതാണ്. മടിന്റെ പേരിൽ നീട്ടി വെച്ചിട്ടുള്ള ഒരു കാര്യം ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. എന്തായാലും സബിക മാം നല്ല അടിപൊളി നല്ല ഫ്ലോയിൽ സെഷൻ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 5:30-4 സമയത്താണ് മാം ആണെന്ന് ക്ലാസ് എടുക്കാനെന്ന് മാം അറിയണത്. അഫ്സൽ സാർ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ സാറിന് എടുക്കാൻ അപ്പോഴും പറ്റാ. ഞാൻ പുറത്താണ്, ഞാനിപ്പോ വരികയാണ്. ഡയറക്റ്റ് വരുന്നു, എടുക്കണോ, നോ ഐഡിയ അബൌട്ട് ഇറ്റ്. പക്ഷെ നല്ല ഫ്ലോ അപ്പം ഉണ്ടായിരുന്നു, ടോപ്പിക്ക് തന്നെ നല്ല കണക്ട് ചെയ്ത് അടിപൊളിയായി സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും താങ്ക് യു, കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഈ നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന, എന്തെങ്കിലും സജഷൻ ആയിട്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഇവിൽ ഐയും മടിയും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്നുള്ളത്. അതാരാ ചോദിച്ചത്? നോമാൻ സർ. ആ, ഓക്കെ. ആക്ച്വലി എന്താണ് ഇവിൽ ഐ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് തന്നെ നമുക്ക് ഒരു കോൺട്രാഡിക്ഷൻ ഉള്ള സംഭവമാണ്. അപ്പം നിങ്ങള് വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവില്ലായി എന്ന് പറഞ്ഞൊരു സംഭവം, നിങ്ങൾ കണ്ണേറ് തട്ടും എന്നുള്ള സംഭവം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ നല്ലോണം ബാധിക്കും, നമ്മളെ മടീനെ ബാധിക്കും. നിങ്ങൾ വിശ്വസിക്കാണ്, ഇത് ഏതൊരാളായിക്കോട്ടെ, അയാളുടെ നോട്ടായിക്കോട്ടെ, സംസാരമായിക്കോട്ടെ, അത് നമുക്ക് പ്രശ്നം തരുന്ന് പറഞ്ഞാണല്ലോ, ഖുർആനില് പറഞ്ഞാണല്ലോ എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ നബി റസൂലിനെ വരെ തട്ടിയതാണല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഇതൊക്കെ തന്ന ഇതിനേക്കാളും പവറായ, ഇതിനെ മാറ്റിമറിക്കാൻ പവറുള്ള ഒരു ശേഷിയുള്ള ഒരാള് മേലുണ്ടെങ്കിൽ, അയാളെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതിനെ മാറ്റാനുള്ള ഒരു പവർ അയാളുടെ അടുത്ത് ഉണ്ടെങ്കിൽ, അതിൽ നമ്മൾ നമുക്ക് ഇത് എനിക്ക് ഏൽക്കൂല, എന്നെ പഠിച്ചോൻ കാക്കും എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ, അതൊക്കെ വെറും വാക്കാണ്. എല്ലാ മനുഷ്യന്മാര് എത്ര വാക്കുകൾ പറയണം, അങ്ങനെയുള്ള മോഡിലാണ് അത് എടുക്കുകയാണെങ്കിൽ നമുക്കത് തട്ടാൻ പോണില്ല, അത് നമ്മളെ ബാധിക്കണില്ല. അതിനേക്കാളും ഓവറുള്ള ഒരു എനർജി. പിന്നെ ഡെയിലി ബേസിൽ നമുക്ക് എന്തെങ്കിലും പ്രാക്ടീസ് ഉണ്ടാവണം. അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തില നമ്മളമ്മ പറയും ഫാത്തിഹ, ഖുൽഹുവല്ലാഹ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓതണം. ഇനിയിപ്പോ മറ്റ് മതവിശ്വാസികളാണെങ്കിൽ അവരുടേത് ഇതില്, പിന്നെ മതവിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് പിന്നെ ഇവില്ലായി എന്ന് പറഞ്ഞ സംഭവം ഇല്ലല്ലോ, അവർക്ക് അതൊന്നും ബാധിക്കാനേ പോകുന്നില്ല. അപ്പൊ നമ്മള്
ഏത് മതത്തിലാണോ പ്രാക്ടീസ് ചെയ്യണം, ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ നമുക്ക് അറിയണ്ടോ. ആ പരിഹാരങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കൂല. നമ്മൾക്ക് ഒരു മുന്നോട്ട് പോകണം. ഇപ്പം പിന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ മിസ്സിനെ സംബന്ധിച്ച് നമ്മൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാളോ ഒരു നമുക്ക് ഇതൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ടേ തോന്നുള്ളൂ, നല്ലതാണെന്നുള്ളത്. അത് നമ്മൾ നേരെ തിരിച്ചത് എന്താ അത് ഈ വില്ലയാവോ അത് കണ്ണേറ് തട്ടോ എന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അത് അപ്പൊ അവിടെ നമ്മള് എനിക്കിത് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഒരാൾ എന്നോട് നല്ല വാക്ക് സമയത്ത് എനിക്ക് കൂടിയിട്ടേ ഉള്ളൂ. എന്റെ വർക്ക് ചെയ്യാനുള്ള എനർജി എനിക്ക് കൂടുതലാണ്. നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ നന്നായിട്ടുണ്ട്, ചെയ്ത് നന്നായി, ഇത് ചെയ്തെന്നോണ്ട് നന്നായി എന്നൊക്കെ പറഞ്ഞ സമയത്ത് എനിക്കത് കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല. പക്ഷെ അത് അയാൾ പറഞ്ഞുകൊണ്ട് ഇനി എനിക്ക് എന്തെങ്കിലും തട്ടോ ഇതാവോ എന്നുള്ളൊരു മോഡാണെങ്കിൽ മേ ബി അവിടെ പ്രശ്നം വരുമായിരിക്കും. നമുക്കിത് നമ്മളെ മൈൻഡാണ് കേട്ടോ. നമ്മളെ മൈൻഡ് വലിയൊരു സംഭവമാണ്. അതാണ് നമ്മളിങ്ങനെ കൊണ്ട സംഭവം. അത് ആക്ച്വലി മൈൻഡിന് ഒരു ലോജിക് ഒന്നും ഇല്ല. അത് അതിന്റെ വിശ്വാസത്തിനനുസരിച്ച് ഇങ്ങനെ അതിനെ നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കണു. അതിനനുസരിച്ച് ഇങ്ങനെ ആവും. നിങ്ങളെ മൈൻഡിനൊരു 21 ദിവസത്തിലെ സംഭവം കണ്ട് പ്രാക്ടീസ് കൊടുത്ത മൈൻഡ് എങ്ങനെ 22 ദിവസം ഞാനൊരു നെഗറ്റിവിറ്റി സംസാരിക്കൂല, ഞാൻ ആരോടും അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ഫുൾ പോസിറ്റീവ് ആയിട്ട് ശ്രമിച്ച് നിങ്ങളെ മൈൻഡ് കുറേ അതിലോട്ടായി മാറും. അപ്പൊ ആക്ച്വലി നിങ്ങൾ എന്താണോ പ്രോസസ്സ് ചെയ്ത് അതിന് കൊടുക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് കിട്ടിയ കാര്യങ്ങൾ നമ്മളിപ്പോ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിലേ തൊട്ട് കേൾക്കുന്നുണ്ടാവും കണ്ണേറിട്ടും അങ്ങനെ തട്ടിയാൽ പിന്നെ നമുക്ക് നടക്കാനോ ഇരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാ. എന്ത് ചെയ്യാൻ കാണരുത്. നമ്മളൊരു വൺഗ്രൗണ്ട് അത് എടുത്ത് കണ്ടാല് എന്തിനാണ് നമ്മള് ബെൻസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ബെൻസിന്റെ കംഫോർട്ട് മാത്രാണോ? അത് നാലാൾ കാണുമ്പോഴുള്ള ആ ഒരു പ്രസ്റ്റീജ് ആഗ്രഹിച്ചിട്ടല്ലേ. അപ്പൊ അവിടെ നമ്മക്ക് പേടിയുണ്ട്. ഇത് ആരെങ്കിലും കണ്ണ് തട്ടോ, ഇനിയിപ്പൊ ആരെങ്കിലും പ്രാവോ, ആ പേടിയും എന്നാ കാണും വേണം. നമ്മൾ ഈ ആനപ്പുറത്ത് കയറും വേണം, നാട്ടുകാർ കാണാനും പാടില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥ ആയാലും ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം ആദ്യം നമ്മളെ മനസ്സിന്ന് അതങ്ങോട്ട് കളയാ. ഈ അതില്ല ഉണ്ട് എന്നല്ല പറഞ്ഞത്, അത് നമ്മളെ ബാധിക്കൂല്ല എന്നുള്ളതാണ് വിഷയം. നല്ല പവർഫുൾ ആയ നിങ്ങളെ യൂസുഫ് അലിക്ക് ഈ വില്ലായി തട്ടുണ്ടോ? അപ്പൊ ഭയങ്കര നമ്മളെ എനർജീനെ അത്ര ലെവലാക്കിയാൽ ഓലെ ഈ നെഗറ്റീവ് എനർജീനേക്കാളും ഉയർന്ന ഒരു ഹൈ എനർജി നമുക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഓറ നമ്മളെ സംരക്ഷിക്കും. അപ്പം അതിന് നിങ്ങൾക്ക് ഡെയിലി ബേസിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് എല്ലാ രീതിയിലുള്ള ടൂൾസും, മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസും, നമ്മളെ വിശ്വാസങ്ങളാണ് കുറെ. നിങ്ങളെ വിശ്വാസത്തിന് നിങ്ങളൊന്ന് റീഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം കൊണ്ട് നിങ്ങൾ റീഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ റീഫ്രെയിം ആവൂല കേട്ടോ. വിശ്വാസം പെട്ടെന്ന് മാറൂല കേട്ടോ. പക്ഷെ കുറെ കാലം കേട്ടും ഇതിൽ വർക്ക് ചെയ്തും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോണ സമയത്ത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇത് മാറിപ്പോവും. ഓക്കെ, കുറച്ച് കാലങ്ങൾക്ക് ശേഷം. പെട്ടെന്ന് ഫസ്റ്റ് ഞാനും കേട്ട സമയത്ത് ഇതൊക്കെ ഒന്നും എനിക്ക് ഡൈജസ്റ്റ് ആവൂലേനു. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നമുക്ക് കുറച്ച് വിശ്വാസങ്ങൾ നമ്മളെ കംഫർട്ട് സോൺ ആണ്. ഞാൻ തോറ്റത് ഞാൻ എന്തായത് വേറെ ആരോ എന്നെ എന്തോ പറഞ്ഞതുകൊണ്ടാണ്, അല്ലാതെ എന്റെ പ്രശ്നം കൊണ്ടല്ല എന്നൊക്കെ ഒരു കംഫർട്ടാണ് നമുക്ക്. ഞാൻ ചെയ്യണേന് പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എവിടെ വീക്ക് ആയതുകൊണ്ടാണ്, ഞാൻ മടിച്ചുകൊണ്ടാണെന്നുള്ളതിനപ്പുറം ഓരെന്തോ ചെയ്തുകൊണ്ടാണ്, ഓര് പറഞ്ഞപ്പോ എന്തോ തട്ടിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു എന്താ നമുക്കൊരു കംഫർട്ടാണല്ലോ, നമ്മളെ പ്രശ്നമല്ലല്ലോ, രക്ഷപ്പെട്ടല്ലോ. അപ്പൊ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ നടക്കും. അത് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മള് കുറെ ആളുകൾ നമ്മള് ഫിയർ എങ്ങനെ ഓവർകം ചെയ്യും. ഓക്കെ, എന്ത് ഫിയർ ആണ് ഉദ്ദേശിച്ചത്? ഇപ്പം ഒരു പേടിപ്പെടുത്തുന്ന റൂമാണെങ്കിൽ, എന്താ പാമ്പിനെ പേടിയുള്ള ഒരാളാണെങ്കിൽ ആ ഫിയറിനെ എങ്ങനെ ഓവർകം ചെയ്യും ചോദിച്ചാല് എക്സ്പോഷർ തെറാപ്പി എന്ന് പറയും. ആ കണ്ടും കേട്ടും എല്ലാത്തിനും. അപ്പൊ ഇപ്പം ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ പാമ്പിനെ പേടിക്കുന്ന ഒരാളാണെങ്കിൽ പാമ്പിനെ കാണാതെ ജീവിച്ച പേടി മാറും? ഒരിക്കലും മാറാൻ പോണില്ല. അപ്പൊ ആദ്യം അതിനെ എന്ന് വെച്ചിട്ട് നിങ്ങൾ നല്ല വിഷമുള്ള പാമ്പിന്റെ അടി കൂടെ നടക്കണം എന്നല്ല കേട്ടോ ഉദ്ദേശിക്കണം. പറയണത് ജസ്റ്റ് ഒരു ലോജിക്ക് വെച്ചിട്ട് മനസ്സിലാക്കട്ടോ. അതിന്റെ ആദ്യം നിങ്ങൾ അതിന്റെ കുറച്ച് ഫോട്ടോസ് കാണാം. ഇതേപോലെ തന്നെ ഇപ്പൊ വെട്ടുകാലിനെ പേടിയുള്ളത് ബൈക്ക് ഓടിക്കാൻ പേടിയാണ്. ബൈക്ക് ഓടിക്കാൻ പേടിയാണെങ്കിലോ അത് കുറെയൊക്കെ പേടി നല്ലതാണ് കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മളെ ഇതുണ്ടല്ലോ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയും. നമ്മള് ആഹ് അപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയും. അപ്പൊ ഈ ഡിഫെൻസ് മെക്കാനിസത്തിൽ നമുക്ക് നമ്മളെ സംരക്ഷിക്കാനുള്ള കുറെ കാര്യങ്ങളും കൂടിയാണ് പേടി എന്ന് പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കാം.
അപ്പം നമ്മൾ ഉയരത്തുനിന്ന് വീണാൽ എന്താ പറയാ നമുക്ക് അപകടം പറ്റും. അപ്പൊ നമുക്ക് ഉയരം പേടിയാണ്. നമ്മൾ അവിടെ നിന്ന് കോൺഷ്യസ് ആവണം എന്നുള്ള ലെവലാണ് ശരിക്കും പേടി എന്ന് പറഞ്ഞത്. അത് ഭയങ്കര പ്രോബ്ലം സംഭവം എന്ന് പറയരുത്. കുറച്ചൊക്കെ ബുദ്ധിയും വിവരവും ഇന്റലിജൻസ് ഉള്ള ആൾക്കാർക്ക് പേടി ഉണ്ടാവുള്ളൂ. കുട്ടികൾക്ക് പേടില്ലല്ലോ, കാരണം അവർക്ക് ആ ബോധമില്ല. നല്ലതാണോ ചോദിച്ചാൽ ഓലെ സംരക്ഷിക്കുന്ന ഒരാളുണ്ടാകുമ്പോഴും ഓലെ ഇങ്ങനെ ഗൈഡ് ചെയ്യുമ്പോഴും കുഴപ്പമില്ല, അല്ലെങ്കിൽ വീണ് വീണ് നമ്മൾ ഇതാവൂലേ. അപ്പം ചില സമയത്ത് പേടി നല്ലതാണ്, ചില കുറച്ചൊക്കെ ലിമിറ്റ്. ഇപ്പൊ ഈ സംസാരിക്കാൻ പേടി, ചില കാര്യങ്ങൾ സംസാരിക്കാൻ പേടി ഉണ്ടെങ്കിൽ നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം നാലാൾക്കാരുടെ വഴക്ക് കൂടുന്നുണ്ട്, അവിടെ പോയി സംസാരിക്കാൻ പേടി എന്നുള്ളതല്ല, പക്ഷെ ആ വഴക്കിൽ കേടി ഇടപെടാൻ പേടി അതൊക്കെ നല്ലതാണ്. ചില പേടികൾ നല്ലതാണ്. പക്ഷേ ഇപ്പം ഇങ്ങൾക്ക് ഒരാളായിട്ട് ഞാൻ സംസാരിക്കണ ഒരാളല്ലേനു. ഞാന് ഇപ്പൊ എന്റെ കൂടെ ഉള്ള ആളുകളോട് ഞാനിങ്ങനെ എന്താ നമ്മളെ എലവേറ്റിന്റെ പ്രോഗ്രാമിന്റെ അന്ന് ഞാൻ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ പോലെ ഈ പോടുന്നു ഈ ഇൻട്രോവേർട്ടോ പോടുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ മിസ്സിനൊക്കെ തോന്നുന്നു ഇൻട്രോവേർട്ട് ആയിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇൻട്രോവേർട്ട് അല്ലേന്നില്ലെന്ന് മനസ്സിലാക്കുന്നത്. ആക്ച്വലി ഇതൊക്കെ നമ്മളെ വിശ്വാസമാണ്. എനിക്ക് ഒരാളോട് സംസാരിക്കാൻ പേടിയുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് അത് നമ്മളെ നീഡാണ്. നമുക്ക് സംസാരിക്കേണ്ട ആവശ്യം. എനിക്ക് ആദ്യം ആരോട് സംസാരിക്കാൻ ഫിയർ എക്സ്ട്രീം അഫീഫാണല്ലേ ഇത് മെസ്സേജ് ചെയ്യണത്. ആരെ മെസ്സേജ് ചെയ്യണത്? ഈ അഫീഫാണ്. ഇപ്പോഴാണ് നോട്ട് ചെയ്തത്. ഓക്കെ ഓക്കെ, അത് നമുക്ക് സ്ലോലി മാറ്റിയെടുക്കാം. നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അന്ന് എനിക്കും ഇതേപോലെ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ലേനു. ഞാൻ വിചാരിക്കും പിന്നെ ഫ്രണ്ട്സ് ഒക്കെ മറ്റൊരാളുടെ ഇടപെടുമ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടാ. നമ്മളെ മടിന്റെ കാര്യത്തില് ഈ കംഫർട്ട് സോൺ ഭയങ്കര പ്രശ്നമാണ്. ഈ കംഫർട്ട് സോണിൽ അങ്ങോട്ട് പുറത്ത് കിടക്കുക എന്നുള്ളത് നമ്മളെ ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴും നമ്മളൊരു ഇതിലിങ്ങനെ ഒരു സേഫ് സോണിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് നമ്മളൊരു മൂഡ്. പക്ഷെ ശരിക്കും നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യണം. അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ, അതിനൊന്ന് പുറത്തെടുക്കണമെങ്കിൽ ആദ്യം അതിനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ കൊടുക്കണം. ഇപ്പം ചിലരൊക്കെ കണ്ടേക്കണം, ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടാവും, ഒരു കൂട്ടിലിട്ട് വളർത്തിയ തത്തനെ നമ്മള് അതിന്റെ കംഫർട്ട് സോൺ കൂടാണ്. അപ്പൊ കൂട് തുറന്ന് പറത്തി വിടണം എന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് ഒരു തത്തനെ കൂട്ടിന്ന് പറത്തി വിട്ടാൽ അത് കാട്ടിലെത്തി കുറെ കടി കൊണ്ട് മറ്റ് തത്തകളുടെ കൊത്തേറ്റ് ചാവും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. അതൊരു സത്യം തന്നെ ആവാം, കാരണം അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ആ ഒരു എൻവയോൺമെന്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. പലരും പറയണേ കേട്ടിക്കണ് ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ എന്നുള്ളത്. പക്ഷെ ഞാൻ പറയും ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ ഓക്കെ, പക്ഷെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണതിന് മുന്നേ ബ്രേക്ക് യുവർ കംഫർട്ട് സേഫ് മൈൻഡ്. ആ ഒരു മൈൻഡ് സ്റ്റേറ്റിനെ മാറ്റാം. കംഫർട്ട് ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ നിൽക്കുള്ളൂ, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങനെ ഇതാവുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റുമ്പോഴാണ് നമുക്ക് ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താലും ഓവർകം, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞ് വിഡ്രോ ചെയ്ത് വരും. അപ്പം സ്ലോലി മൈൻഡ് സെറ്റിനെ മാറ്റുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇടപഴകണത്, ഇപ്പൊ ഞാൻ ഇടപഴകേണ്ടി വന്നു. ഫസ്റ്റ് ഇടപഴകണ സമയത്ത് ഞാൻ ഓക്കെ അല്ലേ, ഇപ്പോഴും ഭയങ്കര ഓക്കെ ആണെന്നുള്ളതല്ല. ഇപ്പൊ തന്നെ ഞാൻ എത്രയോ പോയിന്റ്സ് മിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇതിങ്ങനെ ചെയ്യുക. അപ്പം ഇപ്പൊ എനിക്ക് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടമാണ് ഇപ്പൊ ആൾക്കാരോട് സംസാരിക്കണം. അതെങ്ങനെയോ അങ്ങനെ ആയിരിക്കും. ആദ്യം ഒരാളെ വിളിക്കുക എന്നുള്ളത്, എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഓല് എന്ന് വിളിക്കും മണി സംസാരിച്ചാൽ എനിക്ക് നോ പ്രോബ്ലം. പക്ഷെ അതിലപ്പുറത്തേക്ക് പിന്നെ ഹസ്ബൻഡ് എന്ന് വിളിക്കും, ഹസ്ബൻഡ് വിളിക്കണം. അപ്പൊ അതിന് എത്ര സമയം സംസാരിച്ചാലും പോലെ വേറെ ഒരാളും എനിക്ക് വിളിക്കണ്ട. വേറെ അങ്ങനെ ഒരാൾ തന്നെയായിരുന്നു ഞാൻ. കോളേജ് മുന്നിൽ അത് ഒക്കെ മറ്റൊരോട് സംസാരിക്കണം, എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്തിനാ പോലോട് സംസാരിക്കണം, അതിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ഇപ്പൊ എനിക്ക് ആവശ്യം വന്നു. അപ്പൊ നമ്മളെ ആവശ്യങ്ങളാണ് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യിക്കണം. അപ്പൊ ഞാൻ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങി. കുറെ ആൾക്കാരോട് സംസാരിക്കും. എനിക്ക് നിങ്ങളൊന്നും പുതിയതായിട്ട് ഫീൽ ചെയ്യണില്ല. എവിടേക്കോ കണ്ട എവിടേക്കോ അറിഞ്ഞ ആളുകളായിട്ട് പിന്നെ നമുക്ക് സിമിലാരിറ്റി തോന്നും. അപ്പൊ നമുക്കത് നമ്മളൊരു പുതിയ ആളുകളായിട്ടോ പുതിയതായിട്ടോ തോന്നാതെ നമ്മളാരോ നമ്മളെ അനിയന്മാരാണ്, നമ്മളെ ഏട്ടന്മാരാണ്, മനുഷ്യന്മാരൊക്കെ നമ്മളെ പോലെ തന്നെയാണെന്ന് അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. എല്ലാവർക്കും വീക്ക് പോയിന്റ് ഉണ്ട്, എല്ലാവർക്കും ഇതാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് പ്രശ്നമൊക്കെ ഓൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോ ഓരെന്തേ വിചാരിച്ചാലും എന്താ, അത് ആ കുറച്ച് ദിവസം കഴിഞ്ഞത് കഴിഞ്ഞ് ഓര് പിന്നെ നമ്മളെ മാർക്ക്, ഓര് പിന്നെ നമ്മൾ ഓർക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ എന്ത് പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് ഞങ്ങളതൊക്കെ മറക്കൂലേ, നിങ്ങൾ എന്നെ മറന്നേ പോകൂലേ, ഞങ്ങളെയും മറന്നേ പോകും ചിലപ്പോ. അപ്പം ഇതൊക്കെ ഇപ്പൊ മാറ്ററാണ്, പിന്നെ കുറച്ച് ഞാൻ മാറ്റർ അല്ല. അത്ര മാത്രം ചിന്തിച്ചാൽ മതി. അഫീഫ കേൾക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്
ഫീഫ സംസാരിച്ചോളൂ, ഡോൺ വറി അബൌട്ട് എന്താണ് മറ്റുള്ളവർ നമ്മൾ ചിന്തിക്കണ്ട. ഫീഫക്ക് കൺവേ ചെയ്യാനുള്ള കാര്യം ഫീഫ കൺവേ ചെയ്യുക, പറയാ. നമുക്ക് പറയാതെ നമ്മൾ തന്നെ പറയണ്ടേ, അത് പറയാം. പിന്നെ ഓരെന്ത് വിചാരിക്കുക അത് വിചാരിച്ചോട്ടെ. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോ ഇവരൊക്കെ നമ്മളെ ആൾക്കാരാണ്. ഇവരൊക്കെ ആരും പുതിയതല്ല, എല്ലാരും നമ്മളൊക്കെ അറിയണ പോലെ തന്നെ. നമ്മളും ആരെക്കാളും മുകളിലല്ല, ആരും നമ്മളെക്കാളും മുകളിലല്ല. അത് ഒരു വിഷയമുണ്ട്. ഓർക്കൊക്കെ നല്ല സമയം കഴിയും, ഓരൊക്കെ ഭയങ്കര സെറ്റാന്ന് തോന്നുന്ന സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. നേരെ തിരിച്ച് ഓലും നമ്മളെ പോലെ തന്നെയാണ്, നമ്മളും ഓലെ പോലെ തന്നെ. ആരും മേലെ ചെറിയ അല്ല, ഓരോരുത്തരും ഓരോരോ ക്യാരക്ടർ, ഓരോരോ സ്വഭാവം. താങ്ക് യു. അപ്പൊ ഓരോരുത്തരും ഓരോരോ സ്വഭാവം അത്ര മാത്രം നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഇടപഴകുമ്പോ അതങ്ങനെയുണ്ട്, സ്ലോലി സ്ലോലി വരും. പിന്നെ ഇത് നമുക്ക് പഠിപ്പിക്കാനോ പഠിക്കാനോ പറ്റണതല്ല. ഇത് നമ്മള് ഇങ്ങനെ പകർന്ന് നമ്മളിങ്ങനെ കണ്ടും കേട്ടും ചെയ്തും ഇങ്ങനെ വരുന്ന സംഭവമാണ്. ഇടപഴകുന്ന സമയം ഹൃദയം തുറന്ന് ഇടപഴകുക, അത്രേ ഉള്ളൂ. അവിടെ ബിൽഡപ്പ് ഒന്നും കൊടുത്തിട്ടുണ്ട്. മനസ്സിലുള്ളത് ആരെന്ത് വിചാരിച്ചോട്ടെ, ഹൃദയത്തിലുള്ളത് പറയാം. അബദ്ധങ്ങൾ സംഭവിച്ചോട്ടെ, അബദ്ധങ്ങളാണല്ലോ മനുഷ്യന്, അബദ്ധങ്ങൾ സംഭവിക്കുമല്ലോ. ഫസ്റ്റ് അബദ്ധം സംഭവിച്ചോണ്ടല്ലേ മനുഷ്യൻ ഭൂമിയിൽ ഇറങ്ങിയത്, അല്ലെ? ഒരു പഴം കഴിക്കരുതെന്ന് പറഞ്ഞ പഴം കഴിച്ചു, അത് മനുഷ്യന്റെ സ്വഭാവം. അപ്പം അവിടുന്ന് സ്വർഗത്തുനിന്ന് ഭൂമിക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പൊ അത്രത്തോളം മനുഷ്യന് വീക്കാണ്. എത്ര ആളും ആരും ഭയങ്കര പെർഫെക്റ്റ് അല്ല. അപ്പൊ അത്രമാത്രം മനസ്സിലാക്കി നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുക. ലൈഫ് കുറച്ചേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ നമുക്ക് ഫുള്ള് ക്ലിയർ ആക്കി നോക്കി നിൽക്കുമ്പോഴേക്ക് നമ്മൾ ടൈം പോകും. ഇന്ന് ചെയ്യാനുള്ളത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഇന്ന് ചെയ്യാന്നുള്ള മൈൻഡിൽ എന്തായാലും കൊടുക്കുക കേട്ടോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും താങ്ക് യു പറഞ്ഞ സാബിക മാം. പിന്നെ അഫീഫ താങ്ക് യു. മാമിന് സംസാരിക്കുക എന്നുള്ളത് ഒരു കൈൻഡ് ഓഫ്, നമ്മളിപ്പോ ഓരോരുത്തരും ഇപ്പൊ ഓരോ ബാച്ചിൽ ഓരോ ആൾക്കാരത് പറഞ്ഞത് നമ്മൾ പറയുന്ന ഒരു സംഭവം നമുക്ക് എപ്പോഴും നമ്മളെ പറ്റാതായിട്ടുണ്ട്. ഞാൻ ആൾക്കാരെ മുന്നിൽ ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാവൂല, ഞാൻ എന്നെ കണക്ട് ചെയ്യുന്ന അധികം ആൾക്കാരുടെ അടുത്ത് അതാ പറയല്. ഫസ്റ്റ് നമ്മൾ അത് മാറ്റണം. നമുക്ക് നമ്മളുള്ളിൽ കോൺഫിഡന്റ് ഉണ്ടാവണം. ഇന്ത്യക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇന്ത്യ ഈ രൂപത്തിലും കുറെ ആൾക്കാർക്കുള്ള പ്രശ്നമാണ് എന്റെ ശബ്ദം ആർക്കും പറ്റൂല. ഞാൻ അതിന്റെ ഒരു വിക്ടിം ആയിരുന്നു കേട്ടോ കുറെ കാലം. എന്റെ ശബ്ദം അത്ര നല്ലതല്ല, മറ്റേ പാറ മറിക്കുന്ന ശബ്ദം എന്നൊക്കെ പറയല്ലോ. പക്ഷെ ഇന്ന് ഞാൻ കേൾക്കണ വേർഡ്സ് മിസ്സിനാ നിന്റെ നല്ല വോയിസ് ആണ് കേട്ടോ, അങ്ങനത്തെ ഒരു സാധനമാണ്. പിന്നെ ഇത് മാറി വരും. പിന്നെ നമ്മൾ ആദ്യം സ്വീകരിക്കുക, എങ്ങനെ ആയിക്കോട്ടെ ഈ ശബ്ദത്തിൽ ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല, ഇതിൽ വേറെ തെറ്റൊന്നുമില്ലല്ലോ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത എന്ത് കാര്യം നമുക്ക് എല്ലാ സമയത്തും ചെയ്യാന്നുള്ളതാണ്. അതിനൊരു തെറ്റുമില്ല. നിങ്ങൾ പിന്നെ ഈ നിങ്ങളെ വോയിസ് ഒന്ന് കേട്ടു നോക്കി. നിങ്ങൾ റെക്കോർഡ് ചെയ്ത വോയിസ് ചിലർക്കൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരിത് തോന്നും ഫസ്റ്റ് ടൈം. അത് എല്ലാവർക്കും തോന്നുന്നതാണ്. പിന്നെ അതങ്ങനെ യൂസ്ഡ് ആവും. അതെ അതെ, ഫസ്റ്റ് ടൈം അതൊരു എന്താ പറയാ ഒരു ബ്രേക്കാണ്. മറ്റേ എന്താ പറയാ നടന്ന് നമ്മൾ വീണിട്ട് നടന്നാൽ പഠിക്കാന്ന് പറഞ്ഞ പോലെ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇന്നലെ അഫീഫ മാമി സെഷനിൽ ഷെയർ ചെയ്ത ഫീഡ്ബാക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ പേടിനെ കണ്ടില്ല. അവിടെ അഫീഫ എന്നുള്ള സംസാരിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടീനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ മാതിരി നമ്മളൊരു പേടി എന്താ പറയുക, ആൾക്കാരൊക്കെ നമ്മളെ നോക്കി നമ്മളെ കുറ്റം നോക്കിക്കാന്ന്. പക്ഷെ ആർക്കും ഒരു സമയമില്ല എന്നുള്ള വേറെ സത്യമുണ്ട്. എല്ലാവർക്കും എല്ലാവരുടെ കാര്യം തന്നെയാണ് വലുത്. അപ്പൊ ഈ സെഷൻ കൂടെ പൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിത്തെ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നത് പോട്ടെ, പിന്നെ കാര്യങ്ങൾ പോലും നമുക്ക് ഓർക്കാൻ സമയം ഉണ്ടാവില്ല. അതിന് മടിയായിരിക്കും. മടിന്റെ ക്ലാസ് ആണല്ലോ നടന്നിട്ടില്ലേ. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിക്ക് സംസാരിച്ച് പഠിക്കുക. അവസരങ്ങൾ കിട്ടുമ്പോൾ അതിനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഫ്രീ ടോക്കിൽ ഇപ്പൊ നമ്മൾ യൂണിക് ടോക്ക് നമ്മളെ മാക്സിമം സെൽസറും അവൈലബിൾ ആക്കുന്ന ഒരു ഓപ്ഷൻ ആണത്. സംസാരിക്കാൻ ആഗ്രഹമുള്ള ഇപ്പോൾ സംസാരിക്കാം. പേടിച്ചിട്ടും പറ്റിയിട്ടും തെറ്റിയിട്ടും മുട്ടിയിട്ടും ഒക്കെ തന്നെ പഠിച്ചിട്ടില്ലേ. മനുഷ്യരാകുമ്പോൾ നേരത്തെ സഭിക്കാൻ വന്ന പോലെ ഓരോ ഫിയർ ബ്രേക്ക് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. നമ്മളെ കയ്യിൽ ഒന്ന് തെറ്റിയെന്ന് കരുതിയിട്ട് നമ്മൾ പഠിച്ചോന്നല്ലോ തെറ്റാതിരിക്കാൻ. തെറ്റ് പറ്റുന്ന സമയത്തൊന്ന് സോറി പറയാം, എന്റെയൊക്കെ തെറ്റിയതാണ് എന്ന് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. എന്തായാലും താങ്ക് യു. നെക്സ്റ്റ് ആരെങ്കിലും ഫീഡ്ബാക്ക് ആയിട്ടോ സജഷൻ ആയിട്ടോ ഡൗട്ട് ക്ലിയറൻസോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മളെ മുജീബ് സർ, സത്യൻ സർ, നോബ് സർ, സോറി നോമാൻ സർ. ആ മുജീബ് സർ. കേൾക്കാമോ? ആ കേൾക്കാം സർ. ഓഡിബിൾ ആണോ? ആ ഓഡിബിൾ ആണ്, പറഞ്ഞു. ആ സാറ് നല്ല സ്പീച്ചായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക, നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാം. അത് വളരെ വാല്യുബിൾ ആയിട്ട് തോന്നി. പിന്നെ ആക്ഷൻ ആൻഡ് വിഷ്വലൈസേഷൻ ഇതിന് ഹൈലൈറ്റ് കൊടുത്തതിലും വളരെ ഒരു ഉപകാരപ്രദമായി തോന്നി. പിന്നെ എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഞാനേ പിന്നെ ഇപ്പൊ അടുത്ത് തിരക്ക് കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. ഉദാഹരണമായിട്ട് ഞാൻ 4:30 എഴുന്നേൽക്കുന്ന ആളാണ്. ഇപ്പം കുറെ തിരക്കുകളുണ്ട്, അത് 5 മണിക്കാക്കി. പിന്നെ ജിമ്മിൽ കുറച്ച് കാലമായി പോവുക, കുറച്ച് കാലമല്ല, ഒരു ഡിസ്കണ്ടിന്യൂ ആയി പോകുന്നത്. അത് ശരിക്കും മടി കൊണ്ടാണോ അല്ലെങ്കിൽ വർക്ക് ലോഡ് കൊണ്ട് വരുന്നതാണോ? അതൊന്ന് പറഞ്ഞു തന്നോ.
അത് മാഡം? സാറിന് പറഞ്ഞല്ലോ കുറെ തിരക്കുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഒരിക്കലും അത് ആ മടി ആ കൊണ്ടല്ലല്ലോ, വർക്ക് ലോഡ് ആ കൊണ്ട് വരുന്നതാണല്ലോ. അപ്പൊ അതാണല്ലേ. ആ നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഉം. ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്നുള്ള, എല്ലാ കാര്യങ്ങളും ഒരു ദിവസം തന്നെ ഒന്നിച്ച് ചെയ്യണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി കൊടുക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ഒന്നും കൂടി നമ്മൾ ലോ ആവും. നേരെ തിരിച്ച് നമ്മൾക്ക് ഒരു വീക്ക് സമയം ഉണ്ടല്ലോ, ആ ഓരോ വീക്കിലും ഇന്ന ഇന്ന കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ പ്ലാനിങ്സും ഷെഡ്യൂളും അതിനെ റിട്ടേൺ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ടിക്ക് ഇടുന്ന സമയത്ത് കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ട്, ഒരു പ്ലഷർ ഉണ്ട്. അപ്പം ഉം, ആഹ്, അപ്പം എന്താ അതിങ്ങനെ ടിക്ക്, ഞാൻ അടിയിൽ ഇങ്ങനെ ഇത് വായിച്ചു നോക്കിയതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ബ്രേക്ക് വരുന്നത്. അപ്പം ഉം. നമ്മൾ അത് ടിക്ക് ഇടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷർ ഉണ്ട്. ആ പ്ലഷറിൽ നമ്മൾ ഫോക്കസ് ചെയ്യും. അപ്പം പിന്നെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്ക് ഇത്ര ടൈം ഉറങ്ങണം നിർബന്ധം എന്നുള്ളതല്ല, പക്ഷെ ഒരു മിനിമം കുറച്ച് സമയമെങ്കിലും നമ്മൾ ഉറങ്ങണം. ഉറക്കം പോയാല്, ഉറക്കം നഷ്ടപ്പെട്ടാൽ എന്താ വെച്ചാൽ നമുക്ക് രാവിലെ എണീറ്റ് വർക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മളത് മടിയോണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. രാത്രി 2 മണി വരെ അത് അധികം സത്യൻ സാർ ഒന്നും ആ കാറ്റഗറിയിൽ പെടൂല. പക്ഷെ എന്താ, ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ 2 മണി 3 മണി 4 മണി വരെ ഫോണിൽ സ്ക്രോൾ ചെയ്തിട്ട് രാവിലെ 6 മണിക്ക് എണീറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് പറ്റൂല. കാരണം നമ്മളെ ഉറക്കം പ്രോപ്പർ അല്ല. അപ്പൊ നമ്മളെ എന്താ നമ്മളെ ഉള്ളിലുള്ള ഒരു മെക്കാനിസവും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യൂല. കുറച്ച് സമയം ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. അപ്പൊ ഒരു ദിവസം സാറ് ബോഡിക്ക് ഇത്ര ടൈം റെസ്റ്റ് കൊടുക്കാനുള്ള ഒരു ടൈം അതിനും കണ്ടെത്തണം. റെസ്റ്റിംഗ് ടൈം നമ്മളെ ഒന്നും കൂടി പവർഫുൾ ആക്കും. സാർ, ഇന്ന് ഞാനിപ്പോ വായിക്കുന്ന ഒരു ബുക്ക് ഉണ്ട്, അതായത് ദി സീക്രട്ട്. അതിൽ പറയുന്നുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ കൂടി വെച്ചാല് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് ശരിയെന്ന് തന്നെയല്ലേ? അതെ അതെ. തീർച്ചയായിട്ടും ആ ആ ഒരു ആ ചിട്ട ഇത് നമുക്ക് ചിട്ടയോട് ക്രമം കൂടിയ, കൊണ്ടുവരണം. ആ ആ അതെ, ആ ഈ ഇത്രയേ ഉള്ളൂ ചിട്ട സാർ. പറഞ്ഞോളൂ. ചിട്ട, താങ്ക് യു. ഇത്രയും താങ്ക് യു. ഈ ചിട്ട എന്ന് പറയുമ്പോൾ മറ്റേ പട്ടാള ചിട്ട തന്നെ ആവണമെന്നില്ല കേട്ടോ. അതായത് ഞാൻ 8 മണിക്ക്, 6 മണിക്ക് എണീക്കുന്നു, 8 മണിക്ക് ജിമ്മിൽ പോകുന്നു, 10 മണിക്ക് വന്ന് ഭക്ഷണം കഴിക്കുന്നു, 12 മണിക്ക് ഓഫീസിൽ പോകുന്നു, 4 മണിക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ തന്നെ ആവണമെന്നില്ല. എല്ലാ കാര്യങ്ങൾ ചെയ്തു പോകാന്നുള്ള ആ ഒരു ചിട്ട ഉണ്ടല്ലോ. ഞാൻ ആ സീക്രട്ട് ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു ടു ഡു ലിസ്റ്റ് ഒക്കെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ ഉറപ്പുവരുത്തുക, ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കും. ഇപ്പൊ കുറച്ച് ആൾക്കാർക്ക് കേൾക്കുന്ന ഒരു ഇഷ്യൂ ആണിത്. കുറെ പ്ലാൻ ഉണ്ടാവും, പ്ലാൻ നടക്കാത്തതിന്റെ പേരിൽ ഇവർക്ക് സങ്കടം വരിക ചെയ്യാം. അതായത് ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്യേണ്ട, എനിക്കൊന്നും പറ്റണില്ല. അപ്പൊ അത് എന്നിട്ട് ആ ഒരു സങ്കടം കൊണ്ട് പിന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ കുറച്ച് കേൾക്കലുണ്ട്. അപ്പൊ അങ്ങനത്തെ നമ്മളൊരു പട്ടാളച്ചിട്ടില്ലാണ്ട് നമുക്ക് മനുഷ്യന്മാർക്ക് പറ്റുന്ന രീതിക്ക് അങ്ങനെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും. ആഴ്ചയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വീക്കിലി പിന്നെ ചെക്ക്, ഒരു ആഴ്ച കഴിയുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഉറപ്പുവരുത്താം. ആ ഒരു ശീലം നല്ല യൂസ്ഫുൾ ആയിരിക്കും. മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക. ചെയ്യുന്ന കാര്യങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതെ ഇത്ര അതെ. സമയത്തിന്റെ ഉള്ളിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ഫീൽ ചെയ്തിട്ട് ഇനി അടുത്തത് ചെയ്യാണ്ടല്ലോ ത്വര വെച്ചിട്ട് ചെയ്യാതെ ഇത് ചെയ്യണതൊന്ന് വൃത്തിക്ക് ചെയ്യുക. അതിന് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുക. നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നത്, ഒരു ദിവസം പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഏറ്റാ മതി. നമ്മളോട് ഏറ്റാ മതി. അപ്പൊ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. നമ്മളത് ആ ഒരു കറക്റ്റ് ഇതിൽ ഓടി ഓടി എവിടേക്കാണ് ഓടുന്നത്, ഓടി ഓടി നമ്മൾ കുഴങ്ങും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓട്ടത്തിന് പകരം അതൊന്ന് അറിഞ്ഞ് നടന്ന് നമ്മൾ നേടാൻ ശ്രമിക്കുക. ടൈം ഉണ്ട്, സമയം ആക്ച്വലി ഒരു മിത്താണ്. അപ്പൊ അതും മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മുജീബ് സർ ഹാൻഡ് റൈസ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. സാർ അങ്ങോട്ട് ഇല്ല, ഞാൻ ടൈം മതിയായി കഴിഞ്ഞ പിന്നെ ഹാൻഡ് റൈസ് കൺട്രോൾ ചെയ്താണ്. പ്രോഗ്രാം കുഴപ്പമില്ല. നല്ല ഉഷാറായിട്ട് പോയിരുന്നു, നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നേരം കേൾക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഒരു ചെറിയൊരു ഡൗട്ട് എന്ന് വെച്ചാല്, ഞാൻ ഇപ്പൊ ഒരു അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 5 മണിക്ക് അലാറം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4:55 ഉള്ള ശീലം ഉണ്ടായിരുന്നു. ഒരു 2-3 മാസമായിട്ട് ആ ശീലം അങ്ങോട്ട് ഓട്ടോമാറ്റിക് കട്ടായി. അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ആക്ച്വലി മടിയുടെയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ്? അതുകൂടാതെ വേറെ ഒരു കേസുകളുണ്ട്. അപ്പൊ ഒരു 10 കിലോമീറ്റർ യാത്രയാണ്. അപ്പൊ ഒരു 10 മണിക്ക് അവിടെ എത്തണം. അപ്പൊ നമ്മ അരമണിക്കൂർ അവിടെ യാത്ര ചെയ്യണം എന്നുള്ള കാൽക്കുലേഷന് പോകുമ്പോ നമ്മ ഈ ഇടക്ക് വാച്ചിൽ വെക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക് സ്ലോ ആവണേ മടിയുടെ ഭാഗമാണോ, അല്ലെങ്കിൽ അത് ഒന്ന് കറക്റ്റ് ഒന്ന് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് വിശദീകരിച്ചത്. അത് നിങ്ങൾ ഫസ്റ്റ് ചോദിച്ചു എനിക്ക് ക്ലിയർ ഇത് മനസ്സിലായി. മറ്റേത് അലാറത്തിന്റെ എന്തേനു? അലാറം അലാറത്തിന്റെ എന്ന് വെച്ചാല് ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ. അലാറം മൈൻഡ് സെറ്റാണ്.
അപ്പൊ ഏത് ടൈം ആ, ആണെങ്കിലും, ഒരു 10 മണിയാണെങ്കിലും 2 അത് ഫോണിൽ മണിയാണെങ്കിലും വെക്കലാണ്. കേൾക്കുന്നില്ലേ? ഫോണില് ഞാൻ മ്യൂട്ടാണോ? ഇല്ലല്ലോ. ഫോണിൽ അലാറം വെക്കുന്ന കാര്യമാണോ പറഞ്ഞത്? ഫോണിൽ അലാറം വെച്ചാലും ഞാൻ ഉണരണ സമയം അതിനും 5 മിനിറ്റ് മുമ്പായിരിക്കും. ആ ഒരു ഓ. ശീലമായിരുന്നു ഒരു 10, 30, 20, 30 വർഷത്തിനിടയ്ക്ക് അങ്ങനെയായിരുന്നു. ഒരു 3-4 ഉം, മാസമായിട്ട് ആ ശീലം അങ്ങോട്ട് മാറി. ഉം. അപ്പൊ അത് മടിയുടെ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോൾ ടൈമിന്റെ ഷെഡ്യൂൾ ഇങ്ങനെ മാറിയിട്ടുണ്ട്. അതാണ് ടൈം ഷെഡ്യൂൾ മാറിയതാണ്. അത് മടി എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെട്ടു. മടി എന്ന് പറയുന്ന സമയത്ത് ചെയ്യാനേ തോന്നാത്തൊരവസ്ഥ, എഴുന്നേൽക്കാനേ തോന്നാത്തൊരവസ്ഥ, അതൊരു തരം ക്ഷീണം ഇപ്പൊ നമ്മള് ഒരു ഒരു നെഗറ്റീവ് എനർജി നമ്മളെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ഫീൽ ആണ് ആക്ച്വലി മടി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ പോലെ ഇവിൽ ഐ എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റിക്ക് വരാൻ കാരണം എന്തോ ഒരു നെഗറ്റിവിറ്റി നമ്മളെ ഉള്ളിലുണ്ട് എന്നുള്ളത്. അപ്പൊ അതിനെ നമ്മള് കുറച്ച് ഫോഴ്സ്ഫുള്ളി നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇതാ തന്നെ വേണം. പക്ഷെ ചില സമയത്ത് നമ്മളെ ബോഡി ആയാലും മൈൻഡ് ആയാലും ഓവർ ഇതാവണ സമയത്ത്, ഇപ്പൊ നിങ്ങള് സ്ട്രെസ് ആവണ സമയത്ത് നിങ്ങൾക്ക് ക്ഷീണം വരാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മടി വരാൻ കാരണം അതാണ്. അത് ഓവർ അതിന്റെ ഭാരം നമുക്ക് സ്വാഭാവികമായും ആലോചിക്കാലോ. നമ്മളൊന്ന് താഴോട്ട് വലിയും. അപ്പം ഒന്ന് റെസ്റ്റ് കൊടുക്കണം, ഒന്ന് റിലാക്സ് കൊടുക്കണം. നമ്മളെ ബോഡി അതൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ബോഡി ആയാലും മൈൻഡ് ആയാലും ഒക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് നമ്മൾ 5 വക്ത് നിസ്കാരം പ്രാക്ടീസ് ചെയ്യണത്? അല്ലെങ്കിൽ എന്തിനാണ് ഒരാൾ അമ്പലത്തിൽ പോണത്? ഓരോരുത്തരും അവനവന്റെ കാര്യം പ്രാക്ടീസ് ചെയ്യണത് അവിടെ ഒരു റിലാക്സേഷൻ ഉണ്ട്, അവിടെ ഒരു മൈൻഡ്ഫുൾനെസ് ഉണ്ട്, അവിടെ ഒരു മെഡിറ്റേറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാനാണ്. പക്ഷെ നമുക്ക് ഇതും ഇത് പ്രാക്ടീസ് ചെയ്യണല്ലോ എന്നുള്ളതിൽ ഇതും കൊണ്ടൊരു കുത്തിമറിയണ ഫോമിൽ ആക്കിയിട്ട് നമുക്ക് അതും ഒരു ഇടങ്ങാറായിട്ട് തോന്നാണ്. പക്ഷെ അത് ആക്ച്വലി ഒന്ന് നമ്മളെ തിരിച്ചെടുക്കണ ഒരു കാര്യമാക്കി മാറ്റുക. മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇനിയിപ്പോ നിങ്ങൾ കുറച്ചൊന്ന് അലാറം അങ്ങോട്ടോ അങ്ങോട്ടോ ആയാലൊന്നും പ്രശ്നമില്ല. നിങ്ങളെടുത്തൊരു ചെറിയ സമയത്ത് നിങ്ങൾ ബോധപൂർവം ചെയ്യാത്ത സമയത്തിന്റെ പേരിൽ വന്ന ഒന്നും പ്രശ്നമില്ല. കാരണം ഇതൊക്കെ അറിയണ ആൾ ക്രിയേറ്റർ എന്ന് പറഞ്ഞത് നമ്മളെ മനസ്സാണ്. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടൂല. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചിലപ്പോ ആ ഒരു ഉറങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോ അത്രയും എനർജി ഒരു റിലാക്സ് അല്ലെങ്കിൽ റീഫ്രഷ്മെന്റ് നിങ്ങളെ മൈൻഡിന് ഫീൽ ചെയ്യണമെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുക. അപ്പൊ അവിടെ നിങ്ങൾ ആ ഒരു ടൈമിനെ നിങ്ങൾ വാല്യൂ ചെയ്യുക. എനിക്ക് നല്ല മുഖപരിചയം തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഷാബിക എവിടേക്ക് നമ്മള് ഫെസ്റ്റ് 5-ല് പാർട്ടിസിപ്പന്റ് ആണ്. പിന്നെ ഇപ്പൊ ഗ്രോത്തെക്സിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ കണ്ടുപരിചയം. പിന്നെ നമ്മളെ ഗ്രോടെക്സിൽ എനിക്കറിയാം. ഗ്രോടെക്സിലൊക്കെ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. അഫീഫ് അഹമ്മദ്, ജാസിം, ഇവരൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ട് ഗ്രോടെക്സില്. പിന്നെ ഇടയ്ക്ക് പക്ഷെ ഇങ്ങനെ അതിന് മുമ്പ് അവിടെ യൂട്യൂബിലൊക്കെ ഉണ്ടാവും. ഈ യൂട്യൂബിൽ വീഡിയോസ് മേ ബി കണ്ടിട്ടുണ്ടായിരിക്കും. ആ, ചെറിയൊരു വ്ളോഗിംഗ് ഒക്കെ പറയാം. ചെറിയ രീതിക്ക് ചെയ്യുന്നതാണ്. ചെറുതായിട്ട് ആ, ആ, കാര്യമായിട്ടില്ല. ആ, ആ. ചിലപ്പോ അതായിരിക്കും നമ്മള് ഉം, കുറെ ബിസി വന്നുകൊണ്ടാവുമ്പോ നമ്മളെ റൊട്ടീനിലൊരു ചേഞ്ചസ് ഉം, വരുമല്ലോ. അപ്പൊ കുറച്ച് ഉം. മുന്നേ നമ്മളെ ഫാമിലി റിലേറ്റീവ് പറഞ്ഞത് പണ്ടൊക്കെ എനിക്ക് തഹജ്ജുദിന് അലാറം വെക്കാൻ എണീക്കാൻ പറ്റിയെന്ന്, ഇപ്പൊ അത് പറ്റണില്ല എന്നല്ല. അപ്പൊ അവർക്ക് വന്നൊരു കേസ്, അവര് മകളെ കല്യാണമായി ബന്ധപ്പെട്ട് കുറെ സ്ട്രെസ് ആയിക്കാണ്ട് കുറച്ചു കാലം ആ ഒരു ശീലത്തിൽ മാറ്റം വന്ന് പിന്നെ അത് മൊത്തം മാറിയൊരു സംഭവമായിരുന്നു. ചിലപ്പോ നമ്മൾ ടെൻഷൻ എടുത്തിട്ടുണ്ടായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും എന്നുള്ളത്. അതിൽ ബേജാറൊന്നും ആവണ്ട. അതൊരു എന്താ പറയാ, മാറാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാന്നില്ല. സോ മനുഷ്യരല്ലേ, ഇതാക്കില്ല. പതിയെ അത് ശരിയായിക്കോളും. താങ്ക് യു. നെക്സ്റ്റ് ന്യൂമാൻ സർ, ജാസിം സർ എന്തെങ്കിലും പറയാനോ ഫീഡ്ബാക്കോ സജഷനോ ഉണ്ടായിരുന്നു? രണ്ടുപേരും വീഡിയോ മോഡിൽ ഫുള്ളി ഇരുന്ന് നമുക്ക് എനർജി പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹലോ, പറയൂ. ഞാന് സംസാരിച്ചങ്ങനെ ശീലമൊന്നുമില്ല. അങ്ങനെ പിന്നെ തന്നെയാണ് ശീല. മടി മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ അലാറത്തിന്റെ കേസ് പറഞ്ഞത്, അലാറം അടിച്ചാലും അത് ഓഫാക്കിയിട്ട് വീണ്ടും കടന്നുറങ്ങും. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ മുന്നേ ജിമ്മിൽ അതിന് പോയിരുന്നു, solution- അതില്ല, ആ, അത് നിന്നപ്പോ. അതായത് ഞാനൊരു 3 മാസം മുന്നേ വരെ നഴ്സിംഗ് പഠിക്കായിരുന്നു. ഇപ്പോ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഇപ്പോ വെറുതെ ഇരിക്കുക. ഇനി രജിസ്ട്രേഷന് വെയിറ്റ് ചെയ്യുക. അപ്പോ അതിനുശേഷം ആകെ റുട്ടീനൊക്കെ താളം തെറ്റി. രാവിലെ നീക്കില്ല, സുബഹി അധികം മിസ്സാവും. അങ്ങനെയൊക്കെയാണ് ഇപ്പോ.
പിന്നെ ജിമ്മ് പോകാൻ മടി. മൊത്തത്തില് ഫസ്റ്റ് ഒരു കാര്യം പറയട്ടെ, ആ നിങ്ങൾ അലാറം ഒന്ന് കുറച്ച് ദൂരെ കൊണ്ടുപോയി വെക്കുക, ഒന്ന് എണീറ്റ് പോകാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കുക. അപ്പൊ എണീക്കുമ്പോ തന്നെ കുറച്ചൊരു റിസ്ക് എടുക്കുമല്ലോ നമ്മള്. അപ്പൊ ആ ഒരു എണീക്കുന്ന ആ ഒരു ഇത്, അതെ, ഫോൺ കുറച്ച് ലോങ് വെച്ചാൽ മതി. അതാണ് കുറച്ച് ലോങ്. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അപ്പൊ കുറച്ച് ലോങ് കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ എണീറ്റ് പോണ സമയത്ത് പിന്നെ നമ്മളൊന്ന് വർക്ക് ചെയ്യണ്ട, പിന്നെ നമുക്ക് ഉറക്കം വരില്ല. പിന്നെ ഒന്ന് മൂത്രമൊഴിക്കാൻ എന്തിനെങ്കിലൊക്കെ ഒന്ന് പോവാ, എന്തെങ്കിലും. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് പിടിച്ചിക്കാൻ നോക്കുക, ഒന്നുകൊടുത്ത് നിസ്കരിക്കുക. അപ്പം 2 ദിവസം കഷ്ടപ്പെട്ട് നിൽക്കുക, പിന്നെ അതെങ്ങനെ നമ്മളെ ഓട്ടോമാറ്റിക് ചിലപ്പോ നിങ്ങൾക്ക് പിന്നെ ആ സമയം കിടന്നാലും ഉറക്കം വരാത്തൊരു മോഡിലേക്ക് മാറും. പിന്നെ പിന്നെ ചിലപ്പോ അതുപോലെ തന്നെ പറഞ്ഞോളൂ, കവിത പറഞ്ഞോളൂ. അല്ല, ചിലപ്പോ നമുക്ക് മിസ്സിന് ഉറക്കം ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്റെ ഒരു പ്രശ്നം കുറച്ച് മുന്നേ ഉണ്ടായത് അതായിരുന്നു. എനിക്ക് 4:30 എണീക്കണം, പക്ഷെ 10:30 ഉറങ്ങാൻ ഞാൻ റെഡിയല്ല. ചിലപ്പോൾ 11:30 ആയിട്ടുണ്ടാവും. നമ്മൾ ഓവർലോഡ് കൊടുക്കില്ല. ചിലപ്പോൾ അതുമായിരിക്കും, നമ്മൾ റീൽസ് അങ്ങനെ കണ്ട് കണ്ട് ചിലപ്പോൾ 1 മണി അല്ലെങ്കിൽ 1:30 12 ആയിട്ടുണ്ടായിരിക്കും കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ 5:00 നീക്കണം എന്ന് പറയുന്നത് അവിടെ പോസിബിലിറ്റി അല്ലല്ലോ. നമ്മുടെ ശരീരം ഒരു ഉറക്കം ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ടും കൂടെ ആയിരിക്കും. നമ്മൾ തടി ക്ഷീണിച്ച് കഴിഞ്ഞാൽ മൊത്തം ക്ഷീണിക്കുമല്ലോ. അപ്പൊ നമുക്ക് സുബഹി നിസ്കരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അപ്പൊ നമ്മൾ ഉറക്കം ആദ്യം റെഡിയാക്കുക എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ടല്ലോ. ചിലപ്പോ കേട്ടോ സ്ലീപ്പിംഗ് റൂട്ടീൻ ടിപ്സ് ഞാൻ അത്ര അതിൽ സക്സസ് ആയ ആളല്ലാത്തതുകൊണ്ട് കുറെ ഞാൻ പറയണില്ല. എനിക്കും ഫ്ലക്ച്വേഷൻ വരുന്ന ഒരു സാധനമാണത്. സ്ലീപ്പിംഗ് റൂട്ടീൻ അധികം ഒരു സമയത്തിന് ശേഷം ഫോൺ എടുക്കാണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം ബേസിക് ആയിട്ട് എല്ലാവർക്കും പറയുന്നതാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ചെയ്യാനുണ്ടാവുക. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ റിലേറ്റീവ് ഉണ്ട്, എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അവിടെ 10 മണിക്ക് പിന്നെ ഉറങ്ങുമായിരിക്കും. അവര് 10 മണി ആയി കഴിഞ്ഞാൽ അവർ ഉറങ്ങിയിരിക്കും. അവർക്ക് ക്ലാസ് പോലും കേൾക്കാൻ പറ്റൂല. ആ സമയത്ത് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി ഉറങ്ങും എവിടെയാണെങ്കിലും. നമ്മൾ വേറെ പറഞ്ഞ അങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓക്കെയാവും. അതുവരെ നമ്മളെ കയ്യിൽ ഫോൺ മാറ്റി വെക്കാൻ നമുക്ക് പോസിബിൾ ആണല്ലോ ഉറങ്ങിയില്ലെങ്കിലും. പിന്നെ എന്താ പറയാ, ഫോണും കൊണ്ട് ബെഡിലേക്ക് പോവാതിരിക്കാന്ന് കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അതൊരു നോട്ടിഫിക്കേഷൻ വരും. പലരും, എനിക്കൊക്കെ കുറച്ച് മുന്നേ വന്നിരുന്നത് അലാറം വെക്കാൻ വേണ്ടി ഫോൺ എടുക്കും. രാവിലെ നേരത്തെ നീക്കുക അലാറം വെക്കാന്. പക്ഷെ അതേക്കാരം പിന്നെ ഉറങ്ങാൻ വേണ്ടി ലേറ്റ് ആക്കാം. പിന്നെ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഒക്കെ നോക്കിയിട്ട്. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഉറക്കം ഒന്ന്, എനിക്ക് കറക്റ്റ് ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം ഞാൻ ഉറങ്ങണില്ലേ കണ്ടിന്യൂസ് ആയിട്ട് എന്നില്ല നമ്മളൊന്ന് ഉറപ്പ് വരുത്തും. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനിലാണോ എന്നില്ല. പിന്നെ കഴിക്കണ ഫുഡ് ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയും. ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കേട്ടോ. എല്ലാവർക്കും എല്ലാതും കണക്ട് ആവണമെന്നില്ല. കഴിക്കുന്ന ഫുഡ് ഇൻഫ്ലുവൻസ് ചെയ്യും. സ്ലീപ്പിംഗ് റൂട്ടീൻ റെഡിയാക്കിയത് തന്നെ നമ്മള് ഈ എന്താ പറയാ മടി അല്ലെങ്കിൽ ക്ഷീണം, ഒന്നും ചെയ്യാൻ തോന്നണില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറും കേട്ടോ കുറെയൊക്കെ. ഇപ്പൊ അതിനെ അസുഖം വരുന്ന ഒരു എന്താ പറയാ ഒന്നൊരു മൂഡില്ലാത്ത അവസ്ഥ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളൊരു ജെൻസി കുട്ടികളൊക്കെ പരിചയം വലിയൊരു സാധനം അത്. ഒരു ചെറിയൊരു മൂഡിൽ ഒരു വൈബ് കിട്ടണില്ല, ഒന്നൊരു സുഖം കിട്ടണില്ല. അതിന്റെ റീസൺ നമ്മൾ ഈ ഉറക്കിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ലൈറ്റ് നൈറ്റ് വർക്ക് ചെയ്യണം. അപ്പൊ 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ പറ്റുകയാണെങ്കിൽ നമ്മളെ സുബഹി നിസ്കാരങ്ങൾ അത് നിങ്ങൾ കുറച്ച് ദിവസം നിസ്കരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ട്രാക്ക് കിട്ടിക്കോളൂ. അത് കറക്റ്റ് ആയി കിട്ടുമ്പോൾ പിന്നെ പതിയെ ഓരോ കാര്യങ്ങൾ പതിയെ പതിയെ തുടങ്ങുക. ഇന്ന് തന്നെ നാളെ നിസ്കരിക്കും, നാളെ ഞാൻ ജിമ്മിൽ പോകും, നാളെ ഞാൻ ഫോൺ ഉപയോഗിക്കൂല, അങ്ങനെ എടുക്കാണ്ട് ഒരു ഡിസിഷൻ എടുക്കുക. പിന്നെ പതിയെ പതിയെ കൂട്ടി വരിക. ഈ കോമ്പൗണ്ട് എഫക്റ്റ് എന്ന സാധനം ഉണ്ട്. പതിയെ പതിയെ വെച്ചിട്ട് പിന്നെ അത് ഉണ്ടായി വരിക എന്ന് പറയുന്ന സംഭവം. എന്നാൽ അതിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ അത് ശരിയായിക്കോളും. പിന്നെ സംസാരിച്ച് ശീലമില്ല എന്ന് പറഞ്ഞില്ല, അത് സംസാരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് ഇപ്പോൾ യൂണിക് ടോക്കിൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും സംസാരിക്കാനുള്ള അവസരമുണ്ട്. ഇവിടെ നമ്മൾ എല്ലാ അവസാനത്തെ ആക്ക് പറഞ്ഞിട്ടും കഴിഞ്ഞിട്ടാണ് യൂണിക് ടോക്ക് വൈൻഡപ്പ് ചെയ്യാറില്ല. അത് അങ്ങനെ തന്നെ സാർ വെച്ച് തരുന്നു. അങ്ങനെ പഠിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നില്ല. അപ്പൊ ആ ഫിയർ ബ്രേക്ക് ചെയ്യാൻ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാം. കിട്ടുന്നതൊക്കെ ഫീഡ്ബാക്ക് ആയിട്ടോ ആദ്യം പറയുമ്പോൾ നമുക്ക് കിട്ടൂല, അല്ലെങ്കിൽ പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടായിരിക്കും. പറ്റുകയാണെങ്കിൽ നമ്മൾ റെക്കോർഡിങ്സ് ഒന്നുകൂടെ കാണുക. നമ്മൾ സംസാരിച്ചത് അപ്പൊ നമുക്ക് ഒന്നും കൂടെ മനസ്സിലായിരിക്കും. അടുത്ത് സംസാരിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നല്ല. അതൊരു പേടി പറഞ്ഞപ്പോ പറഞ്ഞാണ് കേട്ടോ. സംസാരിക്കും, അടിപൊളിയായിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അതൊരു പ്രശ്നം വിചാരിക്കേണ്ട ആവശ്യം. നമ്മളും എല്ലാരും ഒരേ മോഡിലാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തും പറയാനുള്ള ഒരു ഇതാണ് മാത്രം. ഇവിടെ ഒരു ഭയങ്കര പ്രൊഫഷണൽ മോഡിൽ അങ്ങനത്തെ ഇതിലല്ലല്ലോ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ എന്തും പറഞ്ഞോളി. ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിയർ ആവും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അതേപോലെ ഉറക്കത്തിന്റെ കാര്യം പറയുമ്പോൾ ഉറക്കം വല്ലാതെ കൂടിയും പ്രശ്നമാണ് കേട്ടോ. ഉറക്കം രാവിലെ കുറെ കൂടി പോയാലും പിന്നെ ആ മടി ഇങ്ങോട്ട് പോവൂല. അതങ്ങനെ അവിടെ ഓവറായിട്ട് ഉറങ്ങാൻ പാടില്ല, കുറവായിട്ട് ഉറങ്ങാനും പാടില്ല. പിന്നെ നിസ്കാരം നമുക്കൊരു റിഗ്രഷൻ വരും. ആ റിഗ്രഷൻ കൊണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റൂല. അതൊരു മൈൻഡിൽ നിൽക്കും, എന്തോ ഒരു തെറ്റ് ചെയ്ത അതൊരു ഡീമോട്ടിവേറ്റഡ് എലമെന്റ് ആയിട്ട് മാറാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി
നെക്സ്റ്റ്. താങ്ക് യു. നോമാൻ സർ, അഫീഫ മാം, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിരുന്നു. വീഡിയോ മോഡിൽ ഫുള്ളൊക്കെ ഇരുന്ന ക്ലാസ് കേട്ടിരുന്നല്ലോ. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നാസിം ആ സർ പറ. പറഞ്ഞു. നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിലും സംസാരിക്കാൻ ഒരു കണ്ടന്റ് ഉണ്ടാവില്ല നമ്മളെ അടുത്ത്. അത് മെയിൻ പ്രശ്നമാണ്. ഇപ്പോ കുറച്ച് ഒരു പരിപാടിക്കൊക്കെ പോയാൽ കുറച്ച് ആൾക്കാരടി പോവും, എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. ഇപ്പോ വീട്ടിക്ക് റിലേറ്റീവ്സ് വന്നു, സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല, കണ്ണും കണ്ണും നോക്കിയിരിക്കും കുറച്ചു നേരം. നിങ്ങൾ ഓലെ കുറിച്ച് ഓല ആരാണെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളെ വീട്ടിൽ ഒരു റിലേറ്റീവ് വരുമ്പോ അത് ആരാണ്, എവിടെ ഉള്ളതാണ്, അയാളെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് എന്തെങ്കിലും അവരോട് ചോദിക്കാൻ പറ്റുള്ളൂ. അല്ല പക്ഷെ നിങ്ങൾക്ക് ഇത് ആരാന്ന് പോലും അറിയില്ലെങ്കിൽ പിന്നെ എന്താ ചോദിക്കുക? അതൊക്കെ 2 ആ മിനിറ്റില് പറയൂ. ആ എന്തോ ടോക്കൊക്കെ പറയൂ. കഴിയും. ആ കണ്ടന്റ് 2 മിനിറ്റ് കഴിയും. എന്തൊക്കെ വർത്താനം, എന്താ ചെയ്യണ്, വർക്ക് എങ്ങനെ പോണു, കഴിഞ്ഞു. പിന്നെ നിങ്ങൾ സമയം അവിടെ നിൽക്കുക. അപ്പൊ ഓരെന്തെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചോളും. അപ്പൊ അതിന് റിപ്ലൈ പറയാം. അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ ഉണ്ട്. പിന്നെ നമ്മൾ എല്ലാരോടും എല്ലാം സംസാരിക്കണം അങ്ങനെയല്ല കേട്ടോ. ഞാനിപ്പോ എല്ലാരോടും എല്ലാം സംസാരിക്കണ ആളോ, മിസ്സിന് സംസാരിക്കും കുറെയൊക്കെ. പക്ഷെ നമുക്ക് പറയേണ്ട സ്ഥലത്ത് നമ്മൾ പറഞ്ഞാ മതി. പറയേണ്ട ആവശ്യമുള്ളൂ നമ്മൾ സംസാരിക്കുക. എല്ലായിടത്തും പോയി നമ്മൾ കയറി ഇടപഴകണം, സംസാരിക്കണം അങ്ങനെയല്ല. നമുക്ക് ബേസിക് ആയിട്ട് എല്ലാവർക്കും ഒരു അപ്പൊ ആ ഒരു ഞാൻ ഈ മൂഡിലേക്ക് സംസാരിക്കാം. മിസ് സംസാരിക്കണ അത്രയും മോഡിലോ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ ഓരോരുത്തരും ഓരോ മോഡിലാണ് സംസാരിക്കുക, ഓരോ ലെവലിലാണ് സംസാരിക്കുക. അപ്പൊ നിങ്ങള് ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ സംസാരിച്ചല്ലോ, അതേപോലെ ഇങ്ങനെ നിങ്ങളെ മൈൻഡിലുള്ളത് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക. ആ ആശയങ്ങൾ ജസ്റ്റ് ഒന്ന് കൺവേ ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ എന്നല്ല നമ്മളെ മനസ്സിൽ. പലപ്പോഴും ഈ റിലേറ്റീവ്സിന്റെ കേസിലൊക്കെ നമുക്കുള്ളത്, നമുക്ക് എന്തെങ്കിലും ഇനിയിപ്പോ ഞാൻ ചോദിച്ചു പൊട്ടത്തരാവോ എന്നുള്ള പേടി ആദ്യം ഉണ്ടായിരിക്കും. ഇനിയിപ്പോ ഈ കാര്യങ്ങൾ അല്ലെങ്കിലോ എന്നുള്ളത് നമ്മളെ അത് കോമഡി ആയിട്ടുണ്ട്. ഒരാള് മക്കള് 2 മക്കൾ എന്തോ വലിയ ആൾക്കാരാണ്, പക്ഷെ ചോദിച്ചത് മക്കള് പഠിക്കണ്ടോന്നാണ്. നമ്മളീ അറിയാത്ത എന്തെങ്കിലും പോയി ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും. അപ്പൊ അതിന് നിൽക്കേണ്ട, അറിയുന്നതാണെങ്കിൽ നമ്മൾ ചോദിച്ചു നിൽക്കുക. പിന്നെ അതെന്തെങ്കിലും അപ്പൊ വന്നു കഴിഞ്ഞോളൂ എന്നുള്ളതാണ്. പിന്നെ കുറെ സംസാരിക്കണം നല്ല ആള് അല്ലെങ്കിൽ അതാണ് അടിപൊളി, അങ്ങനൊന്നും ഇല്ല കേട്ടോ. അത് ഏത് സമയത്തായാലും കുറച്ച് സംസാരിക്കണവർക്കും അതിന്റെ, പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയാവുമല്ലോ, ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, ഇപ്പൊ ചിലർക്ക് അത് ഇഷ്ടമാണെന്നില്ലല്ലോ. അപ്പൊ നിങ്ങളെ ഇഷ്ടമില്ലായിരുന്നു ഇതൊരു കുഴപ്പമൊന്നുമില്ല, ഡോക്ടറെ കാണിക്കേണ്ട വിഷയമൊന്നും അല്ലത്. അത് സാധാ ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, ഇഷ്ടമില്ല. നിങ്ങൾക്ക് വേറെ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമായിരിക്കും, യാത്ര പോകാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ഇഷ്ടത്തിൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ആൾക്കാരെ കാണുമ്പോൾ ബേസിക് ആയിട്ട് ആരെങ്കിലും വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാൻ, ആർക്കും നമ്മളൊന്നും പ്രശ്നമാക്കാത്ത എന്തോ ആരോട് ചോദിക്കാന്നുള്ളതാണ്. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. താങ്ക് യു. നോമാൻ സർ, അഫീഫ മാം. അൺമ്യൂട്ട് ചെയ്തോളൂ സർ. നോമാൻ സർ ജസ്റ്റ് ആ മൈക്കിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് മതി, അൺമ്യൂട്ട് എന്നുള്ളവിടെ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ വീഡിയോ പറഞ്ഞോളൂ. ഇല്ല, ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് തന്നെയായിരുന്നു. പ്രശ്നമൊന്നുമില്ല, കുറെ അറിവ് കിട്ടിയിട്ടുണ്ട്. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നോമാൻ എന്ത് ചെയ്യുന്നത്? കേൾക്കുന്നില്ല? നോമാൻ എന്ത് നിങ്ങൾ ചെയ്യണതാ? എന്തെങ്കിലും ചെയ്യുന്ന? ആ ഞാന് മൊബൈൽ ഷോപ്പിൽ സർവീസർ ആണേനും പിന്നെ ഇവിടെ കോട്ടയത്ത് ഇപ്പൊ ഒരു പെറ്റ് ഷോപ്പില് ക്ലിനിക്കില് ഗ്രൂമറാണ്. മാഷ് സ്റ്റുഡന്റും അല്ലേ, പഠിക്കുന്നുമില്ലേ? എന്തോ ആ, പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ മൾട്ടിപ്ലിക്കേറ്റിംഗ് ആണല്ലേ? അതെ അതെ. അടിപൊളി. താങ്ക് യു. നെക്സ്റ്റ് ഓക്കെ. ആഫിഫ മാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ബൈ. അൽഹംദുലില്ലാ, നല്ല ക്ലാസ് ആയിരുന്നു. ജസാക്കല്ലാഹ് ഖൈർ. താങ്ക് യു. താങ്ക് യു. വേറെ ഒന്നുമില്ല. ഓക്കെ ഓക്കെ. നമുക്ക് ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ നിങ്ങൾ ഓരോ സംസാരിച്ച് വരുമ്പോൾ ആ ഒരു ഫിയർ അങ്ങനെ പതിയെ ബ്രേക്ക് ആയിക്കോളും.
ഇപ്പൊ എന്തെങ്കിലും സവാദ് ഖാന്റെ ഒരു സെഷനിലെ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ തന്നെ കുറെ ഒരു ആശ്വാസം കിട്ടിയില്ലേ? ഞാൻ എന്തോ ഒരു ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലേ? പിന്നെ അത് പതിയെ പതിയെ ചെയ്തു വരും, ശരിയായിക്കോളൂ കേട്ടാ. ഇൻഷാല്ലാ. നല്ലൊരു ആക്റ്റീവ് ഫേസ് ആണ് മാഷാ അല്ലാ. അഫീഫ നല്ലൊരു ആക്റ്റീവ് ഫേസ് ആണ്. നമുക്ക് കാണുമ്പോ ഒരിക്കലും നിങ്ങൾ പറഞ്ഞ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യണില്ല. അതെ, നല്ല ഒരു ഒരു ഗ്രേസ്ഫുൾ, പ്ലസന്റ് നല്ല ആയിട്ടുള്ള സ്മൈല്, നല്ല ഗ്രേസ്. ഒരു നല്ലൊരു മോഡ് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് കീപ്പ് ചെയ്യുക. നിങ്ങൾ ആ ഒരു സംസാരം ഓക്കെ ആക്കി ഞങ്ങൾ ടോപ്പാണ് മാഷാ അല്ലാ. ഇൻഷാ അല്ലാ. അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, സംസാരിച്ചാൽ മതി. തെറ്റിക്കോട്ടെ, നമ്മളൊക്കെ തെറ്റിന്നെ. ഇപ്പൊ ഞാൻ സംസാരിച്ചിട്ട് എന്താ പ്രശ്നങ്ങള്? അത്രേ ഉള്ളൂ. താങ്ക് യു. ഹലോ, അസ്സാം വലൈക്കും. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. ഞാൻ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. നമ്മളിപ്പോ മടിയാണോന്ന് എനിക്കറിയില്ല. എന്താ പറയാ, നമ്മളിപ്പോ ഒരു കാര്യം നല്ല പ്രോപ്പർ ആയിട്ടൊക്കെ ചെയ്ത് വന്ന് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇടയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു ദിവസം 2 ദിവസം ഒരു ഗ്യാപ്പ് വന്ന് പിന്നെ നമുക്ക് ആ കാര്യം പിന്നെ ചെയ്യാനോ ആ ട്രാക്കിലേക്ക് കയറാനോ നമുക്ക് കഴിയുന്നില്ല. അതിനെന്താ ചെയ്യാ നമ്മള്? അത് നമ്മളെ മൈൻഡിൽ കൊടുത്ത് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം ഡെയിലി എന്നും കൃത്യമാണെന്നുള്ള ഒരു ഇത് നമ്മളെ മൈൻഡിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അത് ബ്രേക്ക് സമയത്ത് നമുക്ക് അവിടെ ഭയങ്കര ഒരു നിരാശ വന്നു. അത് ബ്രേക്ക് ചെയ്തല്ലോ, അത് പോയല്ലോ, അപ്പൊ ഇനിയിപ്പൊ ചെയ്തിട്ട് കാര്യമുണ്ടോ? അത് ഇനിയിപ്പൊ അതെങ്ങനെ? പക്ഷെ ആക്ച്വലി നമുക്ക് ഏതൊരാൾക്കും അവിടെ ഒരു ബ്രേക്ക് വരും. കൺസിസ്റ്റൻസി എന്ന് ഒരിക്കലും മിസ് ചെയ്യാന്ന് പോണ ഒരു കാര്യമില്ല. ഞാനും ഇങ്ങനെ യോജിച്ചിരുന്ന ഒരാളാണ്. ഇതിങ്ങനെ ബ്രേക്ക് ചെയ്യാതെ തുടർന്ന് പോകണം. നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തോ ഇതേ പ്രോസസ്സിൽ ഇത് റീസ്റ്റാർട്ട് ചെയ്യും. മേ ബി നമ്മളൊരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അത് നിന്നാല് പിന്നെ ആ ഫ്ലോക്ക് വീണ്ടും നമ്മൾ കൊടുത്ത അതേ എനർജി കൊടുക്കേണ്ടി വരും. കുറച്ചും കൂടി ഒന്ന് വർക്ക് ചെയ്യേണ്ടി വരും. കുറച്ചും കൂടി ഒന്ന് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടി വരും, അറ്റൻഷൻ കൊടുക്കേണ്ടി വരും. എന്നിട്ട് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത് ഫ്ലോയിൽ പോകും. പിന്നെ ഇടയ്ക്കാലും പിന്നെ നിങ്ങളത് ഇത് ചെയ്തു അതൊരു ഇതാവും. ഇപ്പൊ നിങ്ങളെ ഉള്ളിലുള്ള ഒരു വിശ്വാസമാണ്, അത് ഞാൻ ചെയ്തിരുന്നല്ലോ, പ്രാക്ടീസ് ചെയ്തിരുന്നല്ലോ, അത് പോയല്ലോ, അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അത്രയും ദിവസം നിങ്ങൾ ചെയ്ത ആ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്ലഷർ കൊടുക്കുന്ന, നിങ്ങൾക്ക് അപ്രിസിയേഷൻ കൊടുക്കുന്നതിനും അത് 2 ദിവസം നോട്ടീസ് ചെയ്തു പോയി. ഞാൻ അത് ചെയ്തില്ലല്ലോ എന്നുള്ള ദിവസം ആക്ച്വലി നിങ്ങൾ നോട്ടീസ് ചെയ്തത്. പക്ഷെ അത്രയും ചെയ്ത് വന്ന നിങ്ങൾ ആ പവർ നിങ്ങളെ ഉള്ളിലുണ്ടല്ലോ, നിങ്ങളെ തന്നെ ബോധിപ്പിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ആക്ച്വലി ആരാ ലീവ് ചെയ്യാ? ഓക്കെ ലീവ് ചെയ്തോ. അപ്പം നിങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ട് ഇതെനിക്ക് പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇത് വീണ്ടും ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമ്മൾ നോട്ടീസ് ചെയ്യണതാണ് അവിടെ. നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾക്ക് നിങ്ങളൊരു ബ്ലെസ്സിങ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളോട് പറയണം, നിങ്ങളെ സൃഷ്ടാവിനോട് പറയണം. അത് നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് തന്ന സൃഷ്ടാവിനോട് പറയണം. നിങ്ങളോടും ഒന്ന് ഈ ഡിസിഷൻ എടുത്തല്ലോ, ഇത് ചെയ്തു അൽഹംദുലില്ലാ, നാളെയും ചെയ്യണം, ആ ഒരു മോഡിൽ പോകണം. അപ്പൊ ഒരു ദിവസം ബ്രേക്ക് ആയാലും ഞാൻ ഇത്രയും ദിവസം ചെയ്തിനല്ലോ, ഈ ഒരു ബ്രേക്ക് ഇറ്റ്സ് ഓക്കെ, ഇനിയും ഞാൻ അതേപോലെ ചെയ്യുന്നുള്ള ആ ഒരു മോഡിൽ പോകണം ഇൻഷാ അല്ലാ. ഓക്കെ, താങ്ക് യു. ജസാക്കല്ലാഹു ഖൈർ. താങ്ക് യു സബിത, താങ്ക് യു സുമയ. അത്രയല്ലോ, ഒരിക്കൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് ബ്രേക്ക് ആയി പോയാൽ വീണ്ടും റീമേക്ക് ചെയ്യാന്നുള്ളൊരു സംഭവമാണ് കൺസിസ്റ്റൻസിന്റെ കേസിൽ കേട്ടോ. ഇതെല്ലാവരും പറയുന്ന ഒരു സാധനമാണ്. അത് നോർമലാണ് മനുഷ്യരുടെ കയ്യിൽ നിന്ന് ബ്രേക്ക് ആയി പോവാന്നുള്ളത്. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക ഇൻഷാ അല്ലാ. താങ്ക് യു. നെക്സ്റ്റ് ഷൈന മാം അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൈന മാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. എനിക്ക് ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ആസ്വദിക്കുകയാണ്. ഓക്കെ. അൽഹംദുലില്ലാ, ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് അള്ളാഹിനോട് എത്ര സ്തുതിച്ചാലും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മള് ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. അതുപോലെ ഇങ്ങനെ നമ്മള് ഇങ്ങനെ പുറത്തൊന്നും പോവാത്ത അങ്ങനെ ആളുണ്ടാവില്ലേ, അങ്ങനത്തെ ഷൈന മാം, നിങ്ങൾക്ക് ചെറിയ റേഞ്ച് ഇഷ്യൂസ് ഉണ്ട് തോന്നുന്നുണ്ട്. പറഞ്ഞത് ഇങ്ങനെ കട്ടാവുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട്
പരിചയതന്നെ. അൽഹംദുലില്ലാ. അള്ളാനെത്ര സ്തുതിച്ചാലും മതിയാവില്ല. അങ്ങനെ ഓരോരുത്തർ പരിചയം ഡൗട്ട് കേൾക്കാനും. ഹലോ ഹലോ, കേൾക്കുന്നു. ഇതിന്റെ ഇടയിൽ ഒന്ന് സ്റ്റെക്കായി. എന്നിട്ട് എന്തൊക്കെയോ മനസ്സിലായി. ഹലോ 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 ഹലോ, പറഞ്ഞോളൂ. ഇപ്പൊ ആ, കേൾക്കാം. അപ്പൊ കേൾക്കാം. എനിക്ക് ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. എനിക്ക് ഒരു പേടി മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പുറത്തൊന്നും അങ്ങനെ കൂടുതലായിട്ട് ഒരു ഇതിലും ആക്ടിവിറ്റിയിലൊന്നും പങ്കെടുക്കാത്ത ഒരാളാണ്. ഇങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കി നടക്കുക. അപ്പൊ ഈ ഒരു പേടി നമ്മളിങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഇത് ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ഥാപിക്കമാവിനെ ഞാന് അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. വീഡിയോ ഒന്ന് ഓണാക്കി ആളൊന്ന് കാണായിരുന്നു. പറ്റണ ഇതിലാണെങ്കിൽ. അല്ല ഇൻഷാല്ലാ ഞാനിപ്പ ഇല്ല ഇൻഷാല്ലാ നമുക്ക് ഇനിയും കാണാലോ. അതെ. പക്ഷെ എനിക്ക് ഇതില് അങ്ങനെ എന്താ സംസാരിച്ചിട്ടുള്ള പേടി മാറാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നമ്മളിങ്ങനെ ഇപ്പൊ ഓൺലൈനിലാകൊണ്ട് എനിക്ക് ഫോണിൽ സംസാരിക്കാം, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ ഫസ്റ്റ് ടൈം ഉണ്ടാവില്ല, ഇങ്ങനെ തുടങ്ങുമ്പോ ഭയങ്കര ഒരു പേടി. ആ ഒരു പേടി മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാന് ഓപ്പൺ ഇതാക്കിയതാണ്. അൽഹംദുലില്ലാ. താങ്ക് യു ഷൽമ. നിങ്ങളൊരു ഒരു ആക്ഷൻ എടുത്തല്ലോ. അപ്രിസിയേഷൻ. നല്ല ഇപ്പൊ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബിലീഫ് ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു സംഭവം. നമ്മൾ ഈ ആക്ഷൻ എടുക്കുന്നതിന്റെ ഒരു ഗുണമായിരിക്കും അത്. അത് എനിക്ക് ഇഷ്ടമാണ്, സംസാരിക്കണ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി, ഇങ്ങനെയുള്ള ഒരു എന്താ ഗ്രൂപ്പിൽ ചേരുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. നമ്മളിങ്ങനെ പറയണ കേൾക്കുമ്പോഴൊക്കെ മാഷാ അല്ലാ നല്ല സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാ സംസാരിച്ച് പേടി മാറാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ. നമ്മളെ യൂണിക് ടോക്ക് എല്ലാ ശനിയാഴ്ചയും ഉണ്ട് കേട്ടോ. അവിടെ എല്ലാ ശനിയാഴ്ചകളും ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞ് പതിയെ ആ ഒരു ഫിയറിനെ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മതി. ഇൻഷാല്ലാ. ഓക്കെ ഇൻഷാ അല്ലാ. കണ്ടില്ലേ വീഡിയോ മോഡ് ഓൺ ആക്കുമ്പോ തന്നെ കൊറേ ആ ഒരു വീഡിയോ മോഡിൽ ഇരിക്കുമ്പോ തന്നെ നമ്മൾ ആ ഒരു പ്രസൻസ് കൊടുക്കുമ്പോ കൊറേ നമ്മളൊരു ഫിയറിന് നമുക്ക് ഇതാവും, പരിചയം തോന്നും. അതെ പിന്നെ അതെ സംസാരിക്കുക, അപ്പൊ അതിങ്ങനെ ഇതാവും. അപ്പൊ കേൾക്കുന്നവർക്കും അതൊരു നാച്ചുറലായി തോന്നും, നാച്ചുറലി ഇതാണെന്നുള്ളൊരു ഫീൽ വരും. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോ ഓക്കെയാണ്. ഓക്കെ ഇൻഷാ അല്ലാ. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഫീഡ്ബാക്ക്? അല്ലെങ്കിൽ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. കുറെ കാലത്തിന് ശേഷമാണ് യൂണിക് ടോക്ക് 2 അവറിലേക്ക് കിടക്കുന്നത്. ഏകദേശം 10:30 തുടങ്ങിയല്ലോ സമയം. എന്തായാലും സന്തോഷം. താങ്ക് യു. വേറെ ആരെങ്കിലും ഫീഡ്ബാക്കോ സജഷനോ ഡൗട്ട് ക്ലിയറൻസോ ഉണ്ടായിരുന്നോ? ഇല്ല എന്ന് തോന്നുന്നു അല്ലേ. ഏകദേശം 36-38 ആൾക്കാരുണ്ടായിരുന്നു. ലേറ്റ് ആയപ്പോൾ കുറെ ആൾക്കാർ ലീവ് ചെയ്തൊക്കെ ഉണ്ട്. എന്തായാലും ഇൻഷാല്ലാ അടുത്ത സെഷനിൽ ഇതുപോലെ കണ്ടുമുട്ടാം, പുതിയ ടോപ്പിക് ആയിട്ട് യൂണിക് ടോക്കിൽ. ഷാബിക്ക മാം, താങ്ക് യു. ലാസ്റ്റ് എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടോ? താങ്ക് യു മിസ്ന. മിസ്ന എന്താ പറയാ, മിസ്ന തരുന്ന ഇതുണ്ടല്ലോ, അത് വല്ലാത്തൊരു എനർജിയാണ് എല്ലാവർക്കും. നമ്മളെ ഈ ഒരു ായാലും മിസ്ന പറയുന്ന കുറേ നാച്ചുറൽ ആയിട്ടാ പറയണതും അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട്. അപ്പൊ താങ്ക് യു. നമ്മളൊരു ടീമിന് ഇടും തൂണാണ് മിസ്ന എന്ന് പറയണത് എലമെന്റ്. ഇപ്പൊ താങ്ക് യു. പ്രൊഡക്ഷനും താങ്ക് യു. എല്ലാവർക്കും കംഫർട്ട് ചെയ്യണേന് താങ്ക് യു. ഇൻഷാല്ലാ. താങ്ക് യു. എല്ലാവർക്കും ഇതുവരെ വീഡിയോ മോഡിൽ ഇരുന്ന എല്ലാവർക്കും പ്രത്യേക ഒരു അപ്രിസിയേഷൻ. നിങ്ങൾക്ക് തന്നെ ഒരു അപ്രിസിയേഷൻ കൊടുക്കുക. നിങ്ങൾ ഇത്രയും ടൈം വീഡിയോ മോഡിൽ ഇരുന്നല്ലോ, നിങ്ങളെ കണ്ടല്ലോ, നിങ്ങളിപ്പോ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങളെ ഫേസിന് ഞങ്ങളെ സ്നേഹിച്ചു തുടങ്ങി, നിങ്ങളെ വോയിസിന് ഞങ്ങളെ സ്നേഹിച്ചു തുടങ്ങി. നിങ്ങൾ ഓക്കെ ആയിക്കോളും. ഇനി മനുഷ്യന്മാരും നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും. ഇനി ഇതുവരെ സെഷൻ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതുവരെ കാത്തിരുന്ന കുറെ ണ്ടല്ലോ, നമുക്ക് നിങ്ങളോട് സ്നേഹമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും സമയം നിന്നത്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഞാൻ ഭയങ്കര സംഭവമായതോ അല്ലെങ്കിൽ സംസാരിക്കണോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഒരു അപ്രിസിയേഷൻ കൊടുക്കും. പിന്നെ നിങ്ങൾ ഇത്രയും സമയം എന്നെ കേട്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ്. നിങ്ങളെല്ലാരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലീവ് ചെയ്തോളൂ.